റിവിഷൻ സീരീസിന്റെ ഭാഗമായിട്ട് ലോജിക്കൽ റീസണിംഗ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ് എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഇതൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, പോളിഷ് ചെയ്യുക നിങ്ങളത്. ഓക്കെ, സോ ഞാൻ ക്വിക്കായിട്ട് ഓടിച്ചു പോകട്ടെ, കാരണം അറിയാം കുറച്ച് വൈഡ് ആയിട്ട് കവർ ചെയ്യാണ്ടല്ലോ. സോ ഫസ്റ്റ് ആയിട്ട് എന്താണ് ഒരു സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെന്റ്സ് അല്ലേ. അപ്പോൾ ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് പ്രെമിസ് വിച്ച് സപ്പോർട്ട് സം കൺക്ലൂഷൻ. നമ്മളിപ്പോൾ എന്താണ് വെറുതെ ഒരു ആർഗ്യുമെന്റ് പറയുമ്പോൾ എന്താണ്, സെറ്റ് ഓഫ് പ്രെമിസസ് ആണ്. പക്ഷെ എന്തായിരിക്കും, ഒരു കൺക്ലൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേസിൽ. അപ്പൊ എങ്ങനെ നമുക്ക് ഇവിടെ നോക്കാം. അപ്പൊ അതിന്റെ ഒരു ഇതായിട്ട് സ്ട്രക്ചർ ആയിട്ട് എങ്ങനെ, പ്രെമിസ് ഉണ്ടാവും, കൺക്ലൂഷൻ ഉണ്ടാവും, ഇൻഫറൻസ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ പ്രമിസ് ആയിട്ട് നമുക്ക് നോക്കാം. എന്താണ്, സംതിങ് ദാറ്റ് ഇസ് പുട്ട് ഫോർവേഡ് ആസ് ട്രൂത്ത് ബട്ട് നോട്ട് പ്രൂവൺ. ഓക്കെ, അസ്യൂംഡ് ടു ബി ട്രൂ ആയിരിക്കും. ജസ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്യും, പക്ഷെ എന്താണ് അത് അസ്യൂംഡ് ടു ബി ട്രൂ, ബട്ട് എന്താണ് ട്രൂ എന്ന് പ്രൂവൺ ചെയ്തിട്ടുണ്ടാവില്ല. എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ ഒരു പ്രമിസിന്റെ കേസിൽ എന്താണ്, ദിസ് ഈസ് എ ഗുഡ് കാർ, ഇത് നല്ലൊരു എന്താണ് കാറാണ് ഒരു കേസിൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. പക്ഷെ എന്താണ് അത് എന്താണ് ചിലപ്പോൾ അത് ട്രൂ ആയിരിക്കില്ല, എന്താണ് പക്ഷെ എന്താണ് ട്രൂ ഫാൾസ് ആവാനും ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു കേസാണ് പ്രമിസ്. ഓക്കെ, അസ്യൂംഡ് ടു ബി ട്രൂ ആണ്. ഇനി എന്താണ് കൺക്ലൂഷന് അല്ലേ. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെന്റ് പറഞ്ഞിട്ട് പ്രെമിസ് ഉണ്ടാവും, കൺക്ലൂഷൻ, ഇൻഫറൻസ്. കൺക്ലൂഷൻ എന്താ പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് ദാറ്റ് വി വാണ്ട് അനദർ പേഴ്സൺ ടു അഗ്രി വിത്ത് യു അല്ലേ. നമ്മൾ കൺക്ലൂഷൻ ചെയ്തെടുക്കുമ്പോൾ എന്താണ്, ഡ്രോൺ ചെയ്തെടുക്കുമ്പോൾ എന്താണ്, ഒരു പ്രമിസിൽ ഡ്രോൺ ചെയ്തെടുക്കുമ്പോൾ എന്താണ്, വേറെ ആൾ എന്താണ് അതിൽ നമ്മൾ അഗ്രി ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ, ഈ ഒരു എക്സാമ്പിൾ തന്നെ, ദിസ് ഇസ് എ ഗുഡ് കാർ, വി ക്യാൻ ബൈ ഇറ്റ് അല്ലേ. അപ്പൊ ഇവിടുത്തെ കൺക്ലൂഷൻ എന്താണ്, ഇത് നല്ലൊരു കാറാണ്, അപ്പൊ നമുക്കിത് വാങ്ങാം, അല്ലെങ്കിൽ യു ക്യാൻ ബൈ ഇറ്റ്. അപ്പൊ എന്താണ്, ഈ കാറ് വാങ്ങാം. അപ്പൊ ഇവിടുത്തെ കൺക്ലൂഷൻ എന്താണ്, അപ്പൊ വേറെ ആൾ അഗ്രി ചെയ്യണം. അപ്പൊ ആ ഒരു പ്രമിസ് ഇത് അഗ്രി ചെയ്ത ആ ഒരു കേസിൽ മാത്രം എന്താണ് കൺക്ലൂഷന് വാലിഡ് ആവുള്ളൂ. ഓക്കെ, ഇനി ഇൻഫറൻസ് എന്താ നോക്കാം. അപ്പൊ ഇവിടെ ഒരു കണക്ഷൻ വേണം അല്ലേ. അപ്പൊ ദിസ് ഇസ് എ ഗുഡ് കാർ, വി ക്യാൻ ബൈ ഇറ്റ്. അപ്പൊ ഇത് തമ്മിൽ ഒരു കണക്ഷൻ വേണം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ബിറ്റ്വീൻ പ്രമിസ് ആൻഡ് കൺക്ലൂഷൻ. ഓക്കെ, ഒരു ദാറ്റ് ട്രാൻസ്ഫർ പ്രമിസ് ഇൻ ടു കൺക്ലൂഷൻ. ഇപ്പോൾ ഒരു നല്ലൊരു കാർ കണ്ടത് വാങ്ങാൻ ഒരു കേസിൽ എന്താണ്, വി ആർ ലുക്കിംഗ് ഫോർ എ ഗുഡ് കാർ. നമ്മൾ എന്താണ് ഒരു നല്ലൊരു കാറിന് വേണ്ടി എന്താണ് അന്വേഷിക്കുക, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങാൻ പ്ലാൻ ഉണ്ടായിരിക്കണം. അല്ലാത്തൊരു കേസിൽ എന്താണ്, ജസ്റ്റ് ഒരു പ്രമിസ് അല്ലെങ്കിൽ ഒരു കാർ അല്ലെ, കാണുന്ന കാറിന് വാങ്ങുന്ന ഒരു കേസ് ഇല്ലല്ലോ. അപ്പോൾ ദിസ് ഇസ് എ ഗുഡ് കാർ, വി ആർ ലുക്കിംഗ് ഫോർ എ ഗുഡ് കാർ എന്നാണ് ഇവിടുത്തെ ഇൻഫറൻസ്. സോ വി ക്യാൻ ബൈ. സോ ഇതാണ് സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെന്റ്സ്. ഓക്കെ, ഒരു പ്രമിസ് ഉണ്ടാവും, കൺക്ലൂഷൻ ഉണ്ടാവും, ഇൻഫറൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താണ്, കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻസ്. ആ ഒരു കേസിലല്ലേ എന്താണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കാറ്റഗറീസ്. അപ്പൊ എന്താണ്, സോ ഡിഫറെന്റ് സ്ക്വയർ ഓഫ് പ്രൊപ്പോസിഷന്റെ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ ആ ഒരു കേസിൽ എന്താണ്, കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ. ഓക്കെ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കാറ്റഗറീസ്. സോ ഇതിൽ ഏതൊക്കെയാണ് വരുന്നത്, നാല് ടൈപ്സ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്, യൂണിവേഴ്സൽ അഫർമേറ്റീവ്, യൂണിവേഴ്സൽ നെഗറ്റീവ്, പർട്ടിക്കുലർ അഫർമേറ്റീവ്, പർട്ടിക്കുലർ നെഗറ്റീവ്, ഇങ്ങനെ നാല് ടൈപ്പ് വരുന്നുണ്ടല്ലേ. അപ്പോൾ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ നമ്മൾ പഠിച്ചിരുന്നല്ലോ. എങ്ങനെ, യൂണിവേഴ്സൽ എ, ഇ, ഐ, ഒ അല്ലേ. സോ നാല് ടൈപ്സ് ഏതൊക്കെയാണ്, റിലേഷൻ ബിറ്റ്വീൻ ഏതാണ്, നാല് ടൈപ്സ് ആയിട്ട് റിലേഷൻഷിപ്പ് പറയാം. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഫോം ആയിട്ട് ഏതാണ്, ആൾ എസ് ഈസ് പി അല്ലേ. എന്താണ്, എല്ലാ സബ്ജക്റ്റും പ്രഡിക്കേറ്റ് ആയിട്ട് വരുന്ന ഒരു കേസ്, ആൾ എസ് ഈസ് പി അല്ലേ. സോ എല്ലാ എസും എന്താണ്, പി ആണ്. അതിന് നമുക്ക് എന്താണ്, എ എന്ന് പറയാം അല്ലേ. സോ ബബിൾ ലെറ്ററിലെ എ, ഇ, ഐ, ഒ എന്നാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത സെക്കൻഡ് കേസ് എന്താണ്, ഇവിടെ വരുന്ന സെക്കൻഡ് കേസ്, നോ എസ് ഈസ് പി അല്ലേ. നോ സബ്ജക്റ്റ് ഈസ് പ്രഡിക്കേറ്റ്, ആ ഒരു കേസിൽ എന്താണ്, ഇ എന്ന് പറയാം. തേർഡ് എന്താണ്, തേർഡ് ഫോം എന്താണ്, സം എസ് ഈസ് പി. ചില സബ്ജക്റ്റ് എന്തായിരിക്കും പ്രിഡിക്കേറ്റ് ആയിട്ട് വരുന്ന കേസിൽ എന്താണ്, ഐ എന്ന് പറയാം. ഫോർത്ത് വണ്, സം എസ് ഈസ് നോട്ട് പി. ഓക്കെ, ചില സബ്ജക്റ്റ് എന്തായിരിക്കും പ്രിഡിക്കേറ്റ് അല്ലാത്തൊരു കേസിൽ എന്താണ്, ഓ എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആ ഒരു കേസ് അല്ലേ. ഇവിടെ എന്താണ്, എല്ലാം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ആൾ എന്ന് പറയുന്ന കേസിൽ എന്തായിരിക്കും, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എസ് എന്ന്
എസും പി പറഞ്ഞു. അപ്പൊ അപ്പൊ ഇതിന്റെ കേസിൽ എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ആൾ അല്ലെ? ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ടഡ് കേസ് എന്നാണ്. ഓക്കെ. സോ ഇവിടുത്തെ കേസിൽ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എസ് എന്താണ്? ആൾ എസ് ഇസ് പിയിൽ എന്താണ് സബ്ജക്റ്റ് ആയിട്ട് എന്താണ് സബ്ജക്റ്റ് എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ. സോ അതുപോലെ നോ എസ് ഇസ് പിയിൽ എന്താണ് രണ്ടും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കട്ടോ. സം എസ് ഇസ് പിയിൽ എന്താണ് രണ്ടും സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. സം എസ് ഇസ് നോട്ട് പിയിൽ എന്താണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ. സോ ഈ ഒരു കേസിന് എക്സാമ്പിൾ ആയിട്ട് എന്താണ് ആൾ എസ് ഈസ് പി. ഓക്കെ. സോ ഏതാണ് ആൾ ഡോഗ്സ് ആർ അനിമൽസ്, നമുക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാല്ലേ. ഇനി നോ ഡോഗ്സ് ആർ കാറ്റ്സ്, അതാണ് യൂണിവേഴ്സൽ നെഗറ്റീവ് ആയിട്ടുള്ളത്. പർട്ടിക്കുലർ അഫർമേറ്റീവ് എന്താണ് സം ഡോഗ്സ് ആർ അനിമൽസ്. പർട്ടിക്കുലർ നെഗറ്റീവ് എന്താണ് സം ഡോഗ്സ് ആർ നോട്ട് കാറ്റ്സ്. ഓക്കെ. ഈ സബ്ജക്റ്റ് എന്ന് പ്രെഡിക്കേറ്റ് എന്താണ് സോ ഇവിടെ പറഞ്ഞ എസും പിയും സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. അപ്പോൾ സബ്ജക്റ്റ് എന്താണ് കാറ്റഗറി ഓഫ് ക്ലാസ് ദാറ്റ് പ്രൊപ്പോസിഷൻ ഈസ് അബൌട്ട്. സോ ഇവിടുത്തെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് ആൾ ഡോഗ്സ് ആർ അനിമൽസ് സബ്ജക്റ്റ് ഇത്. ഓക്കെ. അപ്പൊ എന്തിനെ കുറിച്ചാണ് പറയുന്നത് പ്രൊപ്പോസിഷന്? ഓക്കെ. അബൌട്ട്. പ്രെഡിക്കേറ്റ് എന്താണ് കാറ്റഗറി ക്ലാസ് എന്നാണ് ബീങ് അസേർട്ടഡ്. ഓക്കെ. സബ്ജക്റ്റ് അസേർട്ട് ചെയ്തെടുക്കുന്നത് ഇവിടെ ഇതായിരിക്കും പി. ഓക്കെ. സോ ഇവിടെ ആൾ എസ് ഈസ് പി, ഇവിടെ നോ എസ് ഈസ് പി, ഇവിടെ സം എസ് ഈസ് പി. പർട്ടിക്കുലർ നെഗറ്റീവ് ആവുമ്പോൾ സം എസ് ഈസ് നോട്ട് പി. ഓക്കെ. സോ ഇനി അടുത്ത നോക്കാം. ഓക്കെ. ഇനി സിലോജിസം എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലേ? സോ സിലോജിസത്തിന് എന്താ പറയുന്നത്? ഇതൊരു കൈൻഡ് ഓഫ് ആർഗ്യുമെന്റ് ആണ് കൺസിസ്റ്റിംഗ് ഓഫ് മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. ഓക്കെ. കൈൻഡ് ഓഫ് ആർഗ്യുമെന്റ് കൺസിസ്റ്റ് ഓഫ് ത്രീ സ്റ്റേറ്റ്മെന്റ്സ്. മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഓക്കെ. എന്താണ് ടു പ്രമിസസും പിന്നെന്താണ് ഒരു കൺക്ലൂഷനും. ഓക്കെ. അതാണ് ഒരു സിലോജിസം എന്ന് പറയുന്നത്. ഒരു കൈൻഡ് ഓഫ് ആർഗ്യുമെന്റ് ആണ്. അതിൽ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഓക്കെ. എന്താണ് രണ്ട് പ്രമിസസും ഒരു കൺക്ലൂഷനും. ഇനി നമുക്ക് എന്താണ് കാറ്റഗറി സിലോജിസം നോക്കാം. ഇതാണ് ഇതൊരു ടൈപ്പ് ഓഫ് സിലോജിസം ആണ് കൺസിസ്റ്റിംഗ് ഓഫ് എന്താണ് ത്രീ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ ആൻഡ് കണ്ടെയ്നിങ് ത്രീ ഡിസ്റ്റിങ്ക്ട് ടേംസ്. മൂന്ന് ഒരു കാറ്റഗറിക്കൽ സിലോജിസത്തിനെ മൂന്ന് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻസും അതുപോലെ മൂന്ന് ഡിസ്റ്റിങ്സ് ടേംസും ഉണ്ടാവും. ഈച്ച് ഓഫ് വിച്ച് അപ്പിയർ എക്സാക്ട്ലി ടൈസ് ഇൻ ദ ത്രീ പ്രൊപ്പോസിഷൻസ്. ഓക്കെ. സോ ഈ ഒരു മൂന്ന് ഡിസ്റ്റിങ്റ്റ് ആയ ടേം എന്ത് ചെയ്യും കറക്റ്റ് എന്ത് ചെയ്യും രണ്ട് തവണ ത്രീ പ്രൊപ്പോസലായിട്ട് അപ്പിയർ ചെയ്യും. നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ. ആ ഒരു കേസിൽ ഓക്കെ ത്രീ ഡിസ്റ്റിങ്റ്റ് ടേംസ് ഏതൊക്കെ എന്നുള്ളത് നോക്കാം. സോ ഏതാണ് ഒരു മേജർ ടേം ഉണ്ടാവും. ഓക്കെ. മേജർ ടേമിന് എന്താണ് പി എന്നുള്ള രീതിയിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു മേജർ ടേം, ഒരു മൈനർ ടേം, ഒരു മിഡിൽ ടേം. ഓക്കെ. മേജർ ടേമിന് എന്താണ് പി എന്നുള്ള ഒരു ഇതിൽ എന്താണ് നേരത്തെ പറഞ്ഞു പ്രെഡിക്കേറ്റ് ഓഫ് കൺക്ലൂഷൻ. ഓക്കെ. ഈ മൈനർ ടേമിന് എസ് എന്താണ് സബ്ജക്റ്റ് ഓഫ് കൺക്ലൂഷൻ. ഈ മിഡിൽ ടേമിന് എം എന്താണ് ടേം ദാറ്റ് ഒക്വർ രണ്ട് ഇതിലും പ്രമിസിലും ഒക്വർ ചെയ്യുന്ന മിഡിൽ ടേം. ഓക്കെ. നീ ഇവിടെ നമുക്ക് അപ്പൊ ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞു ത്രീ ഡിസ്റ്റിങ്സ് ടേം ഡിസ്റ്റിങ് ആയിട്ട് ടേം ഉണ്ടാവും. പിന്നെ എന്താണ് ത്രീ പ്രപ്പോസിഷൻ ഉണ്ടാവും. അപ്പൊ ഈ ഒരു മൂന്ന് ഡിസ്റ്റിങ് ടേം ഉള്ള ഏതൊക്കെ നോക്കാം. ഈ ഒരു എക്സാമ്പിളിൽ സം കാറ്റ്സ് ആർ ഫ്രണ്ട്ലി, ആൾ കാറ്റ്സ് ആർ മമ്മൽസ്, ദെർഫോർ സം മമ്മൽസ് ആർ ഫ്രണ്ട്ലി. സോ ഇവിടെ എന്താണ് പറഞ്ഞ പോലെ എന്താണ് രണ്ട് മൂന്ന് പ്രപ്പോസിഷൻസ് ഇതുണ്ടല്ലേ. എന്താണ് ത്രീ കാറ്റഗറി പ്രൊപ്പോസിഷൻ ഇവിടുത്തെ P1 P2 C അല്ലേ? അതായത് എന്താണ് ടു പ്രമിസസും ഒരു കൺക്ലൂഷനും ആ ഒരു കേസിൽ. ഓക്കെ. P1 എന്നുള്ള പ്രമിസും P2 പ്രമിസും ഒരു കൺക്ലൂഷനും. അപ്പൊ മൂന്ന് പ്രൊപ്പോസിഷൻസ് ആയി അല്ലേ? ഇനി എന്താണ് ഇതിൽ നിന്നുള്ള ത്രീ ഡിസ്റ്റിങ്സ് ടേംസ് ഉണ്ടാവും അല്ലെ? ഇവിടെ കാറ്റ്സ് എന്നുള്ള എല്ലാം രണ്ട് തവണ ഉണ്ടാവും എന്ന് പറഞ്ഞു. കാറ്റ്സ് രണ്ട് തവണ. ഓക്കെ. മാമൽസ് ഇത് രണ്ട് തവണ ഉണ്ടാവും. ഫ്രണ്ട്ലി. ഓക്കെ. ഇത് രണ്ട് തവണ ഉണ്ട്. ഓക്കെ. സോ എല്ലാ ടേംസും എന്താണ് ടൈസ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നുണ്ട്. സോ ഇതിൽ നോക്കിയാൽ എന്താണ് സം കാറ്റ്സ് ആർ ഫ്രണ്ട്ലി. ഓക്കെ. സോ ഇവിടെ എന്താണ് പ്രെഡിക്കേറ്റ് ഇവിടെ നമ്മൾ പറഞ്ഞു മേജർ ടേം ഏതാണ് ഫ്രണ്ട്ലി എന്നുള്ളതാണ്. ഇവിടെ എന്താണ് ഫ്രണ്ട്ലി എന്നുള്ള ടേമാണ് പി. ഓക്കെ. ഇനി രണ്ടിൽ വരുന്ന ടേം ഏതാണ് മിഡിൽ ടേം എം. എസ് ഏതാണ് മമ്മൽസ്. ഓക്കെ. മാമൽസ് ആണ് എസ് ആയിട്ട് വരുന്നത്.
എന്താണ് സബ്ജക്റ്റ് ഓഫ് കൺക്ലൂഷൻ? സബ്ജക്റ്റ് ഏതാണ്? എസ്. ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? മാമൽസ് ആണല്ലോ ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, മാമൽസ്. ഇവിടുത്തെ കേസിൽ ഏതാണ് പ്രെഡിക്കേറ്റ് ആയിട്ട് വരുന്നത്? ഫ്രണ്ട്ലി. ഓക്കെ, ഈ കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? ഹലോ, ക്ലിയർ അല്ലേ? യെസ് സാർ, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി എന്താണ് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നമുക്കറിയില്ല, മൂഡ് ആൻഡ് ഫിഗർ അല്ലേ? So, ഈ മൂഡ് ആൻഡ് ഫിഗർ എങ്ങനെയാണ്? കാറ്റഗോറിക്കൽ സിലോജിസം നമ്മൾ പറഞ്ഞു. അയ്യോ, ഓക്കെ. അതിൽ ആ സിലോജിസം കേസിൽ നിന്നാണ് സീരീസ് ഓഫ് ത്രീ ലെറ്റേഴ്സ് കറസ്പോണ്ടിങ് ടു ദ ടൈപ്പ് ഓഫ് പ്രൊപ്പോസിഷൻ. അപ്പൊ ഏതൊക്കെയാണ്? മേജർ പ്രമിസ്, മൈനർ പ്രമിസ്, കൺക്ലൂഷൻ അല്ലെ? ഇവിടെ പറഞ്ഞല്ലേ മേജർ പ്രമിസ് എന്നാണ് സിലോജിസത്തിന്. മേജർ പ്രമിസ്, മൈനർ പ്രമിസ്, അങ്ങനെ കൺക്ലൂഷൻ, ഇങ്ങനെ മൂന്ന് ഇതുണ്ടാവും. അപ്പൊ അതിനെന്താണ് ആൾറെഡി പറഞ്ഞു. അങ്ങനെ യൂണിവേഴ്സൽ അഫർമേറ്റീവിനെ, അതായത് യൂണിവേഴ്സൽ പോസിറ്റീവിനെ എ എന്നും, യൂണിവേഴ്സൽ നെഗറ്റീവിനെ ഇ എന്നും, പർട്ടിക്കുലർ അഫർമേറ്റീവിനെ, പർട്ടിക്കുലർ പോസിറ്റീവിനെ ഐ എന്നും, പർട്ടിക്കുലർ നെഗറ്റീവിനെ ഒ എന്നും നമുക്ക് എന്ത് ചെയ്യാം? മെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓരോ ഇത് നോക്കിയിട്ടും ഓരോ പ്രൊപ്പോസിഷൻ നോക്കിയിട്ട് അത് ഏതിലാണ് വരുന്നത് എന്നുള്ളതിൽ എ ഇ ഐ ഒ എന്താണ് നമുക്ക് നെയിം ചെയ്യാൻ പറ്റും. അതാണ് മൂഡിന്റെ ഒരു കേസ്. വെൻ ഡിറ്റർമൈൻ ദ മൂഡ് ഓഫ് കാറ്റഗറി യു നീഡ് ടു ഫിഗർ ഔട്ട് വിച്ച് ഓഫ് ദ ഫോർ ഫോംസ് ഓഫ്. ഓക്കെ, സോ ഇതിൽ ഏതാണ് എ ഇ ഐ ഒ? ഇതിൽ ഈ നാലെണ്ണത്തിൽ ഏതാന്നുള്ളതാണ് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് എന്താണ് ഫിഗറിന്റെ കേസിൽ? ഓക്കെ, ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അറേഞ്ച്മെന്റ് ഓഫ് മിഡിൽ ടേംസ് ആണ്. സോറി. സോ എന്താണ് മിഡിൽ ടേംസ്? ഒരു പ്രൊപ്പോസിഷനിലെ മിഡിൽ ടേമുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ നേരത്തെ മൂഡ് ആണെങ്കിൽ അതിലെന്താണ് അതിന്റെ ഏത് ടൈപ്പാണ്? യൂണിവേഴ്സൽ അഫർമേറ്റീവ് ഇതാണോ, യൂണിവേഴ്സൽ നെഗറ്റീവ് ആണോ, ഇനി പർട്ടിക്കുലർ അഫർമേറ്റീവ്, അങ്ങനെ ഒരു ഇതിലാണ് എ ഐ ഒ എന്നുള്ളതാണ്. ഇവിടെ എന്താണ് മിഡിൽ ടേമിന്റെ ഒരു കേസിലാണ് എന്താണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് ഫിഗർ? അപ്പൊ ഫിഗർ 1 2 3 4 അങ്ങനെ നാലൊരു ഫിഗറിന്റെ കേസ് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതാ അപ്പൊ ഫിഗർ 1 എങ്ങനെ വരുന്നത്? മിഡിൽ ടേം ഈസ് ഫസ്റ്റ്. ഇത് പ്രെഡിക്കേറ്റീവ് സബ്ജക്റ്റ്. അപ്പൊ മിഡിൽ ടേം എന്താണ്? ഫസ്റ്റ് ഇൻ premise 1. ഓക്കെ, മിഡിൽ ടേം ഇവിടെ premise 1 premise 1 premise 2 കൺക്ലൂഷൻ, ഇങ്ങനെ ആയിരിക്കും അതിനത്. കൺക്ലൂഷൻ എന്തായാലും സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് ഉണ്ടാവും. മിഡിൽ ടേം രണ്ടിൽ വരുന്ന ടേം. സോ ഫസ്റ്റ് പ്രെഡിക്കേറ്റ് 1 ഫസ്റ്റും ഇത് എന്താണ് സോറി, മിഡിൽ ടേമിൽ premise 1 ഫസ്റ്റും premise 2 എന്താണ് സെക്കൻഡ് ആയിട്ടും വരുന്നതാണ് മിഡിൽ ടേം വരുന്നതെങ്കിൽ എന്താണ് ഫിഗർ 1. ഓക്കെ, ഈ ഫിഗർ 2 എന്താണ് രണ്ടിലും ബോത്ത് ഇതിൽ നിന്നാണ് സെക്കൻഡ് ആയിട്ട് വരുന്നത്. ഫിഗർ 3 എന്താണ് ബോത്ത് ഫസ്റ്റ്. ഫിഗർ 4 എന്താണ് ജസ്റ്റ് ഫസ്റ്റിന്റെ ഓപ്പോസിറ്റ് അല്ലേ? തേർഡ് വരുന്നത് സെക്കൻഡ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഏതാണ് സെക്കൻഡ് ആയിട്ട് വരുന്നത്? ഫസ്റ്റ് ഇതില് സെക്കൻഡ് ഇതിൽ എന്താണ് ഫസ്റ്റ് ആയിട്ടും വരുന്നത്. ഓക്കെ, സോ ഇത് ഇങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ വരുന്നുള്ളൊരു കേസിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഇത് പഠിച്ചൊക്കെ ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു തന്നു. ഡബ്ല്യു പോലെ കരുതി വെക്കുക. ഓക്കെ, സോ ഇവിടെ എന്താണ് ഇത് ഫസ്റ്റ്, ഇവിടെ അങ്ങനെ ഈ ഒരു ഇത് ഫസ്റ്റ്, ഇതിങ്ങനെ സ്ട്രൈറ്റ് ഇങ്ങനെ കരുതി വന്നിട്ട് അങ്ങനെ. ഓക്കെ, ഇവിടെ ഇത് മിഡിൽ ടൈം ഇങ്ങനെ വരുന്ന ഫിഗർ ഫസ്റ്റ്. ഇങ്ങനെ ഇത് നോക്കുമ്പോൾ ഇത് ഇവിടെ ഫസ്റ്റ് ഇത് ഇങ്ങനെ വരുന്ന കേസ്. ഇനി രണ്ടും സെക്കൻഡിലാണെങ്കിൽ സെക്കൻഡ്. ഇനി ഇവിടെ എന്താണ് രണ്ടും ഫസ്റ്റിലാണെങ്കിൽ എന്താണ് തേർഡ്. ഇനി ഈ ഒരു ക്രോസ് ആയിട്ട് എന്താണ് ഫസ്റ്റ് 1 സെക്കൻഡിലും സെക്കൻഡ് 1 ഫസ്റ്റിലും ആണെങ്കിൽ എന്താണ് അങ്ങനെ വരുന്ന മിഡിൽ ടൈം ആണെങ്കിൽ എന്താണ് ഫോർത്ത് ഫിഗർ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഷർട്ടിന് കോളർ ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു അല്ലേ? അല്ലെങ്കിൽ ഡബ്ല്യു അങ്ങനെ എന്താണ് ഓർത്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ ഞാൻ മുന്നത്ത് ചെയ്ത ക്വസ്റ്റ്യനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഫൈൻഡ് ദ മൂഡ്. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ വരുന്ന രീതി ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഫൈൻഡ് ദ മൂഡ് ആൻഡ് ഫിഗർ ഓഫ് ദ ബിലോ പ്രൊപ്പോസിഷൻ. ഓക്കെ, അപ്പൊ എന്താണ് സം കാറ്റ്സ് ആർ ഫ്രണ്ട്ലി അല്ലേ? അപ്പൊ ഇതേതാണ് സം കാറ്റ്സ് ആർ ഫ്രണ്ട്ലി? നമുക്കറിയാം എ ഇ ഐ ഒ. ഓക്കെ, അപ്പൊ സം കാറ്റ്സ് ആർ ഫ്രണ്ട്ലി. ഇതേതാ വരുന്നത്? യൂണിവേഴ്സൽ. യൂണിവേഴ്സൽ അല്ല, പർട്ടിക്കുലർ പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, സോ സം കാറ്റ്സ് ആർ ഫ്രണ്ട്ലി എന്ന് വരുന്നത് പർട്ടിക്കുലർ പോസിറ്റീവ് ആണ്. ഓക്കെ,
അപ്പൊ ഐ. ഇനി അടുത്തത് ആൾ കാറ്റ്സ് ആർ മമ്മൽസ് മാമൽസ്. അപ്പൊ എന്താണ്? യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ് അല്ലെ? യൂണിവേഴ്സൽ അഫർമേറ്റീവ്. Therefore, some mammals are friendly. Some mammals are friendly എന്ന് വരുന്നതാണ് പർട്ടിക്കുലർ ആയിട്ടുള്ള പോസിറ്റീവ് അല്ലെ? ഇതും പർട്ടിക്കുലർ പോസിറ്റീവ് വരും. ആയി. സോ എന്താണ് മൂഡ് എന്താണ് കിട്ടി? ഐ ആണ്. അപ്പൊ എന്താണ് ഫിഗറിന് നോക്കിയാൽ അപ്പോൾ ഓപ്ഷനിൽ ഇപ്പൊ ഏതാണ് മൂഡ് അങ്ങനെ വരുന്നത്? രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ഇനി ഫിഗറും കൂടി നോക്കണല്ലേ? ഈ ഒരു കേസിൽ ഇത് രണ്ടും എന്താ ചെയ്യുക? ക്യാൻസൽ ആയി ഇപ്പം ഫിഗർ നോക്കിയാൽ മതി. ഫിഗർ അതാണ് മിഡിൽ ടൈം ഇവിടെ ഏതാ വരുന്നത്? സം കാറ്റ് ബോത്ത് ഇത് രണ്ടിലുള്ളതാണ് കാറ്റ്സ് അല്ലെ? സോ ഇങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ഡബ്ല്യു പോലെ എഴുതുക. അപ്പൊ ഇവിടെ രണ്ടിലും കാറ്റ്സ് രണ്ട് ഫസ്റ്റ് വരുന്നത് ഏതാണ്? തേർഡ് ഫിഗർ. അപ്പൊ ഐ അപ്പൊ ആൻസർ വരിക ഓപ്ഷൻ എ. ഐ എ ഐ മൂഡ് വരും ഫിഗർ 3. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വരും. ഏത് ലാസ്റ്റിൽ 3 കിട്ടിയത്? ഓക്കെ ഓക്കെ പറയാം. ഇവിടുത്തെ കേസിൽ അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? ഇപ്പൊ മൂഡ് നോക്കൽ മനസ്സിലായില്ലേ? മൂഡ് ആൻഡ് ഫിഗറിൽ മൂഡ് കിട്ടിയത് ഡൗട്ട് ഇല്ലല്ലോ? സാറ് ഒന്നും കൂടി പറഞ്ഞുതരുമോ? ഓക്കെ ഓക്കെ, എന്നാൽ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇങ്ങനെ മൂഡ് ഫിഗർ പ്രോബ്ലം വരുമ്പോ എന്ത് ചെയ്യാ? ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറി പ്രൊപ്പോസിഷൻ? അപ്പൊ മൂഡ് ആ ഒരു കേസ് നമ്മൾ ഡിസ്കസ്. അപ്പൊ ഏതാണ് ഫസ്റ്റ്? നമുക്കറിയാം യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ് ഇതുണ്ട്. എന്താണ് യൂണിവേഴ്സൽ? എല്ലാം പോസിറ്റീവ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് വരച്ചാൽ മനസ്സിലാവും. പ്ലസ്, നെഗറ്റീവ്, പർട്ടിക്കുലർ. ഓക്കെ, യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ് എന്താണ്? ആ ഒരു പ്രൊപ്പോസിഷൻ എന്താണ്? ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഓക്കെ എന്താണ് യൂണിവേഴ്സൽ? ആ ഒരു ഇത് പോസിറ്റീവ് ആണെങ്കിൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആവും. ഓക്കെ, ഇനി അത് നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്? യൂണിവേഴ്സൽ പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? എ ആണ്. ഇനി യൂണിവേഴ്സൽ നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്? ഇ. എ ഇ ഐ ഒ ആ ഒരു ഇതിലാണ്. ഇനി പർട്ടിക്കുലർ ആയിട്ട് ഇനി അതായത് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ആൾ എന്നുള്ള കേസിൽ ആൾ ആയിട്ട് പിന്നെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എ. ഇനി പർട്ടിക്കുലർ ആയിട്ടുള്ള പോസിറ്റീവ് ഓക്കെ. ഇനി സം എന്നുള്ള പർട്ടിക്കുലർ സം. അപ്പൊ സം എന്നുള്ളത് വന്നിട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഐ. ഓക്കെ, ഇനി യൂണിവേഴ്സൽ നെഗറ്റീവ് അത് പറഞ്ഞു എന്താണ്? ഈ എന്താണ് ആൾന്ന് വന്നിട്ട് എന്താണ് ഒരു നോട്ട് അങ്ങനെയൊക്കെ ഇത് സം കാറ്റ്സ് ആർ നോട്ട് മമ്മൽസ്. ഓക്കെ, അല്ലെങ്കിൽ സം അനിമൽ സം ഡോഗ്സ് ആർ നോട്ട് കാറ്റ്സ്. അങ്ങനെയൊക്കെ വരുന്ന കേസിൽ എന്താണ് ഈ ഒരു ഇത് വരും? ഈ എന്നുള്ള വരും. ഓക്കെ, ഇനി ഇനി നോ കാറ്റ്സ് ആർ മമ്മൽസ് എന്നുള്ളതിൽ അല്ലെ ഒക്കെ ഒരു നോ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ ഓക്കെ പി. അപ്പൊ എന്താണ് യൂണിവേഴ്സ് അല്ലെ പർട്ടിക്കുലർ നെഗറ്റീവ്. ഓക്കെ, പർട്ടിക്കുലർ നെഗറ്റീവ് എ ഇ ഐ ഒ. ഓക്കെ, ഇവിടെ യൂണിവേഴ്സൽ അഫർമേറ്റീവ്, ഇവിടെ യൂണിവേഴ്സൽ, ഇവിടെ നോ കാറ്റ്സർ അതാട്ടോ വരിക. ഇവിടെ പർട്ടിക്കുലർ പോസിറ്റീവ്, ഇവിടെ പർട്ടിക്കുലർ നെഗറ്റീവ്. ഓക്കെ, സോ ഇവിടുത്തെ ഒരു കേസിൽ എന്താണ്? സം കാറ്റ്സ് ആർ ഫ്രണ്ട്ലി. അപ്പൊ എന്താണ്? സം സം എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. ഇത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് നോട്ട് ഇതൊന്നും ഇല്ല. അപ്പൊ ഇവിടെ എന്താണ് ഈ ഒരു ഇത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി പോസിറ്റീവ് ഇതിൽ എന്താണ്? സം എന്നുള്ളത് വന്നിട്ടുള്ളത്. സം വരുമ്പോൾ എന്താണ്? പർട്ടിക്കുലർ പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഐ എന്നുള്ളത് വരും. ഇനി ആൾ കാറ്റ്സ് ആർ മാമൽസ്. അപ്പൊ എന്താണ്? യൂണിവേഴ്സൽ ആണ്. ആൾ എന്നുള്ളത് എന്താണ്? യൂണിവേഴ്സൽ ഇതാണ്. അപ്പൊ യൂണിവേഴ്സൽ ആയിട്ടുള്ളത് അപ്പൊ എന്താണ്? യൂണിവേഴ്സൽ അഫർമേറ്റീവ്. അപ്പൊ ഏതാണ്? എ. ഇനി എന്താണ്? ദർ ഫോർ സം മാമൽസ് ആർ ഫ്രണ്ട്ലി. ഇവിടെയും വീണ്ടും എന്താണ് വന്നിട്ടുള്ളത്? സം എന്നുള്ളൊരു കേസാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ സം എന്നുള്ളത് ഇവിടെ എന്താണ്? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നോട്ട് ഫ്രണ്ട്ലി എന്നാണെങ്കിൽ അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യുമ്പോൾ എന്താണ്? പോസിറ്റീവ് തന്നെയാണ് വന്നിട്ടുള്ളത് കൺക്ലൂഷനിലും. അപ്പൊ ഇതിലെന്താണ്? രണ്ട് പ്രമിസിലും കൺക്ലൂഷനിലും എന്താണ്? പോസിറ്റീവിന് വന്നിട്ടുള്ളത്. ഇത് ഇല്ല, ഇതിലും ഒക്കെ പോസിറ്റീവ് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ്? ഇവിടെയും ഐ എന്നുള്ളത് വരും. ഓക്കെ, ഇത് ഇത്ര ക്ലിയർ ആയോ? മൂഡ് കിട്ടിയത് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, മൂഡ് അപ്പൊ ഐ എന്നുള്ളത് വരും. ഇനി ഫിഗർ ആയിട്ട് ഓക്കെ ഫിഗർ നോക്കുന്നത് ഇതാണ് മിഡിൽ ടേമിന്റെ ബേസിലാണ്. ഓക്കെ, സോ ഫസ്റ്റ് മിഡിൽ ടൈം ഐഡന്റിഫൈ ചെയ്യാം. മിഡിൽ ടൈം ഐഡന്റിഫൈ എന്താ ട്രിക്ക്? അപ്പോൾ മിഡിൽ ടൈം എന്ന് പറയുന്നത് എന്താണ്? രണ്ട്
ഇതിലും വരുന്നതാണ് മിഡിൽ ടേം. ഓക്കെ, രണ്ട് പ്രിമിസിലും വരുന്നതാണ് മിഡിൽ ടേം. ഓക്കെ, ഇവിടെ ഫ്രണ്ട്ലി മാമൽസ് എന്നാണ് മിഡിൽ ടേം ആകാൻ കാരണം എന്താണ്? അതെന്ന് ഒന്ന് പ്രെഡിക്കേറ്റ് ഒന്ന് സബ്ജക്റ്റും ആണല്ലോ. ആ ഒരു കേസിൽ ഇവിടെ മിഡിൽ ടേം രണ്ട് ഇതിലും കൂടി വന്നിട്ടുണ്ടായിട്ടുള്ള ടൈം ആയിരിക്കും. അത് കൺക്ലൂഷനിൽ ഉണ്ടാവണമെന്നില്ല, ഉണ്ടാകാതിരിക്കും. അപ്പോൾ ആ ഒരു കേസിൽ രണ്ട് പ്രിമിസിലും വന്ന ടൈം, അപ്പോൾ ഇവിടെ കാറ്റ്സ് ആണ് മിഡിൽ ടേം. ഓക്കെ, സോ ആ കാറ്റ് എന്നുള്ളതിന്റെ പൊസിഷൻ നോക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മിഡിൽ ടേമിന്റെ കേസിൽ പ്രിമിസിൽ ഫസ്റ്റും അത് ഫസ്റ്റ് പ്രിമിസിൽ ഫസ്റ്റും സെക്കൻഡ് പ്രിമിസിൽ സെക്കൻഡും വന്നാൽ അതിന്റെ ഫിഗർ 1 ആണ്. അതുപോലെ തന്നെ രണ്ടിലും സെക്കൻഡ് വന്നാൽ ഫിഗർ എന്താണ്? സെക്കൻഡ് ആണ് രണ്ടിലും ഇവിടെ വന്നാൽ. ഓക്കെ, ഇനി അടുത്ത് പറഞ്ഞിരുന്നത് എന്താണ്? രണ്ടിലും ഫസ്റ്റ് വന്നാൽ മിഡിൽ ടേം ഫസ്റ്റ് പ്രിമിസിനും സെക്കൻഡ് പ്രിമിസിനും ഫസ്റ്റ് തന്നെ വന്നാൽ എന്താണ്? ഫിഗർ 3 ആണ്. പിന്നെ 4 വരുന്നത് എന്താണ്? ഫസ്റ്റ് പ്രിമിസിൽ എന്താണ്? മിഡിൽ ടേം സെക്കൻഡും സെക്കൻഡ് പ്രിമിസിൽ മിഡിൽ ടേം ഫസ്റ്റും. അപ്പൊ ആ ഒരു ഇത് പ്രകാരം എന്താണ് ഇവിടെ നമുക്ക് ഇത് നോക്കിയാൽ കാറ്റ്സ് എന്നുള്ള മിഡിൽ ടേം എവിടെയാണ് വന്നിട്ടുള്ളത്? രണ്ട് പ്രിമിസിന് ഫസ്റ്റ് ആണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഏതാണ്? ഈ ഒരു ഇതായിരിക്കും വരിക. ഇത് ക്ലിയർ ആയോ? അപ്പൊ തേർഡ് ഫിഗർ ഇട്ടത് ക്ലിയർ ആയില്ല? ഹലോ, ഫിഗർ ഇട്ടത് ക്ലിയർ ആയില്ലേ? ഹലോ, യെസ് സാർ, മനസ്സിലായി. ആ ഓക്കെ ഓക്കെ. വോയിസ് പ്രശ്നമില്ലല്ലോ? ഇല്ല ഇല്ല. ആ ഓക്കെ ഓക്കെ. എന്നാ നമുക്ക് ഇനി മൂവ് ഓൺ ചെയ്യാം. ഇനി എന്താണ്? കനോട്ടേഷൻസും ഡിനോട്ടേഷൻസും അല്ലേ? സോ കനോട്ടേഷൻസ് പറഞ്ഞാൽ എന്താണ്? അതിന്റെ സെക്കൻഡറി മീനിങ് ആയിട്ട് ഇപ്പൊ ഒരു വേർഡിന് എന്തൊരു ഇപ്പൊ ഒരു സെക്കൻഡറി മീനിങ് ആയിട്ട് പറയുന്നതാണ് കനോട്ടേഷൻസ്. ഓക്കെ, ഒരു വേർഡിന് ഫ്രേസിന് എന്താണ് ഒരു സെക്കൻഡറി മീനിങ് ഉണ്ടെങ്കിൽ അത് ഇമാജിനേറ്റീവ്, ഇമോഷണൽ ഒക്കെ അങ്ങനെ ഒരു കേസിൽ ഒരു ഡയറക്റ്റ് മീനിങ് അല്ലാതെ ഇൻഡയറക്റ്റ് ഒരു മീനിങ് ആയിട്ട് പറയുന്ന ഒരു കേസിനാണ് കനോട്ടേഷൻസ് പറയുന്നത്. ഇനി ഡിനോട്ടേഷൻസ് പറയുകയാണെങ്കിൽ എന്താണ്? ഡയറക്റ്റ് മീനിങ്. ഓക്കെ, ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ്. അപ്പൊ നമ്മളൊരു നമ്മളെ ഹോം എന്ന് പറയുമ്പോൾ എന്താണ് ഡയറക്റ്റ് മീനിങ് എന്താണ്? നമുക്ക് ഒരു വീട്, നമ്മളെ വീട് പറയുമ്പോൾ എന്താണ്? നമുക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലം അല്ലെ, എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ. അപ്പോൾ ഇനി അതിന് ഇൻഡയറക്റ്റ് ആയിട്ട് അതിന് ഒരു കൊനോട്ടേഷൻ മീനിങ് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു ബിലോങ്ങിങ്സ്, ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ വേർ വി ബിലോങ് ടു, ആ ഒരു കേസ് അല്ലെ. ആ ഒരു കേസൊക്കെ എന്താണ് ഹോമിന്റെ ഒരു കേസിൽ ഒരു ജസ്റ്റ് ഇപ്പൊ ഒരു 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 സെക്കൻഡ് ഒരു ഇന്നർ മീനിങ് അങ്ങനെ ഒരു കേസ് വരും. ഓക്കെ, പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻസ് വരാറ് ഇപ്പൊ ലാസ്റ്റ് ഇതിലൊക്കെ വന്നിരുന്നു. അപ്പൊ ആ ഒരു ടൈപ്പ് നോക്കാൻ മനസ്സിലാവും ക്വസ്റ്റ്യൻസ് വരുമ്പോ എങ്ങനെയാണുള്ളത് വരില്ലേ. ഓക്കെ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിങ് കനോട്ടേഷൻ. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാറ്. ഓക്കെ, സോ ഇൻക്രീസിങ് ഓർഡർ ഓഫ് കനോട്ടേഷൻ. സോ ആ ഒരു കേസിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞപ്പോ എന്താണ്? സോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കേസ് ആവാം. അപ്പൊ അതായത് കനോട്ടേഷൻ ഇൻക്രീസ് ചെയ്ത് കാണുന്ന ഡിനോട്ടേഷനിലേക്ക് എത്താം. അപ്പോൾ ഇവിടുത്തെ കേസിൽ അപ്പൊ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എന്നുള്ള ഒരു കേസിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ അതാണ് നമുക്ക് ശരി എന്നുള്ളത് നോക്കാം. സോ ഇവിടെ എന്താണ്? ആദ്യം ഇത്ര ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആദ്യം എന്താ ചെയ്യുക? ഓപ്ഷൻസിലൂടെ ഒന്ന് നോക്കുക. ഓക്കെ കേട്ടോ, ഫീൽഡർ, ബാൾ പ്ലെയർ, ബേസ് പ്ലെയർ, അത്ലറ്റ്. ഓക്കെ, സോ ഇവിടുത്തെ ഒരു കേസിൽ എന്താണ്? ഇൻക്രീസിങ് ഓർഡർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റത്തെ ഏതാണ് വരിക? ഓപ്ഷൻ ഡി വരും കേട്ടോ. ഓപ്ഷൻ ഡി അത്ലറ്റ് എന്നുള്ളതായിരിക്കും. കാരണം ഈ പറയുന്ന എല്ലാതും എന്താണ്? ഒരു അത്ലറ്റ് എന്നുള്ളത് പറയുന്ന ഒരു ഇതിൽ ഫീൽഡ് പെട്ടായിരിക്കും അത്ലറ്റ്. നമുക്ക് ഒരു വെൻ ഡയഗ്രാം പോലെ നോക്കാം. അത്ലറ്റ്, ഇനി ഈ ഒരു അത്ലറ്റ് ഇനി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓക്കെ, ഒരു ബാൾ പ്ലെയർ ആയിരിക്കും ഡി. ഓക്കെ, ഇനി അടുത്ത ലെവൽ വരെ എന്തായിരിക്കും? അത്ലറ്റ് കഴിഞ്ഞാൽ ഒരു ബാൾ പ്ലെയർ ആവാം. പിന്നെന്താണ്? ഒരു ബേസ്ബോൾ പ്ലെയർ ബി, ഡി, ബാൾ പ്ലെയർ ബി, സി. പിന്നെന്താണ്? ബേസ്ബോൾ പ്ലെയർ തന്നെ എന്താണ്? ഫീൽഡർ എന്നൊരു ഓപ്ഷന്. അപ്പോൾ ആ ഒരു പൊസിഷനുള്ള ഒരാൾ. ഓക്കെ, സോ ഇൻക്രീസിങ് ഓർഡർ ആയിട്ട് എങ്ങനെ? ഡിക്രീസിങ് ആണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആവും. സോ ഇതിന്റെ ആൻസർ ഒരു ഓപ്ഷൻ സി, ഡി, ബി, സി ആണ്. ഓക്കെ, ഇതിൽ ഓപ്പോസിറ്റുള്ള ആൻസർ ഇത് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ചെയ്യാൻ ഒരു പരിപാടിയാണ് അത്. അപ്പോൾ ഇൻക്രീസിങ് ഡിക്രീ
ഇപ്പൊ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് അറിഞ്ഞാൽ ഡിക്രീസിങ് ഇൻക്രീസിങ് മാറിയാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ ഓപ്ഷൻ ഡിക്ക് പോകും. സോ ഇവിടുത്തെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് കൊനോട്ടേഷൻ പറയുമ്പോൾ എന്താണ്? ഇൻക്രീസ് ചെയ്ത് പോവാണ് അതിന്റെ അങ്ങനെ ഒരു ഇത് വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓവറാൾ ഉള്ളത് എടുക്കുക. ഒരു അത്ലറ്റ്. ഓക്കെ, ഇപ്പൊ ഒരു ക്രിക്കറ്റ്, ഇത് ബേസ്ബോൾ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ അമേരിക്കയിലൊക്കെ ഉള്ള ക്രിക്കറ്റ് പോലത്തെ ഒരു ഗെയിമാണ്. അപ്പൊ ആ ഒരു ഇത് കളിക്കുന്ന ഒരാളെന്ന് അത്ലറ്റ് എന്നുള്ളത് പറയാം. പിന്നെ അയാൾ എന്താണ്? ഒരു ക്രിക്കറ്റ് പ്ലെയർ, ഒരു ബേസ്ബോൾ പ്ലെയർ. അപ്പൊ അയാൾ പിന്നെ ഒന്ന് കളിക്കുന്നത് ബോൾ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ അതിലെന്താണ്? ഓരോ പൊസിഷനും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ക്രിക്കറ്റിൽ ഫീൽഡർ, ബാറ്റ്സ്മാന്, ബോളർ എന്നൊക്കെ പറഞ്ഞാൽ അതിലൊരു, അപ്പൊ അത് അയാൾ എന്ത് പൊസിഷൻ ആയിരിക്കും? ഫീൽഡർ ആയിരിക്കും. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് കരുതാണ്. സാർ ആ ക്വസ്റ്റ്യനിൽ വേറെ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടോ? അതിൽ അപ്പൊ നല്ല ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്, കാരണം എല്ലാം ഒരുപോലെ തോന്നുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വേറെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ഇതിന് ഇങ്ങനെ വരാറുണ്ട്. ഇപ്പൊ ഞാൻ നോക്കാം. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഇപ്പോൾ ഓവറാൾ നോക്കാൻ ഇപ്പൊ ഒരു പേർഷ്യൻ ക്യാറ്റ് ഒക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ബ്രീഡുള്ള ഒരു ക്യാറ്റ്, ഒരു ഡോഗോ. അപ്പോൾ ഓവറാൾ നോക്കുമ്പോൾ എന്തായിരിക്കും? അനിമല്. ഇവിടുന്ന് ഇങ്ങോട്ടോ വരും ഇൻക്രീസിങ്. ഓവറാൾ നോക്കുമ്പോൾ അനിമൽ ആയിരിക്കും. പിന്നെന്താണ്? ഡൊമസ്റ്റിക് അനിമല്, വളർത്തുമൃഗം. പിന്നെന്താണ്? ക്യാറ്റ്. ഓക്കെ, ഇനി ഒരു പ്രത്യേക ബ്രീഡ് ആണെങ്കിൽ എന്താണ്? ഒരു പേർഷ്യൻ ക്യാറ്റ്. അങ്ങനെ ക്ലിയർ ആയോ? ഹലോ, ഇത് ക്ലിയർ ആയോ? യെസ് സർ. ഓക്കെ, കാരണം ഓവറാൾ നോക്കുമ്പോൾ എന്താണ്? ഒരു പേർഷ്യൻ ക്യാറ്റ് ഒന്ന് ഒരു അനിമൽ എന്നുള്ളതിലേക്ക്. പിന്നെ അടുത്തത് വീണ്ടും നമ്മളൊന്ന് നോക്കുമ്പോൾ ഡൊമസ്റ്റിക് അനിമല്, അടുത്തതായിട്ട് ക്യാറ്റ്, പിന്നെ പേർഷ്യൻ ക്യാറ്റ്. ആ ഒരു ഇത്. ഇനി ഡോഗ് ആണെങ്കിൽ അനിമല്, ഡൊമസ്റ്റിക് അനിമല്, ഡോഗ്. ഇപ്പൊ എന്താണ്? വേറെ ഓരോ ബ്രീഡ് ഉണ്ടാവും ഡോഗിന്റെ, അങ്ങനത്തെ ഒരു ടൈപ്പ്. ഇനി അടുത്തതായിട്ട് സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ. ഓക്കെ, സോ റെപ്രസെന്റ് ദ ലോജിക്കൽ റിലേഷൻ ഹോൾഡിംഗ് ബിറ്റ്വീൻ സർട്ടൻ പ്രൊപ്പോസിഷൻസ്. ഓക്കെ, നമ്മൾ പ്രൊപ്പോസിഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത്തരം പ്രൊപ്പോസിഷൻസ് ഇപ്പോൾ എ ഇ ഐ ഒ ഇവ തമ്മിൽ എന്താണ്? ലോജിക്കൽ റിലേഷൻഷിപ്പുകൾ ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഇതിങ്ങനെ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി പറഞ്ഞാലും ഇവ തമ്മിൽ എന്താണ്? ലോജിക്കൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വരുന്നത് നോക്കാൻ വേണ്ടി ആ ഒരു ഇതാണ് എന്താണ് സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ പറയുന്നത്. ഓക്കെ, ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ അതിനെ ലോജിക്കലി റിലേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമുക്ക് എന്താണ്? ഒരു കോൺട്രാഡിക്റ്ററി. ഓക്കെ, കോൺട്രാഡിക്റ്ററി. ഇവിടെ എന്താ പറയാൻ പറ്റും? ടു പ്രൊഫഷൻ ദാറ്റ് ഇപ്പൊ ഈ ഒരു കേസിൽ എന്താ നോക്കേണ്ടത്? ഒന്ന് ട്രൂ ആവും, ഒന്ന് ഫാൾസ് ആവും. ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ എന്താ എക്സാമിനോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, സോ ഏതൊക്കെയാണ് ആ ഒരു റിലേഷൻഷിപ്പ്? പിന്നെ വേറൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് പറയുന്ന ഇപ്പൊ ഈ കോൺട്രാഡിക്റ്ററി, കോൺട്രാററി, സബാൾട്ടേൺ, സബ് കോൺട്രാററി. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏതൊക്കെയാണ് അതിന്റെ പെയർ ആയിട്ട് വരുന്ന ടേമാണ്? ഇപ്പോൾ ഫസ്റ്റ് കോൺട്രാഡിക്റ്ററി നോക്കാം. ഇവിടെ നിന്നും കൊണ്ട്. ഓക്കെ, എ ഓയും അതുപോലെ എന്താണ്? എ ഒ അല്ലെങ്കിൽ എന്താണ്? ഇ ഐ. ഓക്കെ, ഈ പെയേഴ്സ് തമ്മിൽ. ഓക്കെ, ഈ പെയേഴ്സ് തമ്മിൽ എന്താണ്? കോൺട്രാഡിക്റ്ററി റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഇവിടെ പറയുന്നത് എന്താണ്? കനോട്ട് ബോത്ത് ബി ട്രൂ ആൻഡ് കനോട്ട് ബോത്ത് ബി ഫാൾസ്. ഓക്കെ, അതായത് ഒന്ന് ട്രൂ ആയാൽ ഒന്ന് ഫാൾസ് അല്ലേ? അതാണ് കോൺട്രാഡിക്റ്ററി എന്ന റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കൺസെപ്റ്റ് ഇവിടെ ട്രൂ ആയാൽ എന്ത് ചെയ്യും? ഇവിടുത്തെ ഇവിടെ എന്തായിരിക്കും? ഓ ഫാൾസ് ആവും. ഓക്കെ, തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ ആവാം. അപ്പൊ ഒന്ന് ട്രൂ ആയില്ല, രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല, രണ്ടും ഒരുമിച്ച് എന്താവില്ല? ഫാൾസും ആവില്ല. അതാണ് കോൺട്രാഡിക്റ്ററി റിലേഷൻഷിപ്പിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ടൈപ്പാണ് സെക്കൻഡ് ടൈപ്പ് സ്ക്വയർ ഓഫ് പൊസിഷനിൽ കോൺട്രാററി റിലേഷൻഷിപ്പ്. ഓക്കെ, സോ ഇതിൽ പറയുന്നതാണ് കനോട്ട് ബോത്ത് ബി ട്രൂ ബട്ട് ബോത്ത് ക്യാൻ ബി ഫാൾസ്. ഓക്കെ, ഇവിടെ എന്താണ്? രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല. അപ്പൊ അതിനെന്താണ്? ഇവിടുത്തെ എയും ഇയും തമ്മിലുള്ള ബന്ധം, എ ആൻഡ് ഇ എന്താണ്? ഇത് രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല, പക്ഷെ എന്താണ്? ഒരുമിച്ച് ഫാൾസ് ആവാം.
സം ഇവിടെ നിന്നാണ് വരുന്നത്. ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ജസ്റ്റ് ഓപ്പോസിറ്റ് സംഭവമാണ്. അപ്പോൾ ഒരുമിച്ച് ഒരിക്കലും ട്രൂ ആവാൻ പറ്റൂല. ഇപ്പൊ ഞാൻ പറയാണ് എന്താണ് ആൾ കാറ്റ്സ് ആർ മമ്മൽസ് എന്ന് പറയാണ്, മാമൽസ് എന്ന് പറയണം. അപ്പൊ നോ കാറ്റ്സ് ആർ മമ്മൽസ്. ഇപ്പൊ രണ്ടും ഒരിക്കലും ട്രൂ ആവില്ലല്ലോ. അപ്പൊ എന്നാൽ ലോജിക്കലി നമുക്ക് ആ ഒരു കൺസെപ്റ്റ് നോക്കിയാൽ മനസ്സിലാവും രണ്ടും ഒരിക്കലും ട്രൂ ആവില്ല. ഓക്കെ, ചിലപ്പോൾ എന്താണ് രണ്ടും ഫാൾസ് ആവാം. ഞാൻ പറഞ്ഞ ഫസ്റ്റത്തും ഫാൾസ് ആവാം, രണ്ടാമത്തെ എന്താണ് ഫാൾസ് ആവാം. ഓക്കെ, സോ ആ ഒരു കേസിലാണ് ഇവിടെ കോൺട്രാറി റിലേഷൻഷിപ്പ് ഉള്ളത്. ഓക്കെ, ഇനി തേർഡ് വണ് സബ് കോൺട്രാററി. ഓക്കെ, സോ ഈ ഒരു കേസിൽ ഏതാണ് ഇത് ഇവിടെ ഐയും ഓയും തമ്മിലാണ് സബ് കോൺട്രാററി. ഇത് ഇവിടെ കോൺട്രാറിന്റെ എന്താണ് ജസ്റ്റ് ഉൾട്ട ഓപ്പോസിറ്റ് എന്താണ് കനോട്ട് ബി ബോത്ത് ഫാൾസ്. ഓക്കെ, രണ്ടും ഒരുമിച്ച് ഫാൾസ് ആവില്ല, രണ്ട് ഒരുമിച്ച് എന്താണ് ട്രൂ ആവാം. ഇപ്പോൾ ഇവിടെ പറയാണ് ഇപ്പോൾ സം കാറ്റ്സ് ആർ മാമൽസ്, എന്താണ് സം കാറ്റ്സ് ആർ നോട്ട് മമ്മൽസ്. രണ്ടും ഒരുമിച്ച് ട്രൂ ആവാം. കുറച്ച് മമ്മൽസ് പറഞ്ഞ് കുറച്ച് മമ്മൽസ് അല്ലാതെ കേസ് പറയാം. രണ്ടും ഒരുമിച്ച് എന്താണ് ഇവിടെ എന്താണ് ഫാൾസ് ആവും. രണ്ടും ഒരുമിച്ച് ഫാൾസ് ആവാണ്ട് പറ്റൂല. അപ്പോൾ സം കാറ്റ്സ് ആർ മെമൽസ് പറഞ്ഞാൽ സം കാറ്റ്സ് ആർ മെമൽസ് ഫാൾസ് ആണെങ്കിൽ എന്താണ് സം കാറ്റ്സ് ആർ നോട്ട് മമ്മൽസ് എന്താണ് ഫാൾസ് ആവാൻ പറ്റൂല. കാരണം അത് ആലോചിച്ചാൽ മതി. ഇപ്പൊ എന്താണ് കുറച്ച് കാറ്റ്സ് മമ്മൽസ് എന്നുള്ളത് തെറ്റാണെങ്കിൽ അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം ഒന്നെങ്കിൽ എന്താണ് ഇപ്പോൾ ബാക്കിയുള്ള കാറ്റ്സ് എന്താണ് മമ്മൽസ് ആവാം, അല്ലെങ്കിൽ എല്ലാ കാറ്റ്സ് മമ്മൽസ്. അപ്പോൾ അവിടുത്തെ കേസ് എന്താണ് ഒരുമിച്ച് ഫാൾസ് ആവാൻ പറ്റൂല. അതാണ് സബ് കോൺട്രാറി. ഓക്കെ, പിന്നെ അടുത്തതായിട്ടുള്ളത് സബ് ആൾട്ടേൺ. ഓക്കെ, സോ സബ് ആൾട്ടേൺ പറയുന്ന റിലേഷൻഷിപ്പ് എന്താണ് ഏന്ന് ഈയില് സോറി എയും ഐയുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്, അതുപോലെ ഇയും ഓയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, ഇവിടെ നിന്ന് അപ്പ് ഡൗണിലേക്കുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, സോ ഇവിടുത്തെ ഒരു കേസിൽ സബാൾട്ടേൺ ഇസ് റിലേഷൻ ബിറ്റ്വീൻ ടു പ്രൊഫഷൻ ദാറ്റ് കനോട്ട് ബി ബോത്ത് ബി പെയർഡ്. പെയർ ചെയ്യാൻ പറ്റൂല. ഓക്കെ, ക്യാൻ ബോത്ത് ബി ട്രൂ ഓർ ബോത്ത് ബി എന്ത് ചെയ്യാൻ പറ്റും ട്രൂ ആവാ ബോത്ത് ഇതെന്താണ് ബോത്ത് രണ്ടും ട്രൂ ആവാ, അല്ലെങ്കിൽ എന്താണ് രണ്ടും ഫാൾസും ആവാം. ഓക്കെ, രണ്ടും ട്രൂ. ഇപ്പോൾ ഇത് ട്രൂ ആയത് ട്രൂ ആവാം, നമുക്കറിയാൻ പറ്റും. ഒന്നിൻ്റെ ഒരു സബ് കാറ്റഗറി ആയിട്ടാണ് അടുത്ത് വരുന്നത്. ഇപ്പോൾ എവരി കാറ്റ്സ് ആർ മമ്മൽസ് പറഞ്ഞാൽ സം കാറ്റ്സ് ആർ മമ്മൽസ് എന്ന് പറഞ്ഞാൽ ഇത് ട്രൂ ആണ്, ഇതും ട്രൂ ആയിരിക്കും. ഇവിടെ അങ്ങനെ തന്നെ നോ കാറ്റ്സ് ആർ മമ്മൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് സം കാറ്റ്സ് ആർ മമ്മൽസ് പറയുന്നത് എന്താണ് ഒന്നിങ്ങനെ എന്താണ് ട്രൂ ആവാം, അല്ലെങ്കിൽ എന്താണ് ഒന്ന് ട്രൂ ആയാലും അടുത്തത് എന്താവും ട്രൂ ആവും, ഒന്ന് ഫാൾസ് ആയാലും അടുത്ത. ആ ഒരു കേസാണ് ഇവിടെ വരുന്നത് സബാൾട്ടേൺ. ഓക്കെ, എയും ഐയും ഇയും ഓയും. ഇനി എന്താണ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ക്ലിയർ ആവും. ഓക്കെ, സോ ഇവിടുത്തെ കേസിൽ നോക്കാം. സോ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അത് ലാസ്റ്റ് ഇയർ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് ലാസ്റ്റ് ഇയർ ആണ്, ലാസ്റ്റ് എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ജൂണിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടാ. സം ബേർഡ്സ് ആർ നോട്ട് മാമ്മൽസ് ഈസ് ഗിവൺ ആസ് ട്രൂ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി ഇമ്മീഡിയറ്റ്ലി ഇൻഫേർഡ് ടു ബി ഫാൾസ്. ഓക്കെ, സോ ഇന്നത്തെ കേസിൽ എന്ത് ചെയ്യാം ടേബിൾ സോറി ഈ ഒരു ഫിഗർ വരയ്ക്കുക. അപ്പോൾ കുറച്ച് ഐഡിയ കിട്ടും. സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ. ഓക്കെ, ഈ ഒരു ഫിഗർ വരയ്ക്കാം. ഓക്കെ, ഇനി എനിക്കറിയാം ഇവിടെ ഇത് എ ഇവിടെ എന്താണ് വരിക യൂണിവേഴ്സൽ അഫർമേറ്റീവ് അല്ലേ എ. ഇനി യൂണിവേഴ്സൽ നെഗറ്റീവ്, ഈ പർട്ടിക്കുലർ എ ഇ ഐ പർട്ടിക്കുലർ അഫർമേറ്റീവ് പർട്ടിക്കുലർ നെഗറ്റീവ് അല്ലേ. ഇമ്മീഡിയറ്റ്ലി ഇൻഫേർഡ് ടു ബി ഫാൾസ്. ഓക്കെ, ഈ ഒരു കേസ് നോക്കാം. സം ബേർഡ്സ് ആർ നോട്ട് മെമ്മൽസ്. ഓക്കെ, സോ സം ബേർഡ്സ് ആർ നോട്ട് മെമ്മൽസ് എന്നുള്ളത് ഏതിലായിരിക്കാനും വരാം സം ബേർഡ്സ് ആർ നോട്ട് മാമൽസ്. ഇവിടെ ഇപ്പൊ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തു. ഇവിടെ ഏതിലായിരിക്കാനും വരാം ഇവിടെ ആയിരിക്കും ഇത് വരാം സം ബേർഡ്സ് ആർ നോട്ട് മാമൽസ് എന്നുള്ളൊരു ഇത് വരിക എന്താണ് യൂണിവേഴ്സൽ സം ബേർഡ്സ് ആർ നോട്ട് മാമൽസ്. ഓലാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഏതാണ് ഇത് ഓണ് വരുന്നത്. ഓക്കെ, സം ബേർഡ്സ് ആർ നോട്ട് മാമൽസ്. ഓക്കെ, സോ ഇതെന്താണ് ഓലാണ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഓല് കേസ് ട്രൂ ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഓ ട്രൂ ആണെങ്കിൽ അടുത്തത് ഫാൾസ് ആവുന്ന ഒരു കേസ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഇത് ട്രൂ ആണെങ്കിൽ ഇതിന്റെ കോൺട്രാക്ടർ ആയിട്ടുള്ള ഇതെന്തായിരിക്കും ഫാൾസ് ആയിരിക്കും, നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഫസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ചെയ്യണം. ഓക്കെ, സോ ഇമ്മീഡിയറ്റ് ഇൻഫേർഡ് ടു ബി ഫാൾസ് ആ ഒരു കേസ്. ഓക്കെ, സോ ഇവിടെ എന്താണ് ഓ എന്നുള്ളതാണ് ഇത് സ്റ്റേറ്റ്മെന്റ്. സം ബേർഡ്സ് ആർ നോട്ട് മമ്മൽസ് എന്നുള്ളത് പ്രൊപ്പോസിഷൻ ഏതാണ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് ഇത് ഓലാണ് വരിക. ഓക്കെ, ഇത് ഓ എന്നുള്ളത് കൺഫ്യൂഷൻ ഇല്ലല്ലോ.
എങ്ങനെ ഓ വന്നത് കൺഫ്യൂഷൻ ഉണ്ടോ? ഹലോ. ഓക്കെ. ഇനി കൺഫ്യൂഷൻ ഇല്ലാന്ന് കരുതാണ്. ഇനി അടുത്ത് അപ്പൊ ഈ ഒരു കേസ് എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഫേർഡ് ടു ബി ഫാൾസ്. അപ്പൊ ഇവിടെ എന്താണ്, ഈ ഒരു കേസ് ട്രൂ ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്പൊ എന്താ, ഇത് ഫാൾസ് ഉള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതെന്താണ്, എ ഉള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതിൽ എ വരുന്നത് ഏതാന്ന് നോക്കാം. ഓക്കെ. സം മാമൽസ് ആർ നോട്ട് ബേർഡ്സ്, ഇതുപോലെ വരുന്നതാണ്. സം ബേർഡ്സ് ആർ മാമൽസ്. ഓക്കെ. സം ബേർഡ്സ് ആർ മമ്മൽസ് ഏതിലാ വരിക? എ ഇതാണ് ഐയിൽ വരുന്നതാണ്. നോ ബേർഡ്സ് ആർ മമ്മൽസ് ഇയിൽ വരുന്നതാണ്. ആൾ ബേർഡ്സ് ആർ മമ്മൽസ് ആണ് എയിൽ വരുന്നത്. ഓക്കെ. സോ ആൾ ബേർഡ്സ് ആർ മമ്മൽസ് എന്നുള്ളതും അപ്പൊ എന്തായിരിക്കും ഫാൾസ്. ആൾ ബേർഡ്സ് ആർ മമ്മൽസ്, എല്ലാ ഇപ്പൊ ജസ്റ്റ് ആ ലോജിക്കൽ നോക്കിയാൽ മതി. എല്ലാ ബേർഡ്സും മാമൽസ് ആയാലും സം ബേർഡ്സ് ആർ നോട്ട് മമ്മൽസ് എന്നുള്ള കൺസെപ്റ്റ് എന്താ, അപ്പോൾ എന്തായിരിക്കും ആ ലോജിക്കൽ ആ ലിറ്ററൽ മീനിങ് നോക്കിയാൽ തന്നെ മതി. എല്ലാ ബേർഡ്സും മാമൽസ് ആണ്. ഓക്കെ. എല്ലാ ബേർഡ്സും മാമൽസ് ഫാൾസ് ആണെന്ന് പറഞ്ഞാല്, ഓക്കെ, സം ബേർഡ്സ് ആർ നോട്ട് മമ്മൽസ്, സം ബേർഡ്സ് മമ്മൽസ് എന്ന് പറഞ്ഞാല്, ഓക്കെ, ഓക്കെ, സം ബേർഡ്സ് ആർ നോട്ട് മമ്മൽസ്, ചില പക്ഷികൾ എന്താണ് മാമൽസ് പെടൂല, അത് ട്രൂ ആണെങ്കിൽ എന്താണ്, ആൾ ബേർഡ്സ് ആർ മമ്മൽസ് എന്താ സ്വാഭാവികമായിട്ട് എന്താണ് ഫാൾസ് ആയിരിക്കും. ഓക്കെ. സോ ഇവിടെ എന്താണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരിക. ഇത് ക്ലിയർ ആയോ? സാർ ഒന്നും കൂടി പറയൂ. ആ, ഓക്കെ, ഓക്കെ. ഇങ്ങനെ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഈ ഒരു ഇത് വരച്ച നന്നാവും. അപ്പൊ എ ഇ ഐ ഒ. ഓക്കെ. ഇനി ഇവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഏത് കേസാ വരുന്നത് നോക്കാം. സം ബേർഡ്സ് ആർ നോട്ട് മമ്മൽസ്. ഓക്കെ. അപ്പൊ അതായത് സം എന്നുള്ളതുണ്ട്, നോട്ട് ഉണ്ട്. അപ്പൊ ഏത് ഇതിലായിരിക്കും ഇത് വരിക? സം. അപ്പൊ ഇതാണ് യൂണിവേഴ്സൽ അല്ല, പർട്ടിക്കുലർ. ഓക്കെ. ഇതിൽ ഏത് ടൈപ്പിലെ വരിക? പർട്ടിക്കുലർ ഇതറിയില്ല. അപ്പൊ പർട്ടിക്കുലർ ആയിട്ടുള്ള നെഗറ്റീവ് ഇവിടുത്തെ ഇത് ഓ അല്ല വരുന്നത്. അപ്പൊ ഇത് ഓ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ. ഇനി ഓ വരുന്നത്, അപ്പൊ ഇനി ഓ വരുമ്പോ അതിന്റെ എല്ലാ റിലേഷൻഷിപ്പും നോക്കാം. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഓ ട്രൂ ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ ട്രൂ ആയാൽ നമുക്കുള്ള പോസിബിലിറ്റി, ഇനി ഓ ട്രൂ ആയാൽ ഏതൊക്കെ ഫാൾസ് ആവുന്നുള്ള പോസിബിൾ. അപ്പൊ ഓ ട്രൂ ആയാൽ നമുക്കറിയാം കോൺട്രാഡിക്റ്ററി പ്രകാരം എന്താണ്, ഇത് കുറെ കൺസെപ്റ്റ് ക്ലിയർ ആട്ടോ. ഓ ട്രൂ ആയാൽ കോൺട്രാഡിക്റ്ററി പ്രകാരം എ ഫാൾസ് ആയാലാണ് ഓ ട്രൂ ആവുള്ളൂ. ഇത് മുന്നേ ഇത് ഇവിടെ ഡിസ്കസ് ചെയ്തു. ഇതില് കനോട്ട് ബോത്ത് ബി ട്രൂ എന്നാണ്. ഒന്ന് ട്രൂ ആയ ഒന്ന് ഫാൾസ് എന്നൊരു ഇത് ഇവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ. അപ്പൊ ബോത്ത് ബി ഫാൾസും ഉണ്ട്. അപ്പൊ ഒന്ന് ട്രൂ ആയ ഒന്ന് ഫാൾസ് ആണ് ഇവിടുത്തെ ഒരു കേസ്. ഓക്കെ. ഇവിടെ എന്താണ് ഓ ഫാൾസ് ആവേണ്ട കേസ് ഇവിടെ വേറെ എവിടെ പറയുന്നത്? ഇനി ഇവിടുത്തെ ഒരു കനോട്ട് ബോത്ത് ബി ഫാൾസ് എന്നാ പറയുന്നത്, ഐയും ഓയും. ഇവിടെ നിന്നാണ് രണ്ടും ഫാൾസ് ആവുക എന്നുള്ള കേസാണ്. അപ്പൊ ഇവിടെ ഇത് ഓ ഫാൾസ് ആയാല് പിന്നെ സോറി, ഓ ട്രൂ ആയാല് പിന്നെ എന്താണ്, സ്റ്റേറ്റ്മെന്റ് കാൻ ബി ഇമ്മീഡിയറ്റ്ലി ഫാൾസ് ആവാൻ ഉള്ള സാധ്യതയുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? എ ആണ്. എ ഫാൾസ് ആവും. ഓക്കെ. കാരണം ഇനി ജസ്റ്റ് ലോജിക് വെച്ച് നോക്കിയപ്പോ ഇനി ഇതിൽ ഏള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നോക്കാം. ഓക്കെ. സോ സം മമ്മൽസ് ആർ നോട്ട് ബേർഡ്സ്, ഇത് ഓല് വരുന്നതാണ്. സം ബേർഡ്സ് ആർ മമ്മൽസ് ഏതാണ്? ഐല് വരുന്നതാണ്. നോ ബേർഡ്സ് ആർ മമ്മൽസ് ഇയിലേക്കാരം വരിക. ഇനി ആൾ ബേർഡ്സ് ആർ മമ്മൽസ്, ഇതാണുള്ള എ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. ഇനി ജസ്റ്റ് ആരിത് ഇനി കിട്ടുമെന്നുണ്ടെങ്കിൽ ഇനി കൺഫ്യൂഷൻ നോക്കിയാൽ മതി. ആൾ ബേർഡ്സ് ആർ മാമൽസ്, എല്ലാ പക്ഷികളും എന്താണ് മാമൽസ് ആണ്, എല്ലാ ബേർഡ്സും മാമൽസ് ആണ്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞ ട്രൂ ആയ സ്റ്റേറ്റ്മെന്റ് സം ബേർഡ്സ് ആർ നോട്ട് മാമൽസ് ആണ്. ഓക്കെ. ചില പക്ഷികൾ എന്താണ് മാമൽസ് അല്ല. അത് ട്രൂ ആവണമെങ്കിൽ എന്താണ്, അത് ട്രൂ ആണെങ്കിൽ ആൾ ബേർഡ്സ് ആർ മെമ്മൽസ് എന്നുള്ളത് ഫാൾസ് ആയിരിക്കുമല്ലോ. ക്ലിയർ ആയ കൺസെപ്റ്റ്? ആ ക്ലിയർ ആയി. ആ, ഓക്കെ. ഇനി അതുപോലെ തന്നെ എന്താണ് ലാസ്റ്റ് ഇത് എക്സാമിൽ ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ലോജിക്കലി ഇക്വലന്റ്? ഓക്കെ.
ഇങ്ങനെയും ചോദിക്കാം ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ലോജിക്കലി ഇക്വലന്റ്. ഓക്കെ, സോ ഇവിടുത്തെ കേസിൽ എന്താണ് നമുക്ക് കാറ്റഗറി പ്രൊപ്പോസിഷൻസ് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവുന്ന നല്ലതാണ്. പക്ഷെ അതിലേറെ അത് എന്ത് ചെയ്യാം, സോ ഇതും സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ വെച്ച് കാണുന്നത് കുറച്ച് അത് അതിലേറെ ഈസി ആയിട്ട് എങ്ങനെ കാണാൻ പറ്റുക, ഇതിന്റെ ജസ്റ്റ് ഇതൊന്ന് സിംപ്ലിഫൈ നോക്കുക. ഓക്കെ, സോ ഇവിടുത്തെ കേസിൽ സം നോൺ ബേർഡ്സ് ആർ മാമൽസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു ഓപ്ഷൻ ആയിട്ട് സം ബേർഡ്സ് ആർ നോട്ട് മാമൽസ്, സം നോൺ മമ്മൽസ് ആർ സം നോൺ മമ്മൽസ് ആർ നോൺ ബേർഡ്സ്, സം നോൺ മമ്മൽസ് ആർ നോട്ട് നോൺ ബേർഡ്സ്. ഓക്കെ, വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഫീൽ ചെയ്യൂലേ. സോ ഇവിടുത്തെ ഒരു കേസിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്കും ചെയ്ത് നോക്കാം കേട്ടോ, ഗസ് ഉണ്ടെങ്കിൽ പറയാം. ഫസ്റ്റ് ഇതിൽ പറയുന്നത് സം നോൺ ബേർഡ്സ് ആർ മാമൽസ്. അപ്പൊ ഇവിടെ എന്താണ് നോൺ ബേർഡ്സ് ആയിട്ടുള്ള മാമൽസിനെയാണ് പറയുന്നത്. നോൺ ബേർഡ്സ് ആയിട്ടുള്ള മാമൽസ്, സോറി, നോൺ ബേർഡ്സ് ആയിട്ട്, നോൺ ബേർഡ്സ് ആണ്, നോൺ ബേർഡ്സ് ആൻഡ് മാമൽസ്. സം ബേർഡ്സ് ആർ നോട്ട് മാമൽസ് എന്നാ പറയുന്നത്. ഓക്കെ, സം ബേർഡ്സ് ആർ നോട്ട് മാമൽസ്. അപ്പൊ എന്താണ് ബേർഡ്സ് ആൻഡ് നോൺ മാമൽസ്. ഇനി അടുത്തത് സം നോൺ മാമൽസ് ആർ നോൺ ബേർഡ്സ്. ഓക്കെ, ഇവിടെ നിന്നാണ് നോൺ മാമൽസും നോൺ ബേർഡ്സും. ഇനി ഡി എന്ന് പറയുന്നത് സം നോൺ മാമൽസ് ആർ നോട്ട് നോൺ ബേർഡ്സ്. നോൺ മാമൽസ് നോട്ട് നോൺ ബേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ബേർഡ്സ് എന്നുള്ള അർത്ഥം വരുമല്ലോ. രണ്ട് നെഗറ്റീവ് വന്നാല് ഇതാവുമ്പോൾ ബേർഡ്സ് എന്താണ് സം നോൺ മമ്മൽസ് ആർ ബേർഡ്സ് എന്ന അർത്ഥം വരും. ഓക്കെ, സോ നോൺ മമ്മൽസ് ബേർഡ്സ്. ഓക്കെ, ഇനി ഇതില് എന്താണ് നമുക്ക് നോക്കാം ഏതൊക്കെ ലോജിക്കൽ ഇക്വലന്റ്. ഇപ്പൊ ഇവിടെ എന്താണ് നോൺ ബേർഡ്സ് ആയിട്ടുള്ള മാമൽസ് ആണ്, എന്താണ് നോൺ ബേർഡ്സ് ആണ്. അടുത്തത് എന്താണ് നോൺ നോൺ മാമൽ ആണ്, ബേർഡ്സ് ആണ്. തേർഡ് വൺ എന്താണ് നോൺ മാമൽ ആണ്, നോൺ ബേർഡ്സ് ആണ്. ഫോർത്ത് വണ്ണ് നോൺ മാമൽ ആണ്, ബേർഡ്സ് ആണ്. അപ്പൊ ഇതിലിപ്പോ ഇങ്ങനെ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിലിപ്പോ ഏതൊക്കെ ഓപ്ഷൻ ആയിരിക്കും ഇനി പെയർ ചെയ്യാൻ പറ്റുക ലോജിക്കൽ ഇക്വലന്റ് ആയി കണ്ട്. ഇവിടെ പറയുന്നത് എന്താണ് ബേർഡ്സ് ആണ്, നോൺ മമ്മൽ ആണ്. ഇവിടെ അതല്ലേ പറയുന്നത് നോൺ മമ്മൽ ആയിട്ടുള്ള ബേർഡ്സ്. സോ ഓപ്ഷൻ ബി ആൻഡ് ഡി. ഇത് ക്ലിയർ ആയോ? സോ ഇത്ര ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ സിംപ്ലിഫൈ ഇപ്പൊ ഇങ്ങനെ എഴുതാം. നോൺ ഇതിൽ പറഞ്ഞിട്ടുള്ള നോൺ ബേർഡ്സ് മാമൽസ്. ഓക്കെ, അതെന്താണ് നോൺ ബേർഡ്സ് ആണ്, മാമൽസും ആണ്. അടുത്തെന്താണ് ബേർഡ്സ് ആണ് നോട്ട് മാമൽസ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോൺ മാമൽസ് കൺസിഡർ ചെയ്യാം, നോൺ മാമൽസ്. ഇനി ഇതിൽ നോൺ മാമൽസ് നോൺ ബേർഡ്സ്. ഓക്കെ, ഇനി ഡിയിൽ പറഞ്ഞ നോൺ മാമൽസ് ആർ നോട്ട് നോൺ ബേർഡ്സ് പറയുന്നത് എന്താണ് ബേർഡ്സ് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അതല്ലാത്ത നോട്ട് നോൺ ബേർഡ്സ് ഇപ്പൊ എന്താണ് രണ്ട് നെഗറ്റീവ് വന്നാൽ, ഇപ്പൊ നെഗറ്റീവ് നെഗറ്റീവ് വന്നാൽ ഒന്ന് ക്യാൻസൽ ആയി എന്താണ് ബേർഡ്സ് അർത്ഥമാണ്. അപ്പൊ ഇവിടെ എന്താണ് ഇവിടെയും ബേർഡ്സ് നോൺ മമ്മൽസ്, ഇവിടെ നോൺ മമ്മൽസ് ബേർഡ്സ്. അപ്പൊ ഓപ്ഷൻ ബി ആണ്, ഡി ആണ് കറക്റ്റ് ആൻസർ. ഇത് ക്ലിയർ ആയോ ലോജിക്കൽ ഇക്വലന്റ് കാണുന്നത്? ക്ലിയർ ആയി. ഓക്കെ, ഓപ്ഷൻ ഡി, ബി ആൻഡ് ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്സ്. ഓക്കെ, ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്സ് കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോ ഇത് സിമ്പിൾ ഇപ്പൊ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ഞാൻ സിമ്പിൾ ആയിട്ട് ക്ലാസ് എടുക്കാൻ പറയാറ്. ഒരു മിനിറ്റ്, ഡി ജി പി എന്നുള്ളത് പഠിച്ചാൽ മതി. ഓക്കെ, ഡി ജി പി നമ്മൾ പോലീസ് റാങ്ക് ആണല്ലോ, ഡി ജി പി ഡിഡക്റ്റീവ് പഠിക്കാൻ ഞാൻ എൻ്റെ ടൈമിൽ പഠിച്ചപ്പോൾ എന്താണ്
ഡിഡക്റ്റീവിൽ പറയുന്നതാണ് ഇങ്ങനെ ഇത് എങ്ങനെയാണ് ജനറലിന് പർട്ടിക്കുലർക്ക് വരുന്ന ഒരു കൺസെപ്റ്റാണ്. ഇവിടെ എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ജനറലിന് പർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെസിഫിക് പർട്ടിക്കുലർ. അപ്പോൾ DGP എന്ന് പഠിച്ചാൽ മതി. ഡിഡക്റ്റീവ് പറയുന്നത് ജനറലിന് പർട്ടിക്കുലർ. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം ജനറൽ ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ആൾ മെൻ ആർ മോർട്ടൽ അല്ലേ, എല്ലാ ഇത് എന്താണ് ആണുങ്ങളും മരിക്കാത്തതാണ്. സോക്രട്ടീസ് ഒരു എന്താണ് ഒരു പുരുഷനാണ്. എല്ലാം പുരുഷന്മാരും മരണമില്ലാത്തവരാണ് അല്ലേ, അല്ല സോറി മോർട്ടലാണ്, ഇമ്മോർട്ടല്ല. എല്ലാ പുരുഷന്മാരും എന്താണ് മരണമുള്ളവരാണ്. അപ്പോൾ സോക്രട്ടീസ് ഒരു മരണം, അപ്പോൾ സോക്രട്ടീസ് ഒന്നാണ് മോർട്ടലാണ്. അങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം അല്ലെ, ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം, ആൾ എന്നുള്ളത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ എന്താണ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യത്തിലേക്ക് കൺക്ലൂഡ് ചെയ്ത് വരുന്ന കേസാണ്. ഓക്കെ, സോ ആ ഒരു കൺസെപ്റ്റ് ഇതിന് മനസ്സിലായി. അപ്പൊ ഇതിന് വേറെ എന്തൊക്കെ പേര് പറയാം? അപ്പൊ ജനറൽ ആയിട്ട് ടോപ്പ് ഡൗൺ എന്ന് പറയല്ലേ, അല്ലെങ്കിൽ എന്താണ് അപ്പ് ബോട്ടം എന്ന് പറയല്ലേ, അപ്പ് നിന്ന് ബോട്ടത്തേക്ക് വരാണ്, അതുപോലെ ടോപ്പ് നിന്ന് ഡൗണിലേക്ക് വരാണ്. അപ്പൊ ഇങ്ങനെ ഡിറക്റ്റ് ആർഗ്യുമെന്റ് അങ്ങനെ എന്താണ് കൂടി നമുക്ക് പറയാം. നേരത്തെ DGP എന്ന് പറഞ്ഞു. ഓക്കെ, സോ ആ DGPയുടെ ഇത് ചെയ്താൽ അതിൽ കൺഫ്യൂഷൻ വരും. അപ്പൊ ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇൻഡക്റ്റീവ് വരുമ്പോൾ എന്താണ് പർട്ടിക്കുലറിന് ജനറൽക്ക്. ഓക്കെ, പർട്ടിക്കുലർ അതായത് എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ജനറൽക്ക്. എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ നേരത്തെ ഇപ്പൊ ടോപ്പ് നിന്ന് ഡൗണിലേക്ക് അപ്പൊ എന്താണ് ഒരു ഇതാണ്. ഇവിടെ എന്താണ് ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ, ബോട്ടത്തിൽ നിന്ന് അപ്പൊക്കെ ആയിരിക്കും. അതായത് നേരത്തെ പറഞ്ഞാൽ ഒരു ഓവറാൾ ഇതിൽ നമ്മളൊരു പർട്ടിക്കുലർ ഇപ്പൊ ഒരു പീപ്പിൾ ഡെവലപ്മെന്റ് പറഞ്ഞ പോലെ ഗ്ലോബൽ ആയിട്ടുള്ള ലോക്കൽക്ക് വരുന്നത് പോലെയാണ് എന്താണ് ഡിഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് പറയുമ്പോൾ എന്താണ് നമ്മൾ ലോക്കൽ ആയിട്ടുള്ള ഇതിൽ നിന്ന് എന്താണ് ഗ്ലോബലിലേക്ക് പോകുന്നതാണ് എന്താണ് ഇൻഡക്റ്റീവ് വരിക. ഓക്കെ, ഇതിലാണ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് റീസണിങ് കൂടി പറയുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ് നമുക്ക് നോക്കാം. കാരണം എന്താണ് ഒരു കോസ് ഉണ്ടായാലും ഒരു എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ജനറലൈസ് ചെയ്യാം. ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു കോസ് ഉണ്ടാകുമ്പോൾ ഒരു എഫക്റ്റ്, അപ്പൊ അത് എന്താണ് കോസ് എഫക്റ്റ് റീസണിങ് എന്ന് കൂടി പറയാറുണ്ട്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്, ഞാനൊരു 150 ക്രോനെ കണ്ടു. ഞാൻ കണ്ട ക്രോ എല്ലാം ബ്ലാക്ക് ആണ്. അപ്പൊ ഞാൻ എന്താണ് ജനറലൈസ് ചെയ്യാണ്, ആൾ ക്രോസ് ആർ ബ്ലാക്ക്. ഇതെന്താണ് ഇൻഡക്റ്റീവ് റീസണിങ്ങിന് എക്സാമ്പിൾ ആണ്. ഇത് ക്ലിയർ ആയില്ല? ഇൻഡക്റ്റീവ് റീസണിങ്ങും ഡിഡക്റ്റീവ് റീസണിങ്ങും ഒന്ന് ജനറലിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് വരുന്നതും ഇൻഡക്റ്റീവ് അതായത് ഡിഡക്റ്റീവ് എന്ന് പറയുന്നത് എക്സാമ്പിൾ കണ്ട മനസ്സിലായി. ഇൻഡക്റ്റീവ് എന്ന് പറയുന്നതാണ് പർട്ടിക്കുലർന്ന് അല്ലെങ്കിൽ സ്പെസിഫിക് ആയി ജനറൽ ആയിട്ട് പോകും. ഒരു കോസ് ആൻഡ് എഫക്ട്, ഒരു കോസ് ഉണ്ടായത്. ഇപ്പൊ ഇവിടുത്തെ കോസ് ഇപ്പൊ എങ്ങനെ പറയാൻ പറ്റാം, നമ്മൾ കണ്ട കാക്കകളെല്ലാം കറുപ്പായെന്നൊരു കാരണം കൊണ്ട് അല്ലേ. ഇപ്പൊ എന്താണ് അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ എന്താണ്, നമ്മൾ ഡാർക്ക് ക്ലൗഡ് കാണുമ്പോൾ ഡാർക്ക് ക്ലൗഡ് കണ്ടപ്പോൾ എന്താണ് നമുക്ക് റെയിന് കിട്ടി. ഓക്കെ, ഡാർക്ക് ക്ലൗഡ് കണ്ടപ്പോഴൊക്കെ റെയിൻ കിട്ടി. അപ്പോൾ ഒരു കേസ് നമ്മൾ ഡാർക്ക് ക്ലൗഡൊക്കെ റെയിൻഫാൾ ബ്രിങ് ചെയ്യുന്നുള്ളൊരു ഇതൊക്കെ ഞാൻ റീസൺ ചെയ്യുമ്പോൾ ഇതൊക്കെ എന്താണ് ഇൻഡക്റ്റീവ് കോസ് ആൻഡ് എഫക്റ്റ് റീസണിങ് ആണ്. ഇനി അടുത്തതായിട്ട് എന്താണ് എന്ന് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണ്ട, കുറച്ച് സ്പീഡപ്പ് ആയി പോവാണ്. അനലോഗീസ്, സിമിലാരിറ്റീസ് അല്ലേ. ഇപ്പൊ നമുക്കറിയാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് കാണും. ഇപ്പൊ എയും ബി ഒരു നിശ്ചിത റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എന്താണ് ഇപ്പൊ ഇങ്ങനെ സിയും ഡിയും എന്താണ്, ഇപ്പൊ സി കിട്ടിയാൽ ഡി, ഇപ്പൊ എയും ബിയും തമ്മിലുള്ള എന്ത് റിലേഷൻ അതിന്റെ ബേസിൽ എന്താ ചെയ്യുക, സിയും ഡിയും സിയിൽ നിന്ന് ഡി നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് കാണാം അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് എന്താണ്, അതാണ് അനലോഗീസ് സിമിലാരിറ്റീസ്. ഓറഞ്ച് എന്താണ് ഫ്രൂട്ട് ആണെങ്കിൽ, അപ്പൊ ബീട്രൂട്ട് ഇവിടെ എന്താ ഇവിടെ ഡാഷ് ആണെങ്കിൽ വെജിറ്റബിൾ അല്ലെ. ഓറഞ്ച് ഫ്രൂട്ട് ആണെന്നുള്ള ഓറഞ്ച് ഒരു ഫ്രൂട്ട് ആണെങ്കിൽ ബീട്രൂട്ട് വെജിറ്റബിൾ. ഇനി എൻറ്റമോളജിസ്റ്റ് എന്നുള്ളത് ഇൻസെക്ട്സിനെ കുറിച്ചുള്ളൊരു പഠിക്കുന്നവരാണെങ്കിൽ ഫിലോസഫേഴ്സ് എന്നാണ് ഐഡിയാസ്. ഇനി സിസർ കട്ട് അല്ലെ, സിസർ ഉപയോഗിച്ചത് കട്ട് ചെയ്യാൻ, പെന്ന് റൈറ്റ് ചെയ്യാൻ, സിൽക്ക് സ്കാർഫ്, വൂള് സ്വെറ്റർ. സിൽക്കിൽ നിന്ന് എന്താണ് സ്കാർഫ് ഉണ്ടാക്കുക, വൂളിൽ നിന്ന് സ്വെറ്റർ. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രീവിയസ് ആയിട്ട് ചോദിച്ചുള്ള ദ കപ്പ് ഈസ് ടു കോഫി ആസ് ദ ബോൾ ഈസ് ടു. ഓക്കെ, കപ്പ് കോഫി കുടിക്കാനാണെങ്കിൽ ബൗള് എന്തിനാണെന്നുള്ളത്. ഓക്കെ, ഇതിന് ആൻസർ എന്തായിരിക്കും? ഡിഷ്, സൂപ്പ്, സ്പൂണ്, ഫുഡ്. ഈസി ആണല്ലോ, കപ്പ് കോഫി കുടിക്കാനാണെങ്കിൽ ബൗള് സൂപ്പ് കുടിക്കാൻ. ഇനി അടുത്തതായിട്ട് എന്താണ് വെൻ ഡയഗ്രാംസ്. ഓക്കെ, ഇതുവരെ പറഞ്ഞ ഡൗട്ട് ഇല്ലാന്ന് കരുതുന്നു കേട്ടോ, കുറച്ച് സ്പീഡപ്പ് ആയി പോവാണ്. വെൻ ഡയഗ്രാംസ്. ഓക്കെ, നമുക്ക് എന്താണ് വെൻ ഡയഗ്രാംസ് അറിയാൻ കേട്ടിട്ടുണ്ടാവില്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ യൂസ് ഫോർ എസ്റ്റാബ്ലിഷ് ഇങ്ങനെ വാലിഡിറ്റി ഓഫ് ആർഗ്യുമെന്റ്സ് എന്താണ്, നമുക്കിങ്ങനെ ഇതിന് കൺസെപ്റ്റ് വെൻ ഡയഗ്രാം വരച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങനെ എത്ര കണ്ടീഷൻസ് ഉണ്ട്, 9 കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഇത് ഡിഫറെന്റ് കണ്ടീഷൻസ് അല്ലേ. സോ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, ആർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ്.
തമ്മിലൊരു ബന്ധവുമില്ല. അപ്പൊ ഇവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പൊ ഡിഫറെന്റ് ആയിട്ട് തന്നെ മനുഷ്യ ഇത് ചെയ്യണം. ഇപ്പൊ ഡോഗിനെയും കൗവിനെയും ഓസിനെയും ഒക്കെ ഡിഫറെന്റ് ആയിട്ട്. അപ്പൊ കണ്ടീഷൻ 1. ഇനി എന്താണ് ഫസ്റ്റ് ഇതെന്താണ് വേർഡ് എന്താണ് സെക്കൻഡിനെ റിലേറ്റ് ചെയ്യും, സെക്കൻഡ് തേർഡിനെ ആ ഒരു കേസിൽ. ഓക്കെ. സോ എന്താണ് ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, അനിമല്, ഫസ്റ്റ് വേർഡ് അനിമല്, സെക്കൻഡ് വേർഡ് എന്താണ് ഡൊമസ്റ്റിക് അനിമല് അല്ലേ. ഇനി തേർഡ് വേർഡ് എന്താണ് കാറ്റ്. സോ ഈ ഒരു കേസ് എന്താണ് ഒരു സെക്കൻഡ് കണ്ടീഷൻ. അപ്പൊ ആ ലോജിക്കിൽ നമുക്ക് എന്താണ് ഇത് വരയ്ക്കാൻ പറ്റണം കേട്ടോ. ഇനി എന്താണ് ഈ ടു ഡിഫറെന്റ് ഐറ്റംസ് ആർ കംപ്ലീറ്റ്. ഇനിയിപ്പോ എന്താണ് അപ്പൊ അതിന് ഒരു എക്സാമ്പിൾ, ഒരു ബോയ് ഒരു ഗേള്. ഓക്കെ. ബോളും ബോയും ഗേളും എന്താണ് ഒരു സെയിം സ്കൂൾ. അപ്പൊ എന്താണ് സ്കൂൾ എന്നുള്ള കോമൺ ഫാക്ടർ, അതിൽ എന്താണ് ബോയ്സും ഉണ്ടാവും ഗേൾസും ഉണ്ടാവും അല്ലെ. ഇനി അടുത്ത ഒരു കണ്ടീഷൻ എന്താണ് സം റിലേഷൻ ബിറ്റ്വീൻ ടു ഐറ്റംസ് ആൻഡ് ദീസ് ടു ഐറ്റംസ് ആർ കംപ്ലീറ്റ് ടു തേർഡ് ഐറ്റംസ്. ഓക്കെ. ഇനി ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഓക്കെ. ഇവിടെ എക്സാമ്പിൾ, ഇവിടുത്തെ എക്സാമ്പിൾ ഇപ്പോൾ സിസ്റ്റർ, മദർ, വിമന്. ഓക്കെ. സോ ഇവിടുത്തെ കേസിൽ എന്താണ് സിസ്റ്റർ ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു വരുന്നുണ്ടല്ലേ. നേരത്തെ പറഞ്ഞ ഇപ്പൊ സിസ്റ്റർ മദർ. ഓക്കെ. ചില എന്താണ് സിസ്റ്റർ ആയിട്ടുള്ള ആൾക്കാർ എന്തായിരിക്കും മദറും ആയിരിക്കും. ചില അപ്പൊ ആ ഒരു കേസ് മദർ ഇവരെന്താണ് പക്ഷെ കോമൺ ആയിട്ട് എന്താണ് വിമനിൽ വരുന്നത്. ഓക്കെ. ഇനി അടുത്ത ടു ഐറ്റംസ് തേർഡ് ഐറ്റംസ് സം എസ്റ്റൈം ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി. ഓക്കെ. ആ ഒരു കേസ് ഇത് ഫസ്റ്റ് ഐറ്റംസ് ആർ ടോട്ടലി ഡിഫറെന്റ്. ഇപ്പോൾ ഇവിടെ ബോയ്സ് ഗേൾസ്, ഇവിടെ സ്റ്റുഡൻറ്. ഓക്കെ. ഇവിടെ എന്താണ് ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരു കേസിൽ. ഓക്കെ. സോ ഇവിടുത്തെ കേസിൽ എന്താണ് സ്റ്റുഡൻസ് പറഞ്ഞ ഇതുണ്ട്. അതായത് എന്താണ് ബോയ്സ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ഉണ്ട്. ബോയ്സ് ആയിട്ട് സ്റ്റുഡൻറ് ഇവിടെ വരും, ഗേൾസ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റും ഉണ്ട്. ഓക്കെ. ഈ സ്റ്റുഡൻസിൽ എന്താണ് ബോയ്സും ഗേൾസ് ഇല്ലാത്ത വേറെ ജെൻഡേഴ്സ് വേണമെങ്കിൽ വരാം. അതുപോലെ ബോയ്സ് ആയിട്ടുള്ള എന്താണ് സ്റ്റുഡൻസ് ഇല്ലാത്ത ആൾക്കാർ എന്നാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്തെന്താണ് ആൾ ത്രീ ഐറ്റംസ് ആർ റിലേറ്റഡ് ടു വൺ അനദർ ബട്ട് സം എക്സ്റ്റെൻഡ് നോട്ട് കംപ്ലീറ്റ്ലി. ഓക്കെ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷെ എന്താണ് നോട്ട് കംപ്ലീറ്റ്ലി. ആ ഒരു കേസ് നോക്കാം. ഇപ്പോൾ ബോയ്സ് സ്റ്റുഡൻറ് അത്ലറ്റ്സ് ആണ് ഇവിടുത്തെ എക്സാമ്പിൾ. ഇപ്പോൾ ഈ ഒരു ഏരിയ നോക്കിയാൽ ഇപ്പോൾ ഒരു ഏരിയ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് എന്തായിരിക്കും, ഇവിടുത്തെ ഇതാണ് ഒരു ബോയ് ആണ്, ഒരു സ്റ്റുഡന്റ് ആയ ഒരാൾ സ്റ്റുഡന്റും ആണ് ബോയും ആണ് അത്ലറ്റും ഉള്ള ആൾക്കാർക്കാണ് ഇവിടെ ഇത് ചെയ്യുക ഡിനോട്ട് ചെയ്യുക. ഇവിടെ കണക്ഷൻ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും ബോയ്സും ആയിട്ടുള്ള സ്റ്റുഡന്റ് ആൾക്കാർ ഇവിടെ നോക്കുക. ഇവിടെ അത്ലറ്റ്സ് ബോയ്സ് ഇവിടെ വരും, ഇവിടെ സ്റ്റുഡന്റ് അത്ലറ്റ്. ഓക്കെ. ഇവിടെ നിന്നാണ് ബോയ്സ് ആയിട്ടുള്ള വേറെയുള്ള ഒന്നിനും പെടാത്തത് ബോയ്സ് മാത്രമല്ല, സ്റ്റുഡൻസ് മാത്രം അത്ലറ്റ്സ് മാത്രം. ഓക്കെ. ഇനി കണ്ടീഷൻ 7 എന്താണ് ടു ഐറ്റംസ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ കംപ്ലീറ്റ്ലി ആൻഡ് ദ തേർഡ് ഐറ്റം ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ഫസ്റ്റ് ടു. ഓക്കെ. സോ ഇവിടെ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ എന്താണ് അല്ലെ ഇത് പറഞ്ഞു. ഇപ്പോൾ കൗവ് അല്ലെ, കൗ ഉണ്ട്. ഇനി എന്താണ് കൗ, ഇനി ലയൺസ്. ഇതിവിടെ എക്സാമ്പിൾ ഇതാണ് കാർണിവോറസ് അനിമൽസ് എന്നൊരു കാറ്റഗറി അല്ലേ. കാർണിവോറസ് ആണ്, എന്താണ് മാംസബുക്ക് ആയിട്ടുള്ള അനിമലാണ് ലയൺ. പക്ഷെ കവ് അതിൽ പെടുത്താൻ പറ്റില്ല. അപ്പൊ കവ് ഡിഫറെന്റ് ആയിട്ട് തന്നെ മനുഷ്യറിയാം. ഇനി ദ ഫസ്റ്റ് ടേം ഇസ് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു സെക്കൻഡ് ആൻഡ് ദ തേർഡ് ടേം ഇസ് പാർഷ്യലി റിലേറ്റഡ് ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. സോ ഫസ്റ്റ് ടേം എന്താണ് കംപ്ലീറ്റ് റിലേറ്റഡ് ടു സെക്കൻഡ് ആണ്. സോ ഇവിടെ ഫസ്റ്റ് ടേം. ഓക്കെ. ആൻഡ് ദ തേർഡ് ടേം ഇസ് പാർഷ്യലി റിലേറ്റഡ് ടു. സോ ഫസ്റ്റ് ടേം ഇപ്പൊ മദർ, ഇപ്പോൾ ഫീമെയിൽ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് എല്ലാം ഇപ്പൊ മദർ ആവുക എന്താണ് ഫീമെയിൽസ്, മെയിൽസ് ഒരിക്കലും മദർ ആവില്ല. അപ്പൊ എന്താണ് എല്ലാ മദേഴ്സും എന്താണ് ഫീമെയിൽ. അപ്പൊ ഫീമെയിലിൽ പെട്ടും. അതിൽ തന്നെ ഒരു തേർഡ് ടേം വരുന്നുണ്ട്, എന്താണ് ഡോക്ടേഴ്സ് ആണ് ഒരു കാറ്റഗറി. ഓക്കെ. ഇവിടെ എന്താ മെൻഷൻ ചെയ്യുന്നത് എന്താണ് ഡോക്ടർ ആയിട്ടുള്ള മദേഴ്സ് ഉണ്ടാവും. ചില ആൾക്കാർ അവരെന്താണ് ഡോക്ടറാണ്, അവരെന്താണ് സെയിം ടൈം മദർ. ഇവിടെ എന്തായിരിക്കും ഇത് ചെയ്യുന്നത് ഫീമെയിൽ ആയിട്ടുള്ള നോൺ മദർ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും. ഇവിടെ എന്താണ് നോൺ ഫീമെയിൽ ആയിട്ടുള്ള ഡോക്ടേഴ്സ്. ഓക്കെ. ഇനി കണ്ടീഷൻ 9 ദ ഫസ്റ്റ് ഐറ്റം ഈസ് പാർഷ്യൽ റിലേറ്റഡ് ടു സെക്കൻഡ് ആൻഡ് ബട്ട് ദ തേർഡ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ഫസ്റ്റ് ടു. ഓക്കെ. തേർഡ് എൻറ്റയർലി ഡിഫറെന്റ്. ഫസ്റ്റ് ജസ്റ്റ് ചില ഇതുണ്ട്. ഡോഗ്സ്. ഇപ്പൊ ഡോഗ്സ് എന്താണ് ഫ്ലഷ് ഈറ്റേഴ്സ് ആയിട്ടുള്ള ഡോഗ്സ് ഇവിടെ മെൻഷൻ ചെയ്യുന്നു. ഓക്കെ. ഫ്ലഷ് ഈറ്റേഴ്സ് ആയിട്ടുള്ള വേറെ ഉള്ളതുകൊണ്ട് അവിടെ ഡോഗ്സ് ഫ്ലഷ് ഈറ്റേഴ്സ് ഇവിടെ മെൻഷൻ ചെയ്യുന്നു. ഇപ്പൊ നോൺ ഫ്ലഷ് ഈറ്റേഴ്സ് ആയിട്ടുള്ള ഡോഗ്സ് ആണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഈ കൗ എൻറ്റയർലി ഡിഫറെന്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് വെൻ ഡയഗ്രാമിൽ. ഓക്കെ. സോ വെൻ ഡയഗ്രാം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും എന്താണ് ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക, ലോജിക്കലി എന്താണ് ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കാം.
ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കാനുള്ളത് ഇന്ത്യൻ ഫിലോസഫി. ഓക്കെ, ഇന്ത്യൻ ഫിലോസഫി എടുക്കാനുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ ഫിലോസഫിയും ഫാലസീസും. ഓക്കെ, സോ ഇതുവരെ എടുത്തിരുന്ന ഡൗട്ട് ഉണ്ടോ? ഇതുവരെ എടുത്തിരുന്ന ഡൗട്ട് ഉണ്ടോ? നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. മൂഡ് ആൻഡ് ഫിക്കറിൽ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്യാം, പിന്നെ ഞാൻ നോക്കിയിട്ട് പിന്നെ ഞാൻ ഗ്രൂപ്പിലൊക്കെ ആയിട്ടിട്ടുണ്ട്. എനിക്ക് പ്രീവിയസ് ഇയർ പെട്ടെന്ന് കിട്ടിയിട്ടില്ല ആ ഒരു ടൈപ്പിൽ വരുന്ന വേറെ ക്വസ്റ്റ്യൻ. ഇനി അടുത്തായിട്ടുള്ള ടോപ്പിക് എന്താണ്? ഇന്ത്യൻ ഫിലോസഫി അല്ലേ? സോ ഈ ഇന്ത്യൻ ഫിലോസഫി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് നല്ലോണം ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ് ഇന്ത്യൻ ഫിലോസഫി. ഇപ്പൊ ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഇന്ത്യയിലെ ഏൻഷ്യന്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടീച്ചിങ്സ് ആയിട്ടുള്ള ഒരു മെത്തഡോളജീസ് ആണല്ലേ. സോ ഇന്ത്യൻ ഫിലോസഫിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് രണ്ട് ടൈപ്പ് ഫിലോസഫി ആയിട്ട് പറയാം. ഒന്നെന്താണ് വേദന അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു അതോറിറ്റേറ്റീവ് ആയിട്ട്. ആ ഒരു കൺസെപ്റ്റ് എന്താണ് ഓർത്തഡോക്സ് അല്ലെങ്കിൽ ആസ്തിക എന്ന് പറയാം. വേദന വേദാസിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ വേദങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ടുള്ള ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ് വേദങ്ങളെ അവർ ഒരു അതോറിറ്റേറ്റീവ് ആയിട്ട് അംഗീകരിക്കാത്തതാണ് ഹെറ്ററോഡോക്സ്, നാസ്തിക എന്ന് പറയില്ല. ആസ്തികയും നാസ്തികയും. ഇപ്പോൾ ഇന്ത്യൻ ഫിലോസഫി വരുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ട് എന്താണ് കുറെ സംസ്കൃത ടേമുകൾ കാണല്ലേ. ഓർത്തഡോക്സ്, ആസ്തിക, ഹെറ്ററോഡോക്സ്, നാസ്തിക. ഇനി ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഓർത്തഡോക്സിൽ എന്താണ് ഒരു 6 സിസ്റ്റംസ് ഉണ്ട്. അതാണ് സംഖ്യ, യോഗ, ന്യായ, അതായത് ലോജിക്ക്, വൈശേഷിക, മീമാംസ, വേദാന്ത്. ഇത്തരം ഒരു 6. ഓക്കെ, ഈ ഒരു 6 സിസ്റ്റംസ് ആണ് അല്ലെങ്കിൽ സ്കൂൾ ഓഫ് തോട്ട്സ് ആണ് എന്താണ് വേദങ്ങളെ അംഗീകരിക്കുന്നത്. അവർ എന്താണ് ഓർത്തഡോക്സ്, ആസ്തിക എന്ന് പറയാം. ഓക്കെ, ഇനി ഹെറ്ററോഡോക്സിൽ എന്താണ് ഒരു മേജർ ആയിട്ട് എന്താണ് ഒരു 3 സ്കൂൾ ഓഫ് തോട്ട് നമുക്ക് അറിയാം. അവരെന്താണ് റിജക്റ്റ് വേദയാണ്. ഓക്കെ, ഏൻഷ്യൻ മിഡിൽ ഇന്ത്യ വാസ് ഓൾസോ ഫിലോസഫിയാണ്. പക്ഷെ എന്താണ് കൺസെപ്റ്റ് ഉണ്ട്, ഫിലോസഫി കൺസെപ്റ്റ് ഉണ്ട്. എന്താണ് വേദാസിനെ അവരെന്താണ് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അംഗീകരിക്കുന്നവർ ആസ്തിക, മറ്റേ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്താണ് നാസ്തിക. ഓക്കെ, ആസ്തികയും നാസ്തിക, ഓർത്തഡോക്സും ഹെറ്ററോഡോക്സും. ഓക്കെ, സോ ഇത്തരം റിജക്റ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ബുദ്ധിസം, ജൈനിസം, കാർവാക. ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട്സ് ആണ് എന്താണ് വേദങ്ങളെ റിജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു വാലിഡ് ഇനി ഇതിനൊരു ബേസിന് ക്വസ്റ്റ്യൻസ് മേജർ ആയിട്ട് വരാറ് എന്താണ് ഇവര് അംഗീകരിക്കുന്ന. ഇനി ഇപ്പോ ഒരു കേസ് മനസ്സിലായി എന്താണ് വേദങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലെന്ന്. ഇപ്പൊ ബുദ്ധിസം, ജൈനിസം, കാർവാക സ്കൂൾ ഓഫ് തോട്ട്സ് എന്താണ് വേദങ്ങൾ അംഗീകരിക്കുന്നില്ല. മറ്റുള്ള 6 അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഈ അംഗീകരിക്കുന്നത് അംഗീകരിക്കാത്ത എന്താണ് കൺസെപ്റ്റ് ക്ലിയർ ആക്കട്ടെ. ബുദ്ധിസം, ജൈനിസം, കാർവാക ഒരു വേദങ്ങളെ അംഗീകരിക്കുന്നില്ല. ഓക്കെ, ഇനി വാലിഡ് സോഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർ മീൻസ് ഓഫ് നോളജ്, പ്രമാണം എന്ന് പറയില്ല. സോ ഇത് എന്താണ് ഒരു 5 നമുക്ക് എന്താണ് തിരിക്കാം. അപ്പോൾ ഈ ഒരു ഡിഫറെന്റ് സ്കൂൾ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കാർവാക സ്കൂള്. ഓക്കെ, അവരെന്താണ് പെർസെപ്ഷന്, ഇപ്പോൾ പ്രത്യക്ഷത്തിലുള്ളത് മാത്രം അവരെന്താണ് ഒരു വാലിഡ് സോഴ്സ്, ഒരു പ്രോപ്പർ മീൻസ് ഓഫ് നോളജ് ആയിട്ട് എടുക്കുള്ളൂ, ഒരു പ്രമാണമായിട്ട് എടുക്കുള്ളൂ. അതായത് എന്താണ് അങ്ങനെ ഒരു 5 ഉണ്ട്. പെർസെപ്ഷന് എന്താണ് 5 അംഗീകരിക്കുന്നവരുണ്ട്, ഒന്ന് മാത്രം അംഗീകരിക്കുന്ന കാർവാക സ്കൂളുണ്ട്. 5 അംഗീകരിക്കുന്ന മീമാംസ സ്കൂൾ 5 അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ കാർവാക സ്കൂൾ എന്താണ് പെർസെപ്ഷന്, പ്രത്യക്ഷത്തിലുള്ള മാത്രം എന്താണ് കാർവാക സ്കൂൾ എന്താണ് ഒരു വാലിഡ് സോഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർ മീൻസ് ഓഫ് നോളജ് ആയിട്ട് അംഗീകരിക്കുള്ളൂ. ഇനി ബുദ്ധിസം സ്കൂൾ എന്താണ് പെർസെപ്ഷനും ഉണ്ട്, പ്രത്യക്ഷത്തിലുള്ളതും, പിന്നെ എന്താണ് ഇൻഫറൻസ് ആയിട്ട് അനുമാനിച്ചെടുക്കുന്നതും കൂടി എന്താണ് ബുദ്ധിസം സ്കൂൾ എന്താണ് അംഗീകരിക്കുന്നുണ്ട്. പിന്നെ വൈശേഷിക സ്കൂൾ എന്താണ് വൈശേഷിക സ്കൂളും എന്താണ് ബുദ്ധിസ്റ്റ് സ്കൂൾ പോലെ തന്നെ എന്താണ് പെർസെപ്ഷനും ഇൻഫറൻസിലുള്ള ഇത് മാത്രം എന്താണ് അംഗീകരിക്കുന്നുള്ളൂ. ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഓർഡർ തന്നെ പഠിക്കാൻ നോക്കുക. കാർവാക സ്കൂൾ പെർസെപ്ഷന്, ബുദ്ധിസ്റ്റ് സ്കൂൾ പെർസെപ്ഷനും ഇൻഫറൻസും, വൈശേഷിക സ്കൂളും അതുപോലെ തന്നെയാണ്. ഇനി എന്താണ് ടെസ്റ്റിമോണി ഒരു വേർഡ് അല്ലെങ്കിൽ ശബ്ദം അല്ലെ, നമ്മൾ ശബ്ദം അല്ലെ വേർഡ് ടെസ്റ്റിമോണി അതും കൂടി അംഗീകരിക്കുന്നുണ്ട്. അത് ഏതൊക്കെ സ്കൂളാണ്? ജൈനിസം, സാങ്ക്യ, യോഗ, വേദാന്ത. ഓക്കെ, ഈ ഒരു 4 സ്കൂളുകൾ ഏതാണ് ഈ ഒരു 3 കൺസെപ്റ്റ് അതിൽ പെർസെപ്ഷൻ, ഇൻഫറൻസ്, ടെസ്റ്റിമോണി വഴി ഈ ഒരു വാലിഡ് സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഇനി ന്യായ സ്കൂൾ വരുമ്പോൾ ഒന്നും കൂടി കൂടുന്നുണ്ട്. ഓക്കെ, ഏതാണ് കമ്പാരിസൺ, അനലോഗി എന്നാണ്, ഉപമാനം എന്ന് പറയില്ല. ഒരു നമ്മൾ അനലോഗി സിമിലാരിറ്റി പറഞ്ഞു, ഉപമാനം.
ന്യായ സ്കൂൾ ഓഫ് തോട്ട് എന്താണ് അതൊരു വാലിഡ് നോളജ് ആയിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഇനി മീമാംസ സ്കൂൾ ഞാൻ പറഞ്ഞു എന്താണ് 5 അംഗീകരിക്കുന്നുണ്ട്. അതാണ് പോസ്റ്റുലേഷന് ഒരു പ്രിസംഷൻ അർത്ഥപതി കൂടി അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, കാർവാക ജസ്റ്റ് കോളം ഉണ്ടാക്കി പഠിക്കട്ടെ. കാർവാക, സി, ബി വി, ജെ എസ് വൈ വി, എൻ എം. ഓക്കെ, എൻ എം. അത് എന്താണ് കാർവാക സ്കൂൾ പെർസെപ്ഷനിൽ മാത്രമാണ് വാലിഡ് സോഴ്സ് ആയിട്ട് പരിഗണിക്കുന്നത്. ബുദ്ധിസം, വൈശേഷിക അതാണ് ഇൻഫറൻസ് കൂടിയുണ്ട്. ഇനി ജൈനിസം, സാങ്ക്യ, യോഗ, വേദം എന്ന് വരുമ്പോൾ എന്താണ് ടെസ്റ്റിമോണി കൂടി അടുത്തത് എന്താണ് ന്യായത്തിന്റെ കേസിൽ കമ്പാരിസൺ കൂടിയുണ്ട്. ഇനി മീമാംസ വരുമ്പോൾ എന്താണ് മീമാംസ എല്ലാം അംഗീകരിക്കുന്നു കേട്ടോ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം മീമാംസ. ഇനി കാർവാക സ്കൂൾ പെർസെപ്ഷൻ മാത്രം എന്താണ് അംഗീകരിക്കുന്നുള്ളൂ വാലിഡ് സോഴ്സ് ഓഫ് നോളജ് ആയിട്ട്. ഇനി ഇന്ത്യൻ ലോജിക് ഇപ്പൊ നേരത്തെ പറഞ്ഞു എന്താണ് പ്രമാണാസ് അല്ലെ, പ്രോപ്പർ മീൻസ് ഓഫ് നോളജ്. അതിന്റെ ഇതിൽ പ്രത്യക്ഷ അപ്പൊ ഇത് പറഞ്ഞല്ലേ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവർ നിന്ന് നോക്കാം ഇറ്റ് നോളജ് ബേസ്ഡ് ഓൺ പെർസെപ്ഷൻ അല്ലെ, പ്രത്യക്ഷത്തിൽ ഇത് മാത്രം. അതിനെന്താണ് ഡയറക്റ്റ് പെർസെപ്ഷനും വരാം, ഇൻഡയറക്റ്റും വരാം. അപ്പൊ ഡയറക്റ്റ് അറിയുന്നത് നമ്മള് അനുഭവത്തിലൂടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് മാത്രം, അതായത് നമ്മൾ സെൻസറി ഓർഗൻസ് നമ്മൾ ഇതല്ലേ പഞ്ചേന്ദ്രിയങ്ങൾ 5 ഇതല്ലേ, അതായത് നോസിലൂടെ കിട്ടുന്ന സ്മെല്ല്, സ്കിന്ന്, ടച്ച് അറിയില്ല നമ്മൾ സെൻസറി ഓർഗൻസ്, ഐസ് കാണുന്നത്, ഇയർ കേൾക്കുന്നത്, ടങ് ടേസ്റ്റ്. ഇങ്ങനെ നമ്മൾ അനുഭവത്തിൽ നിന്നുള്ളത് മാത്രം പ്രത്യക്ഷത്തിൽ 2 ഡയറക്റ്റ് പെർസെപ്ഷനോട്, അതും ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം അനുഭവത്തിലൂടെയുള്ള മാത്രം ഡയറക്റ്റ് എന്ന് പറയാം. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സ്മൃതി, മെമ്മറി എന്ന് പറയില്ലേ. അങ്ങനെ ഉള്ള ഒരു കാര്യം മാത്രമാണ് ഈ പ്രത്യക്ഷ ഒരു പെർസെപ്ഷനിലുള്ളത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആയിട്ട് എന്താണ് ഒരു ഓറഞ്ച്. നമ്മൾ മുന്നേ ഒരു ഓറഞ്ച് കണ്ടാല് പിന്നെ വീണ്ടും ഒരു ഓറഞ്ച് കാണുമ്പോൾ അത് ഓറഞ്ചാന്നുള്ള അതിന്റെ ഒരു ആപ്പിൾ ഓറഞ്ച് ഒരു നായനൊക്കെ കാണുമ്പോൾ അത് വീണ്ടും നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട എങ്ങനെയാണ് നമ്മൾ മുന്നേ നമ്മളൊരു സ്മൃതി, മെമ്മറി. അപ്പൊ അത് ഇൻഡയറക്റ്റ് പെർസെപ്ഷൻ ആണ്. അവിടെ നമ്മൾ അനുഭവിക്കേണ്ട ആവശ്യം മുന്നേ കണ്ടൊരു ഓർമ്മ വെച്ചിട്ട്. അപ്പൊ ഇതെന്താണ് പെർസെപ്ഷൻ ഒരു ഇതാണ്. ഓക്കെ, ഇൻഡയറക്റ്റ് പെർസെപ്ഷൻ. ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള പെർസെപ്ഷന് എന്താണ് നമ്മൾ സെൻസറി ഓർഗൻസിൽ കിട്ടുന്ന ഡയറക്റ്റ് പെർസെപ്ഷൻ. ഓക്കെ, ഈ സെക്കൻഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു ഇൻഫറൻസ് അല്ലെ, അനുമാന, അസംഷൻ. ഓക്കെ, സോ ഇതെന്താണ് അസ്യൂം നോളജ് ഓഫ് വാട്ട് വി ഡോണ്ട് സീ ഫ്രം വാട്ട് വി സീ. ഓക്കെ, അതായത് എന്താണ് നമ്മൾ അസ്യൂം ചെയ്തെടുക്കുക, അനുമാനിച്ചെടുക്കല്ലേ, വാട്ട് വി ഡോണ്ട് സീ ഫ്രം വാട്ട് വി സീ. ഓക്കെ, നമ്മൾ അനുമാനിച്ചെടുക്കുക. ഓക്കെ, വാട്ട് വി ഡോണ്ട് സീ ഫ്രം വാട്ട് വി, അതായത് നമ്മൾ കാണാത്തത് എന്താണ് കണ്ടിൽ നിന്ന് എന്താണ് അനുമാനം. ഇപ്പൊ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ് ഫയർ വിത്ത് സ്മോക്ക്, സ്മെൽ ഓഫ് സ്മോക്ക്. ഇപ്പൊ സ്മോക്ക് കണ്ടാൽ അല്ലെങ്കിൽ സ്മെൽ ഓഫ് സ്മോക്ക് കിട്ടിയാൽ എന്ത് ചെയ്യുക, അവിടെ ഒരു ഫയർ, അതായത് ഫയർ ഉണ്ടായാൽ മാത്രം സ്മോക്ക് വരുള്ളൂ, അല്ലെങ്കിൽ സ്മോക്ക് വരില്ലല്ലോ. ആ ഒരു കേസിൽ എന്താ ചെയ്യണം, അവിടെ സ്മോക്ക് ഉണ്ടായിട്ട് നമ്മൾ അനുമാനിച്ചെടുക്കുക. അല്ലെങ്കിൽ ഒരാളെ ഫിസിക്കലി ഇമോഷണൽ, ആരെങ്കിലും കരയുന്നു കാണുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ഫിസിക്കലി ഇമോഷണലി എന്താണ് അവരിതൊരു ഒരു ഇൻഫറൻസ് ചെയ്യുക. അതാണ് എന്താണ് അനുമാനം. ഇനി അടുത്തത് ഉപമാന, കമ്പാരിസൺ. ഓക്കെ, കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും, നമ്മൾ സിമിലാരിറ്റി നോക്കല്ലേ, സിമിലാരിറ്റി ഒരു ഇത് നോക്കാം. ഉപമാനം, സിമിലാരിറ്റി നോക്കല്ലേ, ഇവിടെ പറഞ്ഞു ഉപമാനം, കമ്പാരിസൺ അല്ലേ. നമ്മൾ പറഞ്ഞ അനലോഗി പറഞ്ഞ പോലെ തന്നെ ഉപമാനം, കമ്പാരിസൺ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സിമിലാരിറ്റി നോക്കാം. നമ്മൾ അനലോഗി പറഞ്ഞ പോലെ സിമിലാരിറ്റി നോക്കാം. അപ്പൊ ഇതിന് എക്സാമ്പിൾ എന്താണ്, ഞാൻ കാട്ടിൽ പോകുമ്പോൾ എന്താണ് ഒരു 4 കാലുള്ള ഒരു കുരക്കുന്ന ജീവിനെ കണ്ടു. അപ്പൊ അത് ഡോഗാന്ന് ഞാൻ എങ്ങനെയാണ് സിമിലാരിറ്റി വെച്ചത്. അപ്പൊ നാട്ടിൽ നിന്ന് ഞാൻ സെയിം, ഇതൊരു വൈൽഡ് ഡോഗ് ആവാം, പക്ഷെ കാരണം നാട്ടിൽ ഞാൻ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഡോഗിനെ സെയിം ആയിട്ട് കണ്ടിരുന്നു അല്ലേ. അപ്പൊ അതേ ഫീച്ചർ വെച്ച് വരുമ്പോൾ അതൊരു കാട്ടിൽ ചെല്ലുമ്പോൾ അതും ഒരു ഡോഗ് ആയിരിക്കാം എന്ന് അസ്യൂം ചെയ്തെടുക്കുക. ഒരു കാട്ടിലൊരു ഡോഗ്, അപ്പൊ ഒരു കമ്പയർ ചെയ്തിട്ട് അതിനുള്ള ഒരു എക്സാമ്പിൾ. ഓക്കെ, കമ്പയർ ബോത്ത് സിമിലർ തിങ്സ്. ഇനി ശബ്ദം നമ്മൾ പറഞ്ഞു വെർബൽ ടെസ്റ്റിമണി. ഓക്കെ, ശബ്ദ വെർബൽ ടെസ്റ്റിമണി. ഓക്കെ, മെയിൻലി ത്രൂ എന്താണ് വെർബൽ, ഇപ്പൊ വെർബലി ആയിട്ടുള്ളത്. ഓക്കെ, സോറി. സോ വെർബലി എന്താണ് ഇപ്പൊ വേർഡ്സ് ഓറലി പറയണമെന്നില്ല. ഓക്കെ, ഇത് എന്താണ് റൈറ്റ് ചെയ്ത്, ഇപ്പൊ റൈറ്റ് ചെയ്യുന്നതാവാം, എന്താണ് ഇത് പറയുന്നതും ആവാം. ഓക്കെ, ഇപ്പൊ അതിന് ഏറ്റവും എക്സാമ്പിള് earlier in Indian philosophy, Vedas was considered to be the most reliable source of knowledge. ഓക്കെ, ഇതെന്താണ് ഒരു വെർബൽ സ്റ്റേറ്റ്മെന്റ്, വെർബൽ ടെസ്റ്റിമണി. ഓക്കെ, ഈ അനുപലബ്ധി, അപ്രൻഷൻ എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ബേസിക്കലി ബേസ്ഡ് ഓൺ ദ നെർവസ്നെസ് ഓഫ് എ നോൺ എക്സിസ്റ്റൻസ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ നോൺ പെർസെപ്ഷൻ. ഓക്കെ, ഒരു അനുപലബ്ധി എന്നുള്ള ഒരു ഇതുണ്ട്.
പോസ്റ്റുലേഷൻ കേസ് പറഞ്ഞു. അപ്പൊ അനുലബ്ധി എന്താണ്? അനുലബ്ധിയിൽ പറയുന്നത് ബേസിക്കലി ബേസ്ഡ് ഓൺ നെർവസ്നെസ് ഓഫ് എ നോൺ എക്സിസ്റ്റിംഗ് തിങ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു നടക്കാത്തൊരു കാര്യത്തിനെ കുറിച്ച് ഒരു വെറുതെ ആവലാതിപ്പെടാറ്, വിച്ച് ഇസ് ബേസ്ഡ് ഓൺ നോൺ പെർസെപ്ഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ അതിനായിട്ട് പറയുന്നതാണ് ദർ ആർ നോ സ്റ്റുഡൻസ് ഇൻ ക്ലാസ്, വി കനോട്ട് സീ എനി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. ഓക്കെ, ക്ലാസ്സിൽ സ്റ്റുഡൻസ് ഇല്ല കാരണം നമുക്ക് സ്റ്റുഡൻസിനെ കാണാം. അപ്പൊ അതിനർത്ഥം എന്താണ്? അപ്പൊ ആ ഒരു പ്രത്യേക ടൈമിൽ എന്താണ് അവരെന്ന് പുറത്തു പോയതായിരിക്കാം, അല്ലെങ്കിൽ പി ടിക്ക് പോയതായിരിക്കാം. അപ്പൊ നമ്മൾ എന്താണ് അപ്പൊ ചെയ്തെടുക്കുകയാണ്. എന്താണ്? ക്ലാസ്സിൽ സ്റ്റുഡൻസ് ഇല്ല കാരണം എന്താണ്? സ്റ്റുഡൻസ് ക്ലാസ്സിൽ ഇല്ല. അത്തരം കാര്യങ്ങളാണ് അനുപലബ്ധി അപ്രൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അർത്ഥപതി ഇംപ്ലിക്കേഷന് പ്രിസംഷൻ എന്നുള്ളത് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ദ നോളജ് ദാറ്റ് വി ഗെറ്റ് ത്രൂ റിലേഷനും ഇംപ്ലിക്കേഷൻ എന്നതാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, സോ ഇതിൽ മെയിൻലി വരിക സപ്പോസിഷൻ, ബിലീഫ് ആൻഡ് പ്രസംഷൻ എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ വരിക. ഓക്കെ, ഒരു സപ്പോസിഷനും ബിലീഫും ഒക്കെ ബന്ധപ്പെട്ടത്. ഓക്കെ, ഇതിലെങ്ങനെയാണ് ദിസ് ടൈപ്പ് ഓഫ് നോളജ് എങ്ങനെയാണ്? വാട്ട് വി സീൻ ഹേർഡ് ബൈ പ്യുവർ അസംഷൻ. ഓക്കെ, ഇതിലെന്താണ് പ്യുവർ ആയിട്ടുള്ള അസംഷൻ? ഇപ്പൊ നമ്മൾ സീൻ പ്യുവർ ആയിട്ട് അസം ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ പറയാണ് എന്താണ് രാത്രി ഡസ് നോട്ട് സ്ലീപ്പ് അറ്റ് നൈറ്റ്, രാത്രി ഉറങ്ങാറില്ല. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മളൊന്ന് മനസ്സിലാക്കണമെന്ന് ഇയാളെന്തായിരിക്കും രാവിലെ ഉറങ്ങാറുണ്ടോ? കാരണം നമുക്ക് അറിയാൻ പറ്റും ഉറക്കം നമുക്ക് ഹെൽത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണുള്ള ഒരു കേസ്. ഓക്കെ, ഇപ്പൊ രാത്രി ഉറങ്ങാത്ത ഒരാളെ ഹെൽത്തി ആയിരിക്കണമെങ്കിൽ അയാൾ എന്തായാലും പകൽ എന്തായാലും തീർച്ചയായിട്ടും എന്തായിരിക്കും ഉറങ്ങുന്നുണ്ടാവും. ഓക്കെ, കാരണം ഇവിടുത്തെ അസംഷൻ എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് ജസ്റ്റ് മാൻ ക്യാൻ ബി ഹെൽത്തി വിത്തൗട്ട് സ്ലീപ്പിംഗ് എന്നുള്ളൊരു ഒരു പ്രിസംഷൻ്റെ ഒരു ഇതിൽ നിന്നാണ് ഈ ഒരു കേസിലേക്ക് എത്തിയത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് അനുമാന, അല്ലെ നമ്മൾ അനുമാന ഇൻഫറൻസ്, അല്ലെ നമ്മൾ പറഞ്ഞു അനുമാന ഇൻഫറൻസ് പറഞ്ഞു. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഈ അനുമാന ഇൻഫറൻസും ഈ ന്യായ സിലോജിസും എന്താണ് കൺസെപ്റ്റ് സെയിം ആട്ടോ. അപ്പോൾ പ്രീവിയസ് ന്യായ സിലോജിസം, ഓക്കെ, അനുമാന ഇതെന്താണ് കൺസെപ്റ്റ് സെയിം ആണ്. ന്യായ സിലോജിസം എന്ന് പറയുന്നത് എന്താണ്? ന്യായ സിലോജിസം കൺസെപ്റ്റ് എന്താണ്? അനുമാനമാണ്. ഓക്കെ, സോ ഇത് എന്താണ് മൂന്ന് ടേംസ് ഉണ്ട്. ഏതാണ്? സാധ്യ, ഹേതു, പക്ഷ എന്ന് പറയാം, അല്ലെ? മേജർ ടേം, മിഡിൽ ടേം, ഇപ്പൊ സിലോജിസം ഉണ്ടാവുന്ന പോലെ തന്നെ സോ അനുമാനം, അല്ലെ? അനുമാനത്തിനെ ന്യായ സിലോജിസം എന്ന് പറയാം. എന്താണ് മൂന്ന് ടേംസ് ഉണ്ട്: മേജർ ടേം, മിഡിൽ ടേം, മൈനർ ടേം. ഓക്കെ, അതുപോലെ 5 പ്രൊപ്പോസിഷൻസ് ഉണ്ട്. ആ 5 പ്രൊപ്പോസിഷൻ ആണ് സ്ട്രക്ചർ ഓഫ് അനുമാനം നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, സോ മേജർ ടേം എന്താണ്? ഒരു ക്യാരക്ടർ ഇൻഫർ ചെയ്യുന്നത്. മിഡിൽ ടേം എന്താണ്? സ്ട്രെങ്ത് ചെയ്യുന്നത്. എന്താണ്? പക്ഷെ എന്താണ്? സബ്ജക്റ്റ് വെർ ദ ക്യാരക്ടർ ഈസ് ഇൻഫേർഡ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ദിസ് ഹിൽ ഹാസ് എ ഫയർ ബിക്കോസ് ദർ ഈസ് എ സ്മോക്ക്. ഓക്കെ, സോ ഇവിടെ ഇതാണ് മൈനർ ടേം, പക്ഷ, ഹില്ല്. ഓക്കെ, ഇവിടെ സാധ്യ എന്താണ്? മേജർ ടേം ആണ്, ഫയർ ഉള്ളത്. ബിക്കോസ് ദർ ഈസ് എ സ്മോക്ക്, ഇവിടെ നിന്ന് ഹേതു, കാരണം അല്ലേ? എന്ത് ഹേതു ആണ്? അപ്പോൾ ബിക്കോസ് ദർ ഈസ് എ സ്മോക്ക്. സോ മേജർ ടേം എന്താണ്? ഫയർ, അല്ലേ? മിഡിൽ ടേം ഹേതു കണക്ട് ചെയ്യുന്നത്, അല്ലേ? പക്ഷെ എന്താണ്? മൈനർ ടേം. ഇനി സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇപ്പോൾ എന്താണ്? അല്ലെങ്കിൽ സ്ട്രക്ചർ 5 പ്രൊപ്പോസിഷൻസ് നോക്കുകയാണെങ്കിൽ പ്രതിജ്ഞ ഉണ്ടാവും. പ്രതിജ്ഞ, ഹേതു, പ്രതിജ്ഞ പ്രൊപ്പോസിഷന്, ഹേതു എന്താണ്? റീസണ്, ഉദാഹരണ, എക്സാമ്പിള്, ഉപനയ, അപ്ലിക്കേഷൻ, നിഗമന, ഡിഡക്ഷൻ. ഇപ്പൊ ഈ ഒരു ഹിൽ ആൻഡ് ഫയറിന്റെ കേസ് തന്നെ നോക്കാം, അല്ലെ? പ്രതിജ്ഞ, ഇപ്പൊ ഇവിടെ എന്താണ് ഫസ്റ്റ് നമ്മൾ വെച്ച പ്രൊപ്പോസിഷൻ എന്താണ്? ദിസ് ഹിൽ ആസ് എ ഫയർ എന്നുള്ളൊരു ഇത് വെച്ചു, പ്രൊപ്പോസിഷൻ വെച്ചു. കാരണം പറഞ്ഞത് എന്താണ്? റീസൺ ബിക്കോസ് ഹേതുവായി പറഞ്ഞത് ഇത് ഓർഡറിൽ പഠിക്കട്ടോ. പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, ഉപനയ, നിഗമന, ഫൺ അങ്ങനെയൊക്കെ ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ഉദാഹരണം കഴിഞ്ഞിട്ടാണ് ഉപനയ, PHWN. ഓക്കെ, സോ ഫസ്റ്റ് പ്രതിജ്ഞ, പിന്നെ ഹേതു, ഓക്കെ, ബിക്കോസ് ഇറ്റ് ഹാസ് എ സ്മോക്ക്. ഇനി ഉദാഹരണമായിട്ട് പറയുന്നത് വാട്ട് എവർ ആസ് സ്മോക്ക് ആസ് ഫയർ. ഓക്കെ, എന്താണ് എന്തേലും സ്മോക്ക് എന്താണ്? ആസ് എ ഫയർ. വാട്ട് എവർ സ്മോക്കുകളൊക്കെ ഫയർ. ഇപ്പോൾ എക്സാമ്പിൾ ഗ്യാസ് സ്റ്റവ്, അല്ലേ? സ്മോക്കുകളൊക്കെ എന്താണ്? ഫയറും ഉള്ളൊരു കേസ്. അപ്പോൾ ഇനി ഇവിടുത്തെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് വരികയാണ്. എന്താണ്? ഉദാഹരണമായിട്ട് ദിസ് ഹിൽ ആസ് സ്മോക്ക് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫയർ. നമ്മൾ അത് മുന്നേ കണ്ട ഒരു ഉദാഹരണം കണ്ടിരുന്നു. ഇനി അപ്ലിക്കേഷൻ ദിസ് ഹിൽ ആസ് സ്മോക്ക് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫയർ. ഇനി അടുത്തത് ഡിഡക്റ്റ് ചെയ്യാൻ, നിഗമന, therefore ദിസ് ഹിൽ ആസ് ഫയർ. ഓക്കെ, അങ്ങനെ ഡിഡക്റ്റ് ചെയ്തെടുത്തു. ഇത് ലാസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ആസ് പെർ ക്ലാസിക്കൽ ഇൻ ദിസ് കോളേജ് ഓഫ് ലോജിക്, അല്ലെ? ന്യായാസ്ലോജിസുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ന്യായാസ്ലോജിസ് നമ്മൾ പറഞ്ഞു എന്താണ്? 5 പ്രൊപ്പോസിഷൻസ് ആണുള്ളത്, 3 അല്ല, 3 ടേംസ് ആണ്.
ഓക്കെ, കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ആരോട് തിരിച്ചു ഇട്ട് കൊടുക്കണം. അപ്പൊ 5 പ്രൊപ്പോസിഷൻസ് ഉണ്ട്, 3 ടേംസ് ഉണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആൻഡ് സി വരുന്നത്, ബി ആൻഡ് സി ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് മുന്നേ ഡിസ്കസ് ചെയ്താട്ടോ, അത് റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. ഇനി അടുത്തത് വ്യാപ്തി, ഇൻവാരിയബിൾ റിലേഷൻ അല്ലെ. വ്യാപ്തി എന്താണ്, നമ്മൾ ഒരു ഇൻവാരിയബിൾ ആയിട്ടുള്ള റിലേഷൻ ആണ് വ്യാപ്തി. ഓക്കെ, സോ ഇറ്റ് ഇംപ്ലൈസ് എ കോറിലേഷൻ ബിറ്റ്വീൻ ടു ഫാക്ട്സ്. ഓക്കെ, വൺ വ്യാപ്യ എന്നും പറയാതെ വ്യാപക. ഓക്കെ, രണ്ട് ഫാക്ട്സ്. ഓക്കെ, ഒന്നിനെ വ്യാപ്യ, അത് വ്യാപക എന്നുള്ളതിന് ഒരു രണ്ട്. അപ്പൊ ഒരു വ്യാപ്തി ഉള്ള ഒരു ഇൻവാരിയബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ രണ്ട് ഇതില്ല, വ്യാപ്യ അതുപോലെ വ്യാപക, ഇത് തമ്മിലൊരു കോറിലേഷൻ ആണ് അതിൽ നോക്കുന്നത്. ഓക്കെ, ഇനി വ്യാപ്തി എന്താണ്? രണ്ട് ടൈപ്പ് ഉണ്ട് മേജർലി. ഓക്കെ, ഏതൊക്കെയാണ്? സമവ്യാപ്തി ഉണ്ട്, അസമവ്യാപ്തി ഉണ്ട് അല്ല. ഓക്കെ, സോ സമവ്യാപ്തി എന്ന് പറയുമ്പോൾ എന്താണ്? ഈക്വൽ എക്സ്റ്റൻഷൻ ആണ്. ഓക്കെ, ടു സൈഡ് റിലേഷൻ ഉണ്ടാവും, ടു സൈഡ് റിലേഷൻ. ഓക്കെ, സോ അതിന് ഏറ്റവും രണ്ട്, അതാണ് ഈക്വൽ, സമമായിട്ട് നമ്മൾ പറയും, സമത്തിൽ അല്ലെ. അപ്പൊ അതിന് എക്സാമ്പിൾ, നല്ല എക്സാമ്പിൾ എന്താണ്? നെയ്മബിളും നോവബിളും അതിന്റെ ഇതാണ്. അപ്പൊ എന്താണ്? വാട്ട് എവർ ഈസ് നെയ്മബിൾ ഈസ് നോവബിൾ ആൻഡ് വാട്ട് എവർ ഈസ് നോവബിൾ ഈസ് നെയ്മബിൾ. അതായത് എന്താണ്, നമുക്ക് ഇപ്പോ പേര് അറിയുന്നത് എല്ലാം എന്താണ്, നമുക്ക് ഇപ്പൊ അതിന് പേര് അറിഞ്ഞ എന്തായിരിക്കും, അത് നമുക്ക് അറിയുന്ന കാര്യമായിരിക്കും, നോബിൾ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് അറിയുന്ന ഇതാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണം ഇപ്പൊ ഇതൊരു പെന്നാണ്. അപ്പൊ എന്താണ്, ഇതിനെ എനിക്ക് എന്താണ്, ഇതിന് വാട്ട് എവർ ഈസ് നെയിം, ഇത് എനിക്ക് പെന്ന് നെയിം ചെയ്യുന്നതാണ്, ഇത് പെന്നാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇത് പെന്നാന്നൊക്കെ അറിഞ്ഞാൽ എന്താ ചെയ്യാ, ഇത് പെന്നാണെന്ന് നെയിം ചെയ്യാനും പറ്റും. ഓക്കെ, കൺഫ്യൂഷൻ ആവണം ഞാൻ കരുതുന്നത്. അപ്പൊ സമവ്യാപ്തിയാണ് ഈക്വൽ എക്സ്റ്റൻഷൻ ആണ്. ഇനി അസമവ്യാപ്തിയാണ് അൺഈക്വൽ എക്സ്റ്റൻഷൻ ആണ്. ഒരു വൺ സൈഡ് റിലേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒന്നിനൊന്ന്. ഇപ്പോ ഒരു എക്സാമ്പിൾ എന്താണ്? ഫയർ ഫ്രം സ്മോക്ക് ബട്ട് നോട്ട് സ്മോക്ക് ഫ്രം ഫയർ. ഓക്കെ, ഫയർ, ഇപ്പോ സ്മോക്ക് കണ്ടാല് എന്താണ്, അവിടെ ഫയർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, മെയിൻ ഫയർ ഫ്രം സ്മോക്ക് ബട്ട് നോട്ട് സ്മോക്ക് ഫ്രം ദ ഫയർ ഫ്രം. ഓക്കെ, സ്മോക്ക് കണ്ട ഫയർ ഉണ്ട് മനസ്സിലാക്കുക, ബട്ട് എന്താണ്, ഫയർ കണ്ടാൽ എന്താണ്, അവിടെ സ്മോക്ക് ഉണ്ടായിക്കോണമെന്നില്ല. ഓക്കെ, ഫയർ ഉണ്ടായാലും എന്താണ്, സ്മോക്ക് ഉണ്ടാവാതെയും ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം. അതാണ് വൺ സൈഡ് റിലേഷൻ. ഓക്കെ, ഇനി ഹേതു ആഭാസ്, അപ്പൊ ഫാലസി. ഇനി എന്താണ്, വെസ്റ്റേൺ ഫാലസി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഡിസ്കസ് ചെയ്യാം. സോ ഇതിൽ ഇന്ത്യൻ ഫിലോസഫിയുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് വരുന്ന ഫാലസീസ് ആണ്. ഓക്കെ, ഇന്ത്യൻ ഇന്ത്യൻ ലോജിക്കില് ഫാലസീസിനാണ് ഹേതുവാഭാസം എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഫാലസീസ് അറിയേണ്ട എന്താണ്, മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. ഇതിന് എന്താണ്, ട്രിക്സ് ആയിട്ട് ചിലപ്പോൾ അറിയാതെയൊക്കെ ഇതിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഫാലസീസ് കൺസെപ്റ്റ് വരുന്നത്. സോ 5 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വാലിഡ് ടൈം, ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് വാലിഡേറ്റഡ് ഫാലസീസ് അറൈസ്. ഓക്കെ, സോ എന്താണ് ഒരു വാലിഡ് ടൈമിന് അത് പറഞ്ഞിട്ടോ 5 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ക്യാരക്ടറിസ് എന്ത് ചെയ്യുക, വയലേറ്റ് ആയാലും എന്ത് ചെയ്യും, ഒരു ഫാലസി അറേസ് ചെയ്യും. ഓക്കെ, അതാണ് ഒരു ഹേതുവാഭാസ് ഇന്ത്യൻ ലോജിക്കിലുള്ള ഫാലസിന്റെ കേസ്. സോ ഫസ്റ്റ് വണ്ണ് സവ്യഭിചാര, ഇറഗുലർ മിഡില്. ഓക്കെ, ഇന്ന് ഇറഗുലർ ആയിട്ടുള്ള മിഡില്. അപ്പം ദ മിഡിൽ ടേം ഈസ് എന്താണ്, ബേർഡ്സ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് യൂണിഫോംലി റിലേറ്റഡ് ടു മേജർ ടേം റാഷണൽ. ഇവിടെ നമുക്ക് നോക്കാം എക്സാമ്പിൾ വെച്ചിട്ട്. സം ബേർഡ്സ് ആർ റാഷണൽ. ഓക്കെ, ഇവിടെ നോക്കാം. സം ബേർഡ്സ് ആർ റാഷണൽ, swans ആർ ബേർഡ്സ്, therefore swans ആർ റാഷണൽ. ഓക്കെ, നേരത്തെ മൂഡ് ആൻഡ് ഫിഗർ ഡൗട്ട് വേറെ എക്സാമ്പിൾ ചോദിച്ചില്ലേ, അപ്പൊ ഇതിനൊന്ന് ഫിഗർ അതൊന്ന് പറയാമോ? ഹലോ, നേരത്തെ ഡൗട്ട് ചോദിച്ച ആളവിടെ ഉണ്ടോ? സോ ഇതിന്റെ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്, പ്രെഡിക്കേറ്റ്, എന്താണ്, പ്രെഡിക്കേറ്റ് സബ്ജക്റ്റ് അവിടെ വെക്കാം. ഇതിൽ മിഡിൽ ടേം ആണ്, ബോത്ത് ഇത് രണ്ടിലുള്ള മിഡിൽ ടേം ബേർഡ്സ് ആണ് ഇവിടെ മിഡിൽ ടേം. ഓക്കെ, ബേർഡ്സ് മിഡിൽ ടേം. ഓക്കെ, സോ ഫസ്റ്റ് പ്രമിസിൽ ഫസ്റ്റും സെക്കൻഡ് പ്രമിസിൽ സെക്കൻഡും വരുന്നത് ഏത് ഫിഗർ ആണ്? ഫിഗർ നമ്പർ ഫസ്റ്റ് ഫിഗർ. ഓക്കെ, സോ ഇതാണ് വേറൊരു എക്സാമ്പിൾ കേട്ടോ, ഫിഗർ നമ്പർ ഫസ്റ്റ്. സോ ഇവിടെ സവ്യഭിചാര ഇറഗുലർ മിഡിൽ, മിഡിൽ ടേം ഈസ് ബേർഡ്. ഓക്കെ, മിഡിൽ ടേം ബേർഡ് ആണ്. ഇതാണ് നോട്ട് യൂണിഫോംലി മേജർ ടേം റാഷണൽ. പക്ഷെ മേജർ ടേം ആയിട്ടുള്ള റാഷണൽ എന്താണ്, യൂണിഫോംലി റിലേറ്റഡ് അല്ല. ഓക്കെ,
സം ബേർഡ്സ് ആർ റാഷണൽ സ്വാൻസ് ആർ ബേർഡ്സ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്താണ് ദർ ഫോർ സ്വാൻസ് ആർ റാഷണൽ നമ്മൾ ഇത് ഡിറൈവ്. പക്ഷെ ഇപ്പോൾ എന്താണ് മിഡിൽ ടേം എന്താണ് യൂണിഫോമിലി എന്താണ് മേജർ ടേം ആയിട്ടുള്ള റാഷണലിൽ എന്താണ് ഇതില്ല. ആ ഒരു കേസിലാണ് ഇറഗുലർ മിഡിൽ എന്ന് പറയുന്നത്. ഞാൻ അടുത്തത് വിരുദ്ധ, നമ്മൾ പറയും വിരുദ്ധമായ കോൺട്രാഡിക്റ്ററി ആയിട്ടുള്ള മിഡിൽ. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഇവിടെ പ്രൊഡ്യൂസ്ഡ് എന്താണ് ഡസ് നോട്ട് പ്രൂവ് എറ്റേണലിറ്റി ബിക്കോസ് ഓഫ് സൗണ്ട് ഇറ്റ് ഈസ് നോട്ട് എറ്റേണാലിറ്റി. ഓക്കെ, ഇപ്പോൾ ഒരു ഇത് സൗണ്ട് എറ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താണ് അനശ്വരമായതാണ് ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസർ. പക്ഷെ ഇവിടെ എന്താണ് വൈരുദ്ധ്യമായ സംഭവമല്ലേ. അതായത് അനശ്വരമായ ഒരു സംഭവമാണ് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വട്ടം ഇത് ചെയ്താൽ പിന്നെ അനശ്വരമായി. അപ്പോൾ ഇവിടുത്തെ ഒരു കേസ് എന്താണ് ബിക്കോസ് ഇറ്റ് ഈസ് നോൺ പ്രൊഡ്യൂസ്ഡ് ആയാലാണ് ഇതെന്താണ് കറക്റ്റ് ആയിരുന്നത്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് നോൺ പ്രൊഡ്യൂസ്. ഇപ്പോൾ എറ്റേണൽ എന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസർ എന്താണ് ഒരു വൈരുദ്ധ്യമായതാണ്. അപ്പോൾ വൈരുദ്ധ്യം എന്നുള്ള വിരുദ്ധ കോൺട്രാഡിക്റ്റ് അല്ല, വിരുദ്ധമായത്. പിന്നെ അടുത്തൊരു കേസ് വരുന്നതാണ് ഇൻഫറൻഷ്യലി കോൺട്രാഡിക്റ്റഡ് മിഡിൽ, സത്പ്രതിഭക എന്ന് പറയും. ഓക്കെ, ദ മിഡിൽ ടേം ഓഫ് ദ ഫസ്റ്റ് ഇൻഫറൻസ്. ഇവിടെ എക്സാമ്പിൾ ചെയ്ത് നോക്കട്ടെ. ഫസ്റ്റ് സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ. ഓക്കെ, സൗണ്ട് എറ്റേണൽ ആണ് കാരണം എന്താണ് ഓഡിബിൾ ആണ്. ഓക്കെ, ഈസ് വാലിഡലി കോൺട്രാക്റ്റഡ് ബൈ അനദർ ഇൻഫറൻസ്. സൗണ്ട് ഈസ് നോൺ എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ലൈക്ക് എ പോട്ട്. ഓക്കെ, ഒന്ന് പറയുന്നുണ്ട് സൗണ്ട് എറ്റേണൽ ആണെന്നുള്ളത്, അടുത്ത് പറയുന്നുണ്ട് എന്താണ് അടുത്ത ഇൻഫറൻസ് എന്ത് പറയുന്നത് എന്താണ് സൗണ്ട് എന്താണ് നോൺ എറ്റേണൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടൊരു കേസ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം മിഡിൽ ടേമിന് ഫസ്റ്റ് ഇൻഫറൻസ് എന്താണ് ഓഡിബിൾ ആൻഡ് ഈസ് കോൺട്രാക്റ്റഡ് മിഡിൽ ടേം ഓഫ് സെക്കൻഡ് ഇൻഫറൻസ്. ഓക്കെ, സോ ഇൻഫറൻഷ്യലി കോൺട്രാക്റ്റഡ് മിഡിലാണ്. രണ്ട് ഇത് ഇൻഫറൻസ് കോൺട്രാക്ട് ചെയ്യുന്ന മിഡിൽ സത്പ്രതിഭക. ഓക്കെ, ഇനി അടുത്ത് അസിദ്ധ അൺപ്രൂവ്ഡ് മിഡിൽ. ഓക്കെ, മിഡിൽ ടേം എന്താണ് അൺപ്രൂവ്ഡ് ആയിട്ട് വെക്കുന്ന കേസിൽ. ഇതിൽ പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അൺപ്രൂവ്ഡ് മിഡിൽ എന്താണ് സ്കൈ ലോട്ടസ് ഈസ് ഫ്രാഗ്രന്റ് അല്ലെ. ഫ്രാഗ്രന്റ് പറഞ്ഞാല് ഭയങ്കര ഇതുള്ള സ്മെല്ല് ഉള്ളതാണ് സ്കൈ ലോട്ട്. അപ്പൊ ആകാശത്തിലുള്ള ഒരു ലോട്ടസ് ഭയങ്കര സ്മെൽ ബിക്കോസ് ജസ്റ്റ് ലോട്ടസ് ഇൻ ലൈക്ക് നാച്ചുറൽ. അപ്പോൾ കാരണം പറയുന്നത് എന്താണ് അതിന് ലോട്ടസ്നെസ് ഉണ്ടാവും ലൈക്ക് നാച്ചുറൽ ലോട്ട്. പക്ഷെ എന്താണ് അതൊരു പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമില്ല, അൺപ്രൂവ്ഡ് ആയിട്ടുള്ള മിഡിലാണ്. കാരണം ആരും ഇതുവരെ സ്കൈ ലോട്ടസ് കണ്ടിട്ട് കൂടിയില്ല. അപ്പൊ ആ ഒരു കേസിൽ എന്താണ് ഇത് അൺപ്രൂവ്ഡ് മിഡിൽ അസിദ്ധം ആണ്. ഓക്കെ, ഇനി അസിദ്ധ, ഇനി ബധിത നോൺ ഇൻഫറൻഷ്യൽ. ഇപ്പൊ ഇൻഫറൻഷ്യൽ കോൺട്രാക്ട് സത്പ്രതിഭ ഉണ്ടായിന്. അതുപോലെ എന്താണ് നോൺ ഇൻഫറൻഷ്യലി കോൺട്രാക്റ്റഡ് മിഡില് ബധിത. ഓക്കെ, the middle term becomes contradicted because its major term is directly contradicted by the perception. ഇവിടുത്തെ എക്സാമ്പിൾ നോക്കാം. ഫയർ ഈസ് കോൾഡ് ബിക്കോസ് ഇറ്റ് ഈസ് ആൻ അനിമൽ. ഓക്കെ, നോൺ ഒരു ബന്ധുല്ലല്ലേ. ഒരു തണുപ്പുള്ളതൊക്കെ ഒരു അനിമൽ ഒരു കേസ് ഫയർ ഈസ് കോൾഡ്, ഫയർ കോൾഡ് ബിക്കോസ് ഇറ്റ് ഈസ് ആൻ അനിമലിന്. ഫയർ അനിമലും അല്ല, ഫയർ കോൾഡും അല്ല. അപ്പൊ നോൺ ഇൻഫ്രാൻഷ്യലി കോൺട്രാഡിക്റ്റഡ് മിഡിലാണ് ബധിത. ഓക്കെ, ഇനി അടുത്ത് ഞാൻ പറഞ്ഞപ്പോ ഹേതുവാഭാസ് ഇന്ത്യൻ ലോജിക്കുമായിട്ടുള്ള ഫാലസീസ് ആണെങ്കിൽ വെസ്റ്റേൺ ഫാലസീസ് എന്താ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് എന്താണ് ഇത് ഫാലസീസ് എങ്ങനെ വരുന്നത് ഇത് ഇമ്പോർട്ടൻറ്റ് മിസ്റ്റേക്സ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് വിത്തിൻ ആർഗ്യുമെന്റ്സ് ആർ കാൾഡ് ഫാലസീസ്. ഓക്കെ, സോ ഫാലസീസ് കൺസെപ്റ്റ് എന്താണ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള മിസ്റ്റേക്സ്, ആർഗ്യുമെന്റിൽ വരുന്ന മിസ്റ്റേക്സ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇവിടെ എന്താണ് 5 ടേംസ് 5 കാറ്റഗറീസ് ബൈ ടേമിന്റെ കേസ്. അതുപോലെ ഇവിടുത്തെ ആർഗ്യുമെന്റ് കേസിൽ ഇമ്പോർട്ടൻ്റ് മിസ്റ്റേക്ക് വരുന്നു. ഇതെന്താണ് അൺഇൻറ്റൻഷനൽ ആയിട്ട് ഇറർ ആയിട്ട് വരാം ചില കേസിൽ. ചില കേസിൽ എന്താണ് ട്രിക്ക് ആയിട്ട് ഇന്റൻഷനൽ ആയിട്ട് വരാം. ഓക്കെ, ഒരു റീസണിന്റെ കേസിൽ അങ്ങനെ ഫാലസീസ് എന്താണ് ഫോർമലി ഇൻഫോർമൽ ആയിട്ട് അങ്ങനെ തരം തിരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഫോർമലിൽ വരുന്നത് ഇൻഫോർമലിൽ വരുന്നത് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഫാലസി എന്താ ഇപ്പൊ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ കാണുമ്പോൾ ആ ഫാലസി എന്തിനാണ് ഉദ്ദേശിക്കുന്നത് മാത്രം നിങ്ങൾക്ക് എന്താണ് ക്ലിയർ ആയാൽ മതി. ഓക്കെ, ഇപ്പോൾ ഫോർമലില് 4 ടൈപ്സ് ഉണ്ട്, ഇൻഫോർമലിൽ 3 മേജർ ടൈപ്പ്, പിന്നെ വീണ്ടും സബ് ഡിവിഷൻ വരുന്നത് നോക്കാം. സോ ഫസ്റ്റ് ആയിട്ട് ഫോർമലില്. ഓക്കെ, സോ ഫോർമൽ ഫാലസി എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെന്റിലാണെങ്കിലാണ് ഫോർമല്. ഓക്കെ, ഇൻഫോർമൽ ആണെങ്കിൽ കണ്ടന്റ് ആണെങ്കിൽ ഇൻഫോർമൽ. ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കാം. ആർഗ്യുമെന്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി കേട്ടോ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി ഫസ്റ്റ് ഫോർ നോക്കാം, അപ്പീൽ ടു പ്രോബബിലിറ്റി. ഓക്കെ, ഇത് നോക്കാം എന്താ പറയുന്നത് എക്സാമ്പിൾ വെച്ചാൽ നോക്കാം. ദിസ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ടേക്ക് സംതിങ് ഫോർ ഗ്രാൻഡ് ബിക്കോസ് ഇറ്റ് ഈസ് പോസിബിൾ പ്രോബബിൾ ആയിട്ടുള്ള ഒരു കേസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു നേരത്തെ ഡിറക്റ്റീവ് ജനറലിൽ നിന്ന് പർട്ടിക്കുലർ അല്ല, പർട്ടിക്കുലർ ആയിട്ടുള്ള കേസ് അല്ലേ. ഇവിടെ എന്താണ് ഐ സീ എ ഡാർക്ക് ക്ലൗഡ് അല്ലേ.
ഡാർക്ക് ക്ലൗഡ് കണ്ടു. ഡാർക്ക് ക്ലൗഡ് മീൻസ് റെയിൻ ആണ്. സോ ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ ഹിയർ ടുഡേ. ഓക്കെ, ഒരു പ്രോബബിൾ ആണ്, ഒരു ചാൻസ് ആണ്. ഇപ്പൊ നമുക്ക് സാധാരണ നമ്മൾ റെയിൻ്റെ കേസിൽ എന്താണ്, ഉം, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ടെന്നാണല്ലോ പറയാറ്. പക്ഷെ ഇവിടുത്തെ ഒരു കേസിൽ എന്താണ്, ഞാൻ ഡാർക്ക് ക്ലൗഡ് കണ്ടു. ഡാർക്ക് ക്ലൗഡ് ഒക്കെ പക്ഷെ എല്ലാവരും ഡാർക്ക് ക്ലൗഡും എന്താണ് മഴ കൊണ്ടു വന്നോന്നില്ല. അപ്പൊ ആ ഒരു ഞാൻ ഇവിടെ ഡാർക്ക് ക്ലൗഡ് കണ്ടുകൊണ്ട് ഇവിടെ എന്താണ് റെയിൻ പെയ്യാം, അങ്ങനെ പ്രോബബിലിറ്റി ഒരു കേസ് പറയുമ്പോൾ എന്താണ് അപ്പീൽ ടു പ്രോബബിലിറ്റി. പക്ഷെ എന്താണ് ഇവിടെ ഞാൻ മനഃപൂർവ്വം ഇതല്ല, പക്ഷെ എന്താണ്, പക്ഷെ ഒരു കേസിൽ എന്താണ്, പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു പ്രോബബിലിറ്റി ഒരു ഇതിലേക്ക് പോവാണ്. ഞാൻ അടുത്തത് മാസ്ക്ഡ് മാൻ ഫാലസി. ഓക്കെ, if the two things that are interchanged are identical, then the argument is assumed to be valid. Okay. So interchanged ഒക്കെ ഐഡന്റിക്കൽ ഇപ്പൊ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇപ്പം അറിയാം, സ്പൈഡർമാൻ അറിയാൻ പറ്റും അല്ലേ. സോ ഈ സ്പൈഡർമാൻ ആയിട്ട് വരുന്നതാണ് പീറ്റർ പാർക്ക് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ആണല്ലോ സ്പൈഡർമാൻ ആയിട്ട് വരുന്നത്. സോ ദ സിറ്റിസൺസ് ഓഫ് ന്യൂയോർക്ക് നോ ദ സ്പൈഡർമാൻ സേവ് ദർ സിറ്റി, ബട്ട് ദേ ഡോണ്ട് നോ ദ ബിഗർ പേക്കർ ഈസ് സ്പൈഡർമാൻ. ഓക്കെ, ദേ ഡോണ്ട് നെസസറിലി നോ. ഓക്കെ, സോ അവർക്ക് എന്താണ് സ്പൈഡർമാന് അവരെ സിറ്റി സേവ് ചെയ്തെന്ന് അറിയാം. ഓക്കെ, പക്ഷെ പീറ്റർ പാർക്കർ ആണ് സ്പൈഡർമാൻ എന്നുള്ളത് എന്താണ് അവർക്ക് അറിയില്ല. അങ്ങനെ ഒരു മാസ്ക്ഡ് മാൻ. ഓക്കെ, അതായത് ഇന്റർചേഞ്ച് ആയിട്ടുള്ള ഒരു സംഭവം. ഇപ്പൊ സ്പൈഡർമാനും പീറ്റർ പാർക്കും ഒരു സംഭവമാണ്, പക്ഷെ എന്താണ് അത് ആയതെന്നുള്ളത് അവർക്ക് ക്ലിയർ അല്ല. അതാണ് മാസ്ക്ഡ് മാൻ ഫാലസി. ഇനി നോൺ സിക്വിറ്റർ എന്ന് പറയുന്നത് സം അസൈഡ് കൺക്ലൂഷൻ ദാറ്റ് ഡസ് നോട്ട് ഫോളോ ഫ്രം ദ പ്രൊപ്പോസിഷൻ. സോ പ്രൊപ്പോസിഷൻ അല്ലാത്തൊരു കൺക്ലൂഷൻ എന്താ ചെയ്യുക, ഫോളോ ചെയ്യേണ്ട ഒരു കേസിൽ. അതിന് നല്ലൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. സോ പഞ്ചാബീസ് ആർ ഫ്രം ഇന്ത്യ, നമുക്ക് അറിയാൻ പറ്റും പഞ്ചാബീസ് എന്താണ് ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. മുകുന്ദ് ഈസ് നോട്ട് എ പഞ്ചാബി, ദർഫോർ ഈസ് നോട്ട് ഫ്രം ഇന്ത്യ. അങ്ങനെ പറയാൻ പറ്റുമല്ലോ നമുക്ക്. കാരണം എന്താണ്, പഞ്ചാബീസ് ഇന്ത്യയിൽ നിന്നുള്ളത് കറക്റ്റ് ആണ്, മുകുന്ദ് പഞ്ചാബി അല്ലാതും കറക്റ്റ് ആണ്. പക്ഷെ ഇങ്ങനെ ഒരു ദർഫോർ ഈസ് നോട്ട് ഫ്രം ഇന്ത്യ എന്ന് പറയാം. കാരണം മുകുന്ദ് എന്താണ് ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാവാം, അല്ലെങ്കിൽ എന്താണ് കന്നഡ കർണാടക ആവാം, കേരള ആവാം, വേറെ സൗത്ത് നിന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് ആവാം. പക്ഷെ ആ ഒരു കേസിൽ എന്താണ് പഞ്ചാബീസ് അപ്പൊ എന്താണ് ഇപ്പൊ ഇന്ത്യക്കാരെല്ലാവരും പഞ്ചാബീസ് ആണെങ്കിൽ മാത്രം ഈ ഒരു കേസ് ശരിയാവുള്ളൂ. പക്ഷെ എന്താണ് പഞ്ചാബീസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജസ്റ്റ് വരുന്ന വേറൊരു ജസ്റ്റ് ഒരു മൈനോറിറ്റി പോപ്പുലേഷൻ ആണല്ലോ. സോ ആ ഒരു കേസിൽ എന്താണ് ഇത് നോൺ സിക്വിറ്റർ ഫാലസി ആയിട്ട് വരും. ഇനി ബാഡ് റീസൺ ഫാലസി നോക്കാം. ഓക്കെ, ബാഡ് ആർഗ്യുമെന്റ് ലീഡ്സ് ടു ബാഡ് ആർഗ്യുമെന്റും ബാഡാണ്, അപ്പോൾ കൺക്ലൂഷൻ ബാഡാവും. യു ആർ അഫ്രേഡ് ഓഫ് ക്ലൗഡ് സോ യു ഡോണ്ട് ഫ്ലൈ. ഓക്കെ, എന്താണ് ഇപ്പോൾ ഒരാൾ ഇപ്പൊ പറക്കാത്ത കാരണം ഡിഫറെന്റ് ആയിട്ടുള്ള കാരണം ഉണ്ടാവും. അപ്പോൾ എന്താണ് ജസ്റ്റ് ബാഡ് ഇത് കൺക്ലൂഷൻ വരും. അപ്പൊ പറക്കാതാണ് അഫ്രേഡ് ഓഫ് ക്ലൗഡ്സിന് പേടിയായതുകൊണ്ട് പറക്കാന്നുള്ളൊരു ജസ്റ്റ് ഒരു ഇതിലേക്ക് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് ഇൻഫോർമൽ ഫാലസീസ് നോക്കുമ്പോൾ ഫോർമൽ ഫാലസീസ് നാലെണ്ണം പറഞ്ഞു. അപ്പീൽ ടു പ്രൊബബിലിറ്റി, മാസ്ക്ഡ് മാൻ, നോൺ സെക്യൂരിറ്റി, ബാഡ് റീസൺ. ഇനി ഇൻഫോർമൽ ഫാലസീസ് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ അതിൽ തന്നെ നമ്മൾ പറഞ്ഞു മൂന്നുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് വണ് ഫാലസീസ് ഓഫ് പ്രിസംഷൻ, ബേസ്ഡ് ഒരു അസംഷന്റെ ബേസ്, പ്രിസംഷൻ അല്ലെ ഒരു മുൻവിധി, ഒരു ധാരണന്റെ ബേസിൽ. ഓക്കെ, കോംപ്ലക്സ് അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ഫാലസി. നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ, ആർ യു ഗോയിങ് ടു ടെൽ മീ ദാറ്റ് യു ആർ മാഡ്, എന്നാൽ നിനക്ക് വട്ടാണെന്ന് നീ സമ്മതിക്കും. അപ്പൊ ഇതിന് യെസ് പറഞ്ഞാലും നോ പറഞ്ഞാലും എന്താണ് യെസ് ഓർ നോ ഓപ്ഷൻ ഉള്ളൂ. യെസ് പറഞ്ഞാൽ നോ പറഞ്ഞാൽ ഞാൻ മാഡ് എന്നുള്ളത് ഞാൻ അങ്ങനെ സമ്മതിക്കുന്ന ഒരു കേസാണ്. സോ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻ പറയുന്നത് ഇപ്പോൾ ആർ യു ഗോയിങ് ടു ടെൽ മീ ദാറ്റ് യു ആർ യു ഗോയിങ് ടു ടെൽ മീ ദാറ്റ് യു ആർ ഡൺ ദിസ് ക്രൈം. അവിടെ യെസ് പറഞ്ഞാൽ നോ പറഞ്ഞാൽ എന്താണ് ആ ക്രൈം ചെയ്ത് ആ ഒരു ആളെന്നുള്ളൊരു അർത്ഥം വരികയാണ്. ഇനി അടുത്തത് ആസ്കി ജനറലൈസേഷൻ ഫാലസി. ഓക്കെ, സോ ഇനി എന്താണ് എങ്ങനെ ജനറലൈസേഷൻ വരുന്ന കേസ് നോക്കാം. മൈ ഫ്രണ്ട് ഈറ്റ്സ് എ ലോട്ട് ഓഫ് ചിക്കൻ ആൻഡ് കോള. എൻ്റെ ഫ്രണ്ട് ധാരാളം ചിക്കൻ അതുപോലെ തന്നെ കോളയും കുടിക്കും. ഓക്കെ, കോള കുടിക്കും. സ്റ്റിൽ എന്താണ് അയാൾ ഹെൽത്തി ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ എന്താണ് ജനറലൈസ് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഇവിടെ എന്താണ് പർട്ടിക്കുലർ ആയി എന്താണ് ജനറലൈസ് ചെയ്യാണ്. ഇൻഡക്റ്റീവ് റീസണിങ് ആണ് അല്ലേ, പർട്ടിക്കുലർ ആയി എന്നുള്ളത് ജനറലൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഇറ്റ് മീൻസ് ദാറ്റ് ചിക്കൻ ആൻഡ് കോള മേക്സ് പീപ്പിൾ ഹെൽത്തി. ഇപ്പൊ ഇവിടുന്ന് ഞാൻ എന്താണ് ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാകും, അവർ ചിക്കൻ കഴിക്കുക നല്ലോണം കോള കഴിക്കും, എന്നിട്ട് എന്താണ്
അവർ ഹെൽത്തിയാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ചിക്കനും കോളയും കഴിക്കുന്നവരൊക്കെ ഹെൽത്തി ആണെന്നുള്ളത് ഞാൻ എൻ്റെ ഡിറൈവ് എടുക്കുകയാണ്. പക്ഷെ ജനറലി എന്താണ്, പക്ഷെ അവർ ഇതൊക്കെ കഴിക്കുന്ന ആളാണെങ്കിൽ അവർ ചിലപ്പോൾ അത്ര ഹെൽത്തി ആയിരിക്കാൻ കാരണം എന്താണ്? നല്ല വർക്കൗട്ട് ചെയ്തിട്ട് കലോറി ബേൺ ചെയ്തിട്ടും അതുപോലെ മറ്റുള്ള ലൈഫ് സ്റ്റൈലൊക്കെ നല്ലതായത് കൊണ്ടായിരിക്കും ഹെൽത്തി ആയിരിക്കുന്നത്. അപ്പോൾ പക്ഷെ എന്താണ്, ചിക്കനും കോളയും എന്താണ് നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ അത് ഹെൽത്തി ആയിട്ട് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ജനറലൈസ് ചെയ്യുന്നതാണ് ആസ്റ്റിക് ജനറലൈസേഷൻ ഫാലസി. ഇനി തേർഡ് വൺ, പ്രിസംപ്ഷൻ തേർഡ് വൺ വരുന്നത് ഫാലസി ഓഫ് ആക്സിഡന്റ്. ഓക്കെ, ദിസ് റിക്വയർമെന്റ് വൺ അപ്ലൈ ജനറൽ റൂൾ. ഓക്കെ, ഇവിടെ ഡിറക്റ്റീവിന്റെ ജനറൽ റൂൾ ടു പർട്ടിക്കുലർ. ഓക്കെ, നമുക്കറിയാൻ പറ്റും നോർമലി എന്താണ് ബേർഡ്സ്, ഇപ്പൊ ഞാൻ കണ്ട ബേർഡ്സ് ഒക്കെ എന്താണ് പറക്കുന്നുണ്ട്. ഓക്കെ, ജനറൽ റൂൾ പർട്ടിക്കുലർ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ കണ്ട ഇതൊക്കെ എന്താണ്, ഞാൻ കണ്ട ബേർഡ്സ് ഒക്കെ പറക്കുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു കേസിൽ ഞാനപ്പോൾ ഇത് ചെയ്യാണ് ബേർഡ്സ് ക്യാൻ ഫ്ലൈ എന്നുള്ളത്. ഓക്കെ, ഞാൻ കണ്ട ബേർഡ്, പക്ഷെ ഇവിടെ എന്താണ് പറക്കാത്ത ബേർഡ്സ് ഉണ്ട്. പെയിൻഗിന് പറക്കില്ല, ഓസ്ട്രിച്ച് പറക്കില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ആൾ ബേർഡ്സ് ക്യാൻ ഫ്ലൈ എന്ന് ഞാൻ പറഞ്ഞാൽ എന്താണ് ഫാലസി ഓഫ് ആക്സിഡന്റ്. അപ്പോൾ എന്താണ് ഇങ്ങനെ ജനറൽ റൂൾ പർട്ടിക്കുലർ വന്നിട്ട് അതിന് എക്സാമ്പിളാണ് ബേർഡ്സ് ക്യാൻ ഫ്ലൈ എന്നുള്ളത്. അങ്ങനെ പറക്കാത്ത ബേർഡ്സും ഉണ്ട്. ഇനി അടുത്ത എന്താണ് കോഷ്യൽ ഫാലസി. ഒരു കോസ് ഉണ്ടായിക്കാണ്ട് ഒരു ഇഫക്റ്റ്, ആ ഒരു കോസ് ആൻഡ് എഫക്റ്റ് വരുന്ന കേസിൽ ഇത് എന്താണ് ഒരു കോസ് എർഗോ പ്രോപ്ചർ ഹോക്ക് എന്നുള്ളൊരു ഇതും കൂടി പറയാം. എർഗോ പ്രോപ്ചർ ഹോക്ക് കോസിൽ നിന്ന് അറിഞ്ഞാൽ മതിയാവും. ചില കേസിൽ ചിലപ്പോൾ ചോദിക്കുക ഈ കോസിൽ ഫാലസി എർഗോ പ്രോപ്ചർ ഹോക്കും സെയിം ആണ്. ദെർഫോർ ബിക്കോസ് ഓഫ് ദിസ് എന്നാണ് ഇത്. കാരണം എന്താണ് നമുക്ക് ജസ്റ്റ് നോക്കാം. ആദ്യത്തെ ഒരു രണ്ട് സബ് ഡിവിഷൻ ആയിട്ട് പറയാം. പോസ്റ്റ് ഹോക്ക് ആഫ്റ്റർ ദിസ്. ഇപ്പോൾ എ ഹാപ്പൻഡ് ആൻഡ് ദെൻ ബി ഹാപ്പൻഡ്, സോ എ മസ്റ്റ് കോസ് ബി. ഓക്കെ, സോ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ എ ഹാപ്പൻഡ് ദെൻ ബി ഹാപ്പൻ, സോ എ മസ്റ്റ്. ഇപ്പൊ പോസ്റ്റ് ഹോക്ക് ആഫ്റ്റർ ദി കോസിൽ ഫാലസി. ഇപ്പൊ നല്ല എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു മൊബൈല് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് യൂസ് ചെയ്യാൻ കൊടുത്തിരുന്നു. ഓക്കെ, ദെൻ എന്താണ് അപ്പൊ കൊടുത്തിരുന്നു. പിന്നെ ഞാൻ ആ ഫോൺ എടുത്ത് നോക്കിയ ഫോൺ എന്താണ് ഓൺ ആവുന്നില്ല. അപ്പൊ ഞാൻ പറയാണ് എന്താണ് എൻ്റെ ഫ്രണ്ടാണ് ആ ഫോൺ കേട് വരുത്തിയത്. പക്ഷെ എന്താണ് എ ആപ്പൻ ചെയ്ത് ബി ആപ്പൻ, സോ എ മസ്റ്റ് കോസ്. പക്ഷെ ഇൻ ബിറ്റ്വീൻ എന്താണ് വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് ഫോൺ കേടായതാവാം, അല്ലെങ്കിൽ എന്താണ് ചാർജ് കഴിഞ്ഞതാവാം, അല്ലെങ്കിൽ എന്താണ് ഇൻ ബിറ്റ്വീൻ വേറെ ആരെങ്കിലും അത് യൂസ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഇവിടെ എന്താണ് ഞാൻ കണ്ടപ്പോൾ എ ഹാപ്പൻഡ് ദെൻ ബി ഹാപ്പൻഡ്, സോ എ മസ്റ്റ് കോസ് ബി എന്നുള്ളതാണ് ഞാൻ ഡിറൈവ് ചെയ്യണം. അത്തരത്തിലാണ് ഒരു കോസ് ആൻഡ് എഫക്റ്റ് കോസൽ ഫാലസി എന്നുള്ളതിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ തന്നെ കോസൽ ഫാലസിയിൽ വേറൊരു സബ് ടൈപ്പായിട്ട് പറയാം കം ഹോക്ക് വിത്ത് ദിസ്. എന്താണ് ആർഗ്യുമെന്റ് കണക്ട്സ് ടു ഇവന്റ്സ് ദാറ്റ് ഹാപ്പൻ സൈമൾട്ടേനിയസ്ലി ആൻഡ് അസ്യൂം ദാറ്റ് വൺ കോസ്ഡ് ദ അതർ. അതായത് ഒന്ന് രണ്ടും ഒരുമിച്ച് സംഭവിക്കാം, ഒന്ന് മറ്റൊന്ന് സംഭവിച്ചുള്ള ഒരു കേസ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്, ഹോസ്പിറ്റൽ ആർ ഫുൾ ഓഫ് സിക്ക് പീപ്പിൾ. അതായത് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എന്താണ് ഹോസ്പിറ്റലിലുള്ളത് ഫുള്ള് സിക്കുള്ള പീപ്പിൾ. അപ്പോൾ ഞാൻ പറയുകയാണെന്നാണ് ഹോസ്പിറ്റൽസ് മേക്ക് പീപ്പിൾ സിക്ക്. അതായത് എന്താണ് ഹോസ്പിറ്റൽ എന്താണ് രോഗികൾ ഉണ്ടാക്കുന്നു. പക്ഷെ ഇതെന്താണ് സൈമൺ ഇപ്പോൾ ഹോസ്പിറ്റലിൽ സിക്ക് പീപ്പിൾ ഉണ്ടാവുന്ന എന്താണ് ആൾക്കാരോട് ക്യൂർ ചെയ്യാൻ വേണ്ടി പോവാണ്. അല്ലാതെ ഹോസ്പിറ്റലിൽ സിക്ക് പീപ്പിൾ ചിലപ്പോൾ റെയർ ആയിട്ട് വരാം, ചില ആൾക്ക് അവിടെ പോകുമ്പോൾ അസുഖം വരാം. പക്ഷെ എന്താണ് ഹോസ്പിറ്റലിൽ സിക്ക് പീപ്പിൾ കണ്ടെന്ന് വെച്ച് ഹോസ്പിറ്റലിലെ സിക്ക് എന്താണ് അത് കം ഹോക്ക് വിത്ത് ദിസ് ഫാലസിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇനി എന്താണ് സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി, ക്യാമൽ നോസ് അല്ലെ, ക്യാമൽ നോസ്. സോ സ്ലിപ്പറി സ്ലോപ്പ്, സോ ഇതിന് ഇപ്പൊ ക്യാമൽ നോസ് പേര് ഇത് വരാൻ കാരണം എന്താണ്, ഒരു കഥയായിട്ട് പറയുന്നത് എന്താണ് സ്ലിപ്പറി സ്ലോപ്പ്. ഇതിന് ക്യാമൽ നോസും കൂടി പറയാൻ കാരണം ഇപ്പോൾ ഒട്ടകത്തിന് സ്ഥലം കൊടുത്തു എന്നൊക്കെ പറയില്ല. ഇപ്പോൾ ഒരു അറബി ഒട്ടകം പോകുമ്പോൾ അറബി ടെന്റിൽ വിശ്രമിക്കുമ്പോൾ ഒട്ടകം ഫസ്റ്റ് എന്താണ് നോസ് ടെന്റിനുള്ളിൽ കിട്ടും. അപ്പോൾ ഇയാൾ കരുതി എന്താണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ന്യൂസ് ഇട്ടു, പിന്നെന്ത് ചെയ്യും അത് തലയിടും, പിന്നെന്ത് ചെയ്യും അതിന്റെ ബാക്കിയുള്ള കാല് ഇത് അങ്ങനെ ഫുള്ള് ഒട്ടകം ഫുള്ള് അതിൻ്റെ ഇത് ഒക്കുപ്പ് ചെയ്യുന്ന ഒരു കേസും. അതാണ് സ്ലിപ്പറി സ്ലോപ്പ് അല്ലെങ്കിൽ ക്യാമൽ നോസ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് എന്താണ് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ വൈഫ് അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റർ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് എനിക്കൊരു സൈക്കിൾ വാങ്ങിത്തരുമോ അല്ലെങ്കിൽ അപ്പോൾ വേറെ എൻ്റെ ഒരു ഫ്രണ്ട് പറയാണ് അവൾ ഇന്നൊരു സൈക്കിൾ ചോദിച്ചു, നാളെ ഒരു ഹെലികോപ്റ്റർ അവൾ ചോദിക്കാം. ഒരിക്കലും അങ്ങനെ ഇപ്പൊ ഈ ഒരു സൈക്കിൾ ഒരു ആവശ്യമാണ്, സൈക്കിൾ ചോദിച്ചാൽ അപ്പൊ അപ്പൊ അത്രയും അങ്ങോട്ട് അത്ര അത്ര വരെ ഇപ്പൊ ക്യാമൽ ന്യൂസ് പറയേണ്ട അതാണ് എന്താണ് സ്ലിപ്പറി സ്ലോപ്പ് അല്ലെ. ക്യാമൽ നോസ്, അതായത് ക്യാമലിന് ജസ്റ്റ് നോസ് വെക്കാൻ സ്ഥലം കൊടുത്ത് തണുപ്പിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രാത്രി ഡെസേർട്ടിൽ തണുപ്പിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോസ് വെക്കാൻ സ്ഥലം കൊടുത്താൽ ക്യാമൽ മൊത്തം എൻ്റെ അകത്തേക്ക് വരുന്നുള്ള കൺസെപ്റ്റിൽ നിന്നാണ് ഒരു ഇത് സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി. ഓക്കെ, ഇനി അടുത്താണ് ആൻഡ് യു ടു വാട്ട് അബൌട്ടറി ഫാലസി എന്ന് പറയുന്നത്. ഓക്കെ, ടോക്യൂ എന്നുള്ള ടോക്യൂ അതൊക്കെ ഇത്
ഗ്രീക്ക് വേർഡ് ഗ്രീക്ക് ആൻഡ് യൂട്യൂബ് എന്നൊരു അർത്ഥം കൂടിയുള്ളതാണ്. ഓക്കെ, ലുക്ക് ഹൂ ഈസ് ടാക്കിംഗ്, ആരെ പറയുന്നത് നോക്കുക അറിയില്ല. ലുക്ക് ഹൂ ഈസ് ടാക്കിംഗ്, ഇപ്പൊ ഇതിന് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഇപ്പോഴത്തെ ജനറേഷൻ പ്രത്യേകിച്ച് പറയാറുണ്ടല്ലേ, ഡാഡിനെ അല്ലെങ്കിൽ ഫാദറിന് എന്നെ സ്മോക്ക് ചെയ്യുന്നതിന് ഉപദേശിക്കാൻ എന്താ അർഹതയുള്ളത്? കാരണം ഫാദറിന്റെ കോളേജ് ടൈമിൽ നിങ്ങളും നല്ലോണം സ്മോക്ക് ചെയ്തിരുന്നത് എനിക്കറിയാം. ഓക്കെ, സോ ഇവിടെ എന്താണ് ഈ ഒരു കേസിൽ എന്താണ് ഇപ്പോൾ ചിലപ്പോൾ ഫാദർ ആ ഒരു ടൈമിൽ സ്മോക്ക് ചെയ്തിരിക്കുമ്പോൾ നിർത്തിയിരിക്കാം. ഓക്കെ, സോ ആ ഒരു കേസിൽ എന്താണ് ലുക്ക് ഹൂ ഈസ് ടാക്കിംഗ് എന്ന് വെച്ചിട്ട് ഇപ്പൊ നല്ലൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ എന്താണ്, ഇപ്പൊ കള്ള് കുടിക്കരുത് സ്മോക്ക് ചെയ്ത് പറയുമ്പോൾ എന്താ, നീയും ഇത് ചെയ്തിരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ മുന്നേ ഇത് ചെയ്തിരുന്ന ഇത് പറഞ്ഞിട്ട് എന്താണ്, അത് അത്തരം ഫാലസീസ് ആണ് എന്താണ് ടോക്യൂ ഫാലസി ആണ് യൂട്യൂബ് വാട്ടബിലിറ്ററി ഫാലസി. ഓക്കെ, ഇനി അപ്പീൽ ടു ഇഗ്നോറൻസ്, ആർഗുമെന്റ് ആഡ് ഇഗ്നോറന്റിയം എന്ന് പറയാം. ഓക്കെ, സമ്മൺ ക്ലെയിംസ് എ പ്രപ്പോസിഷൻ ഇറ്റ് ഈസ് ട്രൂ ബിക്കോസ് ഇറ്റ് ഹാസ് ബീൻ പ്രൂവൺ ഫാൾസ്. ഓക്കെ, ഇത് ട്രൂ ആവാൻ കാരണം എന്താണ്, അത് ഫാൾസ് ആന്ന് പ്രൂവ് ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെ രണ്ട് കേസസ് വരാം. അതുപോലെ ഫാൾസ് ആന്ന് ബിലീവ് ചെയ്യാൻ കാരണം ട്രൂ ആന്ന് പ്രൂവ് ചെയ്തിട്ടില്ല. ഓക്കെ, അതിനാണ് അപ്പീൽ ടു ഇഗ്നോറൻസ്. ഇത് എക്സാം നല്ല വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പീൽ ടു ഇഗ്നോറൻസ് ഇതിനെ തന്നെയാണ് ആർഗുമെന്റം അഡ് ഇഗ്നോറന്റിയം എന്നും പറയുന്നത്. ഓക്കെ, ആർഗുമെന്റ് അഡ് ഇഗ്നോറന്റിയം. ഓക്കെ, അപ്പീൽ ടു ഇഗ്നോറൻസ്. ഓക്കെ, സോ ഇതിനൊരു എക്സാമ്പിള് ഇപ്പൊ ഗോസ്റ്റിന്റെ കേസ്, ഈ ബിൽഡിംഗ് ഒരു ഗോസ്റ്റ് ഉണ്ടെന്ന് പറയാണ്. അതിന് കാരണം പറയുന്നത് എന്താണ്, ഗോസ്റ്റ് ഇല്ലാന്ന് ഇപ്പൊ, അതായത് അല്ലെങ്കിൽ ബിൽഡിംഗ് ഇവിടെ എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ പ്രേതകഥകളൊക്കെ പറയാം. അപ്പൊ അതാണ് ഇപ്പൊ ഈ ഗോസ്റ്റ് എക്സിസ്റ്റ് ആണ്, കാരണം ഗോസ്റ്റ് ഇല്ല എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടില്ല. സോ അത് ഇതിന് ഒരു ഫാലസി. അപ്പൊ പക്ഷെ അതെന്താണ് പ്രൂവ് ചെയ്തൊരു കാര്യം, ഒരു ഫാൾസ് ആയ കാര്യം എന്താണ് ഈ പ്രൂവ് ചെയ്യാത്തോണ്ട് എന്താണ് ട്രൂ എന്ന് പറയാം. ഇനി അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ ട്രൂ എന്ന് പ്രൂവ് ചെയ്യാത്തതുകൊണ്ട് എന്താണ് ഫാൾസ് എന്നായിട്ട് പറയാം. ഇപ്പൊ ഗോഡിന്റെ കേസിൽ. ഓക്കെ, അതായത് ദൈവം ഉണ്ടെന്ന്, ദർ ഇസ് നോ പ്രൂഫ് ദാറ്റ് ഗോഡ് എക്സിസ്റ്റ്, ദെർഫോർ ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, എന്താണ് ദൈവം ഉണ്ടെന്ന് പ്രൂഫ് ഇല്ല, അതുകൊണ്ട് എന്താണ് ദൈവം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കേസ് പറയാം. ഇനി സർക്കുലർ ആർഗ്യുമെന്റ്. ഓക്കെ, ഇത് നല്ല എക്സാമിക്ക് വരുന്നത് ബെഗിങ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞില്ലേ, പറഞ്ഞുകൊണ്ട് ഇനീഷ്യലായിട്ട് ഇങ്ങനെ സർക്കുലർ, അതാണ് സർക്കുലർ. ഇത് കൺക്ലൂഷൻ ഓഫ് ആർഗ്യുമെന്റ് യൂസ്ഡ് ആസ് എവിഡൻസ് ടു സപ്പോർട്ട്, അതായത് കൺക്ലൂഷനിലേക്ക് എത്തിയാലും ഫസ്റ്റ് തുടങ്ങിയ എവിഡൻസ് വെച്ചിങ്ങനെ, അതായത് റിപ്പീറ്റിംഗ് ദ ഇനീഷ്യൽ ആർഗ്യുമെന്റ് അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ആ ഒരു കേസാണ് സർക്കുലർ ആർഗ്യുമെന്റ് ബെഗിൻ ദ ക്വസ്റ്റ്യൻ എന്ന് പറയാം. അതായത് നമ്മൾ തന്നെ എന്താണ് അത് ഇപ്പൊ ഒരു ഐഫോൺ യൂസർ പറയുകയാണ് എന്താണ് ആപ്പിൾ ഐഫോൺ ആണ് ഏറ്റവും നല്ലത്, കാരണം അതിന് കവച്ച് വെക്കുന്ന വേറെ ഫോൺ ഇല്ല എന്നുള്ളത്. ഓക്കെ, കാരണം അത് നല്ലതെന്നുള്ളത് അത് തന്നെ അത് നല്ലതാണ്, കാരണം അതിന് കവച്ച് വെക്കുന്ന വേറെ സ്മാർട്ട് ഫോൺ ഇല്ല എന്നുള്ള കേസ്. ഓക്കെ, ഇവിടെ എന്താണ് വേറെ ഒരു എക്സാമ്പിൾ എന്താണ്, ദ പ്രസിഡന്റ് ഓഫ് USA ഈസ് എ ഗുഡ് ലീഡർ ബിക്കോസ് ദേ ആർ ദ ലീഡർ ഓഫ് ദ US. ഓക്കെ, പ്രസിഡന്റ് ഓഫ് US നല്ല ലീഡറാണ്, കാരണം എന്താണ് USA ലീഡർ ആയതുകൊണ്ടെന്ന്. ഇവിടെ ഒരു സർക്കുലറിൽ സംഭവം വരില്ലേ, അതായത് USA ലീഡർ എന്താണ് ഗുഡ്, അങ്ങനെ USA ഇത് പ്രസിഡന്റ് നല്ല ആളാവാൻ കാരണം എന്താണ്, അയാൾ USA പ്രസിഡന്റ് ആയതുകൊണ്ട്. ഒരു ഇല്ലോജിക്കലായ സംഭവമാണ് അല്ലേ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഫാൾസ് ഡിലേമ. ഓക്കെ, someone present their argument such a way that there are only two possible option. ഓക്കെ, സോ ഫാൾസ് ഡിലേമ പറയുന്നതാണ് രണ്ട് പോസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രം നമുക്ക് തരുന്നു അല്ലേ. ജസ്റ്റ് നോക്ക്, ഇപ്പൊ വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്ടീസ് ഉണ്ടാവും അല്ലേ. CPM, കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവും, ഇനി കോൺഗ്രസ് ഉണ്ടാവും, BJP, അങ്ങനെ ഡിഫറെന്റ് പാർട്ടീസ് ഉണ്ടാവും. അപ്പൊ ഇവിടുത്തെ ഒരു കേസിൽ പറയാണ്, ഇഫ് യു ഡോണ്ട് വോട്ട് ഫോർ ദിസ് കാൻഡിഡേറ്റ് യു മസ്റ്റ് ബി എ കമ്മ്യൂണിസ്റ്റ് എന്ന്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് നമുക്ക് രണ്ട് ഓപ്ഷൻ തരുന്നുള്ളൂ, ഒന്നെങ്കിൽ ഇയാൾക്ക് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള അംഗീകാരം. പക്ഷെ ഞാൻ വേറൊരു പാർട്ടിക്കാരനാവാം, ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് മാത്രമല്ല, എനിക്ക് ആ ഒരു ഐഡിയോളജി ഇഷ്ടമല്ലാത്തത് കൊണ്ട് മാത്രം. അപ്പൊ എന്താണ് ഇയാൾക്ക് അവർ ഫാൾസ് ഡിലേമയ്ക്ക് എത്താണ്, അപ്പൊ ഇയാൾക്ക് വോട്ട് ചെയ്തില്ല ഇനി എന്നാ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് അതിന്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇനി ഫാലസീസ് ഓഫ് ആംബിഗ്വിറ്റി ഉണ്ട്. ഓക്കെ, ലാക്ക് ഓഫ് ക്ലാരിറ്റി അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയില്ല ആംബിഗ്വിറ്റി എന്ന് അറിയില്ലേ, ക്ലാരിറ്റി മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ മൂലം ഉണ്ടാവുന്ന ഫാലസീസ്. ഓക്കെ, സോ ഇത്തരം ഫാലസീസ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും എന്താ ചെയ്യുക അറിഞ്ഞിരിക്കട്ടോ. ആക്സെന്റ്, ഇപ്പൊ നമ്മളെ ആക്സെന്റിൽ നിന്നും വരാം. അതിന് എക്സാമ്പിള്, ഐ ഡിഡിൻ ടേക്ക് ദ ടെസ്റ്റ് യെസ്റ്റർഡേ. ഓക്കെ, സോ ഞാൻ ഇന്നലെ ടെസ്റ്റ് എടുത്തില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്, ഞാൻ ചിലപ്പം വേറൊരു ദിവസം എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താണ്
വേറെ ആരെങ്കിലും വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ആ ഒരു ഇത് കേസ് അപ്പൊ ഈ ഒരു ആക്സന്റിൽ നിന്ന് മനസ്സിലാവാണ്. അപ്പൊ ആക്സെന്റ് മാറുന്നതനുസരിച്ച് അതിന് എന്താണ് മീനിങ് മാറുമ്പോൾ അതാണ് ആക്സെന്റ് ഫാലസി. ഇനി ഇക്വവക്കേഷൻ ഫാലസി. ഓക്കെ, സോ വി ആർ യൂസിങ് മൾട്ടിപ്പിൾ ടൈംസ് വിത്ത് ഡിഫറെന്റ് മീനിങ്. ഓക്കെ, സോ സെയിം വേർഡ് എന്താണ് ഡിഫറെന്റ് മീനിങ്ങിനായിട്ട് യൂസ് ചെയ്യും. ഇപ്പൊ ഇതിന് എക്സാമ്പിൾ ആയിട്ട് ബാർക്ക് എന്നുള്ള വേർഡ്. ഓക്കെ, ട്രീ ആസ് ബാർക്ക്. ഇപ്പൊ ട്രീന്റെ ബാർക്ക് എന്ന് പറയുന്നത് ട്രീന്റെ തൊലി എന്നുള്ള ഒരു അർത്ഥമാണ്. ഇപ്പൊ ഡോഗ്സ് ബാർക്ക് ഡോഗ്സ് എന്നാണ് കുരക്കുക എന്നുള്ളൊരു ബാർക്കാണ്. അപ്പൊ രണ്ട് ബാർക്ക് ഡിഫറെന്റ് ആണ്. സോ ഡോഗ് ഈസ് എ ട്രീ എന്നുള്ളത്. ഓക്കെ, സോ ട്രീ ആസ് ബാർക്ക്, ഡോഗ്സ് ബാർക്ക്, സോ ഡോഗ് ഈസ്. ഇതെന്താ അട്ടർ ഫുളിഷ്നെസ് നമുക്ക് അറിയാം അല്ലെ. രണ്ട് ബാർക്കും ഡിഫറെന്റ് ആണ്. അങ്ങനത്തെ ഒരു ഇതിന് എന്താണ് ഇക്വോക്കേഷൻ ഫാലസി എന്നുള്ളത് പറയാം. ഇനി ആംഫിബോൾ ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറയുന്നത് ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇക്വോക്കേഷൻ്റെ ഒരു സബ്ഡിഷൻ ആയിട്ട് തന്നെ പറയാൻ പറ്റും. ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇത് പറയുന്നത് അതിന് എക്സാമ്പിൾ എന്താണ് സേവ് സോപ്പ് ആൻഡ് വേസ്റ്റ് പേപ്പർ. ഓക്കെ, സോ ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്താണ് സേവ് സോപ്പ് ആൻഡ് വേസ്റ്റ് പേപ്പർ എന്നാവാം അല്ലേ. അതായത് ഒരു ഇത് വെക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യാൻ പോകുമ്പോഴുള്ള വേസ്റ്റ് പേപ്പറും അതുപോലെ തന്നെ സോപ്പും വെച്ചിട്ടുണ്ടാവും. അപ്പൊ രണ്ടും സേവ് ചെയ്യണം. പക്ഷെ ഇവിടെ തന്നെ ഗ്രാമാറ്റിക്കലി പ്രോബ്ലം വന്നു. അപ്പൊ സേവ് സോപ്പ് ആൻഡ് വേസ്റ്റ് പേപ്പർ എന്നാവും. അല്ലെങ്കിൽ അപ്പൊ ഇവിടെ ഒരു കോമന്റ് ഒക്കെ ഒരു പ്രശ്നമാവും അല്ലെ, സേവ് സോപ്പ് ആൻഡ് സേവ് വേസ്റ്റ്. പക്ഷെ ഇവിടെ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് പക്ഷെ പെട്ടെന്ന് മീനിങ് എന്ന് കിട്ടാം. സോപ്പ് സേവ് ചെയ്യണം, പേപ്പർ വേസ്റ്റ് ചെയ്യണം. ആ ഒരു മീനിങ് ആയില്ലേ. ഇനി അടുത്തെന്താണ് സ്ട്രോമാൻ ഫാലസി. ഓക്കെ, ഇതും എക്സാം വന്നിട്ടുണ്ടോ സ്ട്രോമാൻ ഫാലസി. സോ ഇതെന്താണ് സമ്മൺ മിസ്റെപ്രസെന്റ് ചെയ്യുക അനൊപ്പൻ ആർഗ്യുമെന്റ് ബൈ. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക മിസ്റെപ്രസെന്റ് ചെയ്യുക, നമ്മൾ വളച്ചൊടിക്കാറില്ലേ. ഒന്നെങ്കിൽ ഓവർ സിംപ്ലിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സാഗ്രേറ്റ് ചെയ്തിട്ട് അല്ലേ. ഒരു സ്ട്രോമാൻ ഫാലസി അല്ലേ. സ്ട്രോമാൻ ഇപ്പോൾ എന്താണ് സ്ട്രോ വളഞ്ഞിട്ട് എടുക്കാം. നമ്മൾ വളച്ചൊടിക്കുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തുക സ്ട്രോമാൻ അല്ലേ. ഒന്നെങ്കിൽ എന്ത് ചെയ്യും സിംപ്ലിഫൈ ചെയ്യും, ഇപ്പോൾ ഒരാൾ പറഞ്ഞ കാര്യം സിംപ്ലിഫൈ, അല്ലെങ്കിൽ എന്ത് ചെയ്യും എക്സാഗ്രേറ്റ് ചെയ്യും. അതിന് എക്സാമ്പിൾ ആയിട്ട് എന്താണ് വൈ ആർ യു ഡിനൈങ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് എക്സിസ്റ്റ്. വൈ ആർ യു ഡിനൈങ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് എക്സിസ്റ്റ്. വൈ ആർ യു ഡിനൈങ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് ഡിനൈ ചെയ്യാൻ കാരണം എന്താണെന്നുള്ളത് ചോദിക്കുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ ഒരു കേസ് ചിലപ്പോൾ ഒരാൾ പറഞ്ഞിരിക്കാം എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അയാൾ പറഞ്ഞ അപ്പോൾ അത് എന്താണ് അപ്പോൾ അത് വളച്ചൊടിച്ച് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് ലാസ്റ്റ് ക്ലൈമറ്റ് അല്ലെങ്കിൽ എയർ പൊല്യൂഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ പറയാത്തൊരു കാര്യം എന്താണ് വളച്ചൊടിച്ചിട്ട് എന്താണ് ഒന്നെങ്കിൽ എക്സാഗ്രേറ്റ് അല്ലെങ്കിൽ ഓവർ സിംപ്ലിഫൈ. ആ ഒരു കേസിലാണ് സ്ട്രോമാൻ ഫാലസി പറയുന്നത്. ഓക്കെ, വളരെ സ്പീഡിലായിട്ട് പോകുന്ന ഡൗട്ടിനെ ചോദിക്കണം. പിന്നെ ഫാലസി ഓഫ് കമ്പോസിഷൻ. ഓക്കെ, ദിസ് കാർ ഇതെന്താണ് കോമ്പോസിഷൻ. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിക്കാണ്ട് നമുക്ക് ഉണ്ടാക്കും. ഇപ്പൊ ഒരു കാറ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇൻഡ്യൂൽ പാർട്സ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഈ കാർ ലൈറ്റ് വെയിറ്റ് ആണ്. അത് നമുക്കറിയാം അത് ഫുളിഷ്നെസ് ആണ്. കാരണം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ വെച്ച് ഉണ്ടാക്കിയിട്ട് ലൈറ്റ് വെയിറ്റ് ആയി അങ്ങനെ കൂടി 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 ആ കാർ എന്തായിട്ടുണ്ടാവും വെയിറ്റഡ് ആയിട്ടുണ്ടാവും. ഇനി ഫാലസി ഓഫ് ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ് കോമ്പോസിഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, സോ ഇതിന് എക്സാമ്പിൾ ആയിട്ട് നോക്കാം. അരുണിമ ഈസ് ആൻ എംപ്ലോയി ഓഫ് ഗൂഗിൾ, ഷീ മസ്റ്റ് ബി ആൻ ഇൻഫ്ലുവൻഷ്യൽ ഇൻഡിവിജ്വൽ. ഓക്കെ, ഗൂഗിൾ എന്ന് പറയുന്ന ഒരു കമ്പനി എന്താണ് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ എന്താണ് ഇൻഫ്ലുവൻസിങ് കമ്പനിയാണ്. ആ ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ സ്റ്റാഫായ അരുണിമ എന്തായിരിക്കും അതുപോലെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാന്നുള്ളത് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടുന്ന് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇഞ്ചിൽ പാട്ട ലൈറ്റ് വെയിറ്റ് ആണെങ്കിൽ ഇത് ഓവറോൾ കാർ ലൈറ്റ് വെയിറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഇതും അതേപോലെ തന്നെയാണ്. ഒരു കമ്പനി ഭയങ്കര ഇൻഫ്ലുവൻസ് അടുത്തൊരു ഓരോ ഇൻഡിവിജ്വൽ ഇൻഫ്ലുവൻസ് ആണെന്ന് ഇല്ല. ഓക്കെ, ഇനി ഫാലസീസ് ഓഫ് റെലവൻസ് ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് രണ്ട് ദിവസം കൂടി ഡിസ്കസ് ചെയ്തിട്ട് നിർത്താം. ഓക്കെ, സോ ഫാലസീസ് ഓഫ് റെലവൻസ്. ഓക്കെ, ഇറലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വരുന്ന ഫാലസീസ് ഓഫ് റെലവൻസ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താണ് ഇമോഷൻസ് ലോജിക്കലി എന്താണ് ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അതിലെന്താണ് അപ്പീൽ ടു അതോറിറ്റി അല്ലേ. സോ എക്സാമ്പിൾ ആയിട്ട് എന്താണ് വിരാട് കോഹ്ലി ബൂസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സച്ചിൻ ബൂസ്റ്റിനെ കുറിച്ച് ഇപ്പോൾ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഒരു അതോറിറ്റേറിയൻ പവർ ഒരാൾ ഒരു അഡ്വർടൈസ്മെന്റ് ഇതൊക്കെ ഇതിൽ മെയിൻ ആയിട്ട് വരില്ല. അപ്പൊ അങ്ങനത്തെ ഒരാൾ എന്താണ് ഒരു ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയണം എന്താണ് വിരാട് കോഹ്ലി പറഞ്ഞല്ലോ ബൂസ്റ്റ് നല്ലതാണ്, അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞല്ലോ കൊക്കക്കോള കുടിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു അതോറിറ്റേറിയൻ പവറുള്ള ഒരാൾ എന്താണ്
ഒരു അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്താൽ അല്ലെങ്കിൽ ഒരു കാര്യം ഇത് പബ്ലിക് പറഞ്ഞാൽ അത് എന്താണ് ഇവ സയന്റിഫിക്കലി ഒരു പ്രൂവൺ അല്ലെങ്കിൽ എന്താണ് അത് നമ്മൾ ഇതായിട്ട് എടുക്കുന്നതാണ് അപ്പീൽ ടു അതോറിറ്റി. ഇനി പോപ്പുലർ ഒപ്പീനിയൻ ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ പുഷ്പ 2 മൂവി റിലീസായി അല്ലേ. അപ്പൊ പോപ്പുലർ ഒപ്പീനിയന് വരികയാണ് അതൊരു ഗുഡ് മൂവിയാണ്, അത് നല്ല ഒരു മൂവിയാണ് പുഷ്പ. അപ്പൊ ആ ഒരു പോപ്പുലർ ഒപ്പീനിയന് വരുമ്പോൾ എന്താണ് അത് നമ്മളെന്താണ് എല്ലാവരും പറയുന്നുണ്ട് അപ്പൊ അത് നല്ല മൂവി ആയിരിക്കും. പക്ഷെ എല്ലാവരും അപ്പൊ നല്ല പക്ഷെ എന്താണ് പോപ്പുലർ ആയിട്ട് നല്ല മൂവി ആയിരിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ടേസ്റ്റിന് കപ്പ് ഓഫ് ടീ ആയില്ല എന്നിരിക്കാം. നീ അറ്റാക്കിങ് ദ പേഴ്സൺ അല്ലേ, ഒരാൾ അറ്റാക്ക് ചെയ്യുക, അതായത് അയാളെ ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു ഇതിന് ജസ്റ്റ് ഒരു സാമ്യമില്ല, അതായത് ആരെ പറയാ യൂട്യൂബ് ഫലസിക അല്ലേ ടൊർക്ക്. അപ്പൊ അതിന് എന്താണ് ഇപ്പൊ ഇവിടെ അങ്ങനെ തന്നെ ഇപ്പോൾ ഡോണ്ട് ലിസൺ ടു പി എം ആർഗ്യുമെന്റ്സ്. അപ്പോൾ പി എം എന്താണ് എഡ്യൂക്കേഷനെ കുറിച്ച് ഒരു സ്പീച്ച് ഇത് ആർഗ്യുമെന്റ് തരാം. അപ്പം എന്താണ് അതിന് ലിസൺ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം പി എമ്മിന് എന്താണ് ഈവൻ ഫിനിഷ് ഗ്രാജുവേഷൻ കൂടി ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനത്തെ ഒരാൾ. പക്ഷെ എന്താണ് ആ പേഴ്സണെ അറ്റാക്ക് ചെയ്യാം, പക്ഷെ എന്താണ് പറയുന്ന കാര്യം നല്ലതാണ് ആകാതെ നോക്കാതെ അയാളെന്ന് അറ്റാക്ക് ചെയ്യാം. പിന്നെ എന്താണ് ബാൻഡ് വാഗൺ ഫാലസി. ഓക്കെ, ഓവറോൾ ജനറലൈസ് ചെയ്യുക അല്ലേ. എവരി വൺ ഈസ് ഗോയിങ് ടു വാച്ച് എ ക്രിക്കറ്റ് മാച്ച് ടുമോറോ. ഓക്കെ, സോ ഇവിടെ എന്താണ് എവരി വൺ എന്നുള്ളത് എന്താണ് എല്ലാവരും പോയിക്കോണമെന്നില്ല, പോകാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ നമുക്ക് അറിയുന്ന ഒരു 10 ആൾ പോകുന്നത് എവരി വൺ ഈസ് ഗോയിങ് ടു വാച്ച് ക്രിക്കറ്റ് മാച്ച് ടുമോറോ എന്നുള്ളതിന് ബാൻഡ് വാഗൺ ഫാലസി എന്നുള്ളതിന് എക്സാമ്പിൾ. ഓക്കെ, ഇനി ഗാംബ്ലർ ഫാലസി. നമുക്കറിയാം ഗാംബ്ലർ അല്ലെ ചൂതാട്ടം എന്നൊക്കെ പറയുന്നത് ഗാംബ്ലർ. ഓക്കെ, ഇപ്പൊ പ്രോബബിലിറ്റി ഇപ്പൊ നമുക്ക് ഹെഡും ടൈലും ഒക്കെ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡും ടൈലും കിട്ടും. അതുപോലെ ഡൈസ് ടോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും 1 2 3 4 അങ്ങനെ വരാം അല്ലേ. അപ്പൊ ഞാൻ 3 വട്ടം ടോസ് ചെയ്തപ്പോ എന്താണ് 3 ഹെഡ് ഫ്ലിപ്പ് ചെയ്തപ്പോ കിട്ടിയത്, 3 വട്ടം ഫ്ലിപ്പ് ചെയ്തപ്പോ. അപ്പൊ ഞാൻ അടുത്തത് എന്തായാലും ടൈല് വരുന്നത് എന്ത് ചെയ്യാ ഞാൻ വരുന്നു പറയാം. പക്ഷെ എന്താ ടൈല് ഹെഡും വരാനുള്ള ചാൻസ് അവിടെ ഉണ്ടല്ലേ. പിന്നെ ജനറ്റിക് ഫാലസി അല്ലെ, നമ്മൾ പൊതുവെ പറയുന്ന സാധനമാണ് എന്താണ് ചൈനയുടെ സാധനമാണ് അത് നല്ലതല്ല. പക്ഷെ കാർ ഈസ് നോട്ട് ഗുഡ് ബിക്കോസ് ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ ചൈന അല്ലെ. ജനറ്റിക്, അതായത് ജനറ്റിക്കുമായി ഇപ്പൊ എന്താണ് നമ്മൾ പറയില്ല എന്താണ് ചില ആൾക്കാരെ പറയില്ല ഇനി ഇനി റൈസിൽ നിന്ന് വന്നുകൊണ്ട് അവരെന്തായും കള്ളന്മാരായിരിക്കാം, അങ്ങനെയൊക്കെ ഒരു പറയുന്നൊരു കേസാണ് ജനറ്റിക് ഫാലസി. ഓക്കെ, പിന്നെന്താണ് റെഡ് ഹെയറിംഗ് ഫാലസി. ഓക്കെ, someone present irrelevant information distract from the main topic. ഇത് മെയിൻലി എന്താണ് പൊളിറ്റീഷ്യൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇറലവന്റ് ഇൻഫർമേഷൻ പറഞ്ഞിട്ട് എന്താ ചെയ്യുക, മെയിൻ ടോപ്പിക്കിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യുക. ഇറലവന്റ് ഇൻഫർമേഷൻ പറഞ്ഞിട്ട് മെയിൻ ടോപ്പിക്കിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്നതാണ് റെഡ് ഹെറിംഗ് ഫാലസി. ഓക്കെ, ഇപ്പൊ ഒരു പൊളിറ്റീഷ്യനോട് ഇപ്പൊ നമുക്ക് നമ്മളെ നാട്ടിൽ തന്നെ കാണാൻ പറ്റും അല്ലെ. പൊളിറ്റീഷ്യനോട് എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ അല്ലെ അവർക്ക് ഇത് ആൻസർ ചെയ്യാൻ എന്ത് ചെയ്യും ഒരു അൺറിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് പറഞ്ഞിട്ട്. ഇപ്പൊ എനിക്ക് ഇത് എക്സാം കണ്ടപ്പോൾ ഓർമ്മ വന്ന അതാണ്. സുരേഷ് ഗോപിനോട് ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്തൊരു ഇഷ്യൂനോട് അമ്മയിലെ സ്ത്രീ പ്രശ്നം അങ്ങനെ ഒന്ന് ചോദിച്ചപ്പോ പറഞ്ഞില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിയ വീട്ടിൽ അങ്ങനെ ഈ ഒരു അതോ വേറെ ടൂറിസ്റ്റ് അങ്ങനെ എന്തോ ചോദിച്ചപ്പോ. അപ്പൊ പൊതുവെ നമ്മൾ ഈ പൊളിറ്റീഷ്യൻസിന്റെ അടുത്ത് അത് കാണല്ലേ, അതെന്ത് വേറെ എന്തെങ്കിലും ഫൂളിഷ്നെസ് അല്ലെങ്കിൽ അൺറേജ് ടോപ്പിക് ആയിട്ട് പറഞ്ഞിട്ട് ഒരു ഒഴിഞ്ഞു മാറുന്നു, ഒരു റെഡ് ഹെയറിംഗ് ഫാലസി. ഓക്കെ, റിലവന്റ് ഇൻഫർമേഷൻ മെയിൻ ടോപ്പിക് എന്ന് ഓർമ്മയിൽ വഴി തിരിച്ചു വിടാം. പിന്നെ വീക്ക് അനലോഗി അല്ലെ, വീക്ക് അനലോഗി ആയിട്ടുള്ള ഇപ്പൊ അതിന് എക്സാമ്പിൾ കാർ കിൽ പീപ്പിൾ ജസ്റ്റ് ലൈക്ക് ഗൺസ്. അതായത് ഇപ്പൊ തോക്ക് അപ്പൊ ഇത് പറയണം, നമ്മൾ പറയണം ഗണ്ണ് ബാൻ ചെയ്യണം, കാരണം ഗണ്ണ് ആൾക്കാരെ കൊല്ലുന്ന സാധനമാണ്. അപ്പൊ പറയണം ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കാറിൽ ആക്സിഡന്റ് ആയിട്ട് 5 to 10% ആൾക്കാർ അങ്ങനെ മരിക്കുന്നുണ്ടാവും. അപ്പൊ എന്താണ് അപ്പൊ അല്ലെങ്കിൽ കാർ കൊണ്ട് വേണമെങ്കിൽ ഒരാളെ വേണമെങ്കിൽ കൊല്ലാനും വരെ പറ്റും. അപ്പൊ ഇടിപ്പിച്ചുക, പക്ഷെ കാരണം മെയിൻ യൂസ് അതല്ലല്ലോ. പക്ഷെ ഗണ്ണിന്റെ യൂസ് പറയുന്നത് എന്താണ് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ഈവൻ പ്രൊട്ടക്ഷനും കൂടി ആണെങ്കിൽ എന്താണ് ആൾക്കാരെ ഹാം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരാൾ പറയാണ് ഒരു വീക്കായിട്ട് അനലോഗി ഉണ്ടാക്കുക, അതുണ്ടാക്കുക കാറ് കൊണ്ട് ആൾക്കാരെ കൊല്ലുന്നു അല്ലെങ്കിൽ ഇടിപ്പിച്ച് കൊല്ലാം, കാർ അല്ലെങ്കിൽ കാറ് കാരണം ആൾക്കാർ മരിക്കുന്നുണ്ട്. അപ്പൊ ഗണ്ണ് ബാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് കാറും ബാൻ ചെയ്യണം. പിന്നെന്താണ് ഇത് വളരെ സിമ്പിൾ ആണ്, കാരണം എന്താണ് ഹ്യൂമൻസ് ആർ ഈവൻ റിച്ച് ദം, അത് വേറൊരു എക്സാമ്പിൾ. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്, കാരണം ഈവൻ മനുഷ്യന്മാരെന്താണ് ഇപ്പൊ ചിലർ കോംപ്ലിക്കേറ്റഡ് കാര്യം കൊടുത്ത് കാണുന്ന എന്താണ് അത്ര ഒരു ഇത് വീക്ക് അനലോഗി ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നതാണ് ഫാലസി. ഓക്കെ, പിന്നെ അപ്പീൽ ടു ഫോഴ്സ്. ഓക്കെ, ഇഫ് യു അഗ്രി വിത്ത് അവർ ഐഡിയോളജി അവർ ഓഫീസർ വിൽ നോട്ട് സെർച്ച് യു. ഒരു ഫോഴ്സ് ചെയ്തിക്കാണ്ട് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഞങ്ങൾ ഐഡിയോളജി അംഗീകരിച്ചാൽ എന്ത് ചെയ്യില്ല, ഞങ്ങൾ ഓഫീസേഴ്സ് നിങ്ങളെ സെർച്ച് ചെയ്യുന്ന ഒരു കേസ്. ഓക്കെ, ഇനി ഈ ഫാലസിയുമായി ബന്ധപ്പെട്ട് നല്ലോണം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസ് നോക്കുക.
സോ ഇതിലേതാ ഫാലസി എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. പീപ്പിൾ വിത്ത് കേസസ് ഓഫ് ഫ്ലൂ ഷുഡ് ബി കെപ്റ്റ് ഇൻ ക്വാറന്റൈൻ ബിക്കോസ് ഇറ്റ് ഹാസ് നെവർ ബീൻ ഡിസ്പ്രൂവൺ ആസ് ദ ബെസ്റ്റ് മീൻസ് ഓഫ് കീപ്പിംഗ് ദ ഡിസീസ് ഫ്രം സ്പ്രെഡിങ്. ഇത് ആൻസർ ചെയ്യാട്ടോ നിങ്ങൾക്ക്. പീപ്പിൾ വിത്ത് കേസസ് ഓഫ് ഫ്ലൂ ഷുഡ് ബി കെപ്റ്റ് ഇൻ ക്വാറന്റൈൻ ബിക്കോസ് ഇറ്റ് ഹാസ് നെവർ ബീൻ ഡിസ്പ്രൂവൺ. ഇവിടെ തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഡിസ്പ്രൂവൺ എന്നൊരു ടേം വന്ന്. സോ നമ്മളിപ്പോ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഒരു കാര്യം, എന്താണ് ഇറ്റ് ഹാസ് പ്രൂവൺ ഫാൾസ്. ഇപ്പൊ ഇവിടെ പറയാം പീപ്പിൾ വിത്ത് കേസ് ഓഫ് ഫ്ലൂ ഷുഡ് ബി കെപ്റ്റ് ഇൻ ക്വാറന്റൈൻ. ഇപ്പൊ ഇവിടെ ഫ്ലൂ വന്നാൽ, ഒരു ഫീവർ ഫ്ലൂ വന്നാൽ ക്വാറന്റൈനിൽ ഇരിക്കണം. കാരണം എന്താണ് നെവർ ബീൻ ഡിസ്പ്രൂവ് ദാറ്റ് മീൻസ് ഓഫ് കീപ്പിംഗ് ദ ഡിസീസ് ഫ്രം സ്പ്രെഡിങ്. നെവർ ബീൻ ഡിസ്പ്രൂവ് ചെയ്തിട്ടില്ല എന്താണ് മീൻസ് ഓഫ് കീപ്പിംഗ് ദ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതിൽ ഇത് കീപ്പ് ചെയ്യുന്ന ആ ഒരു കേസിൽ. ഓക്കെ, സോ ഇവിടെ ഡിസ്പ്രൂവ് എന്ന് വന്ന് ഒരു പർട്ടിക്കുലർ കാര്യം ഡിസ്പ്രൂവ് എന്ന് വന്നാൽ നമ്മൾ പറഞ്ഞ എന്താണ് അപ്പീൽ ടു ഇഗ്നോറൻസ് ആണ്. ഓക്കെ, അപ്പീൽ ടു ഇഗ്നോറൻസ്. പിന്നെ അടുത്തൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്, തരുൺ കനോട്ട് ബി ഗിൽറ്റി ഓഫ് മർഡർ സിൻസ് ദർ ഇസ് നോ വേ തരുൺ കുഡ്. ഓക്കെ, സോ ഇത് നമ്മൾ പറഞ്ഞിരുന്നത് എന്തായിരിക്കും, സർക്കുലർ അല്ലേ, സർക്കുലർ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. ഇവിടെ എന്താണ് ഫസ്റ്റ് പറയുന്ന ഇത് തന്നെയാണ് കൺക്ലൂഷനിലും വരുന്നത് അല്ലേ. അല്ലെങ്കിൽ ആ ഒരു സർക്കുലർ ആയിട്ട് പോകണം. ഇപ്പൊ തരുൺ കനോട്ട് ബി, അല്ലെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് അല്ലേ. ഇവിടുത്തെ കേസ് എന്താ വരിക, ബെഗിങ് ദ ക്വസ്റ്റ്യൻ ആണ് കറക്റ്റ് ആയിട്ട് വരിക അല്ലെ. തരുൺ കനോട്ട് ബി ഗിൽറ്റി ഓഫ് മർഡർ സിൻസ് ദർ ഇസ് നോ വേ തരുൺ കുഡ്. അതായത് പക്ഷെ ഈ തരുണ് ഗിൽറ്റി ആവില്ല, കാരണം തരുണ് ഒരാളെ കൊല്ലാൻ സാധിക്കില്ല. ആ ഒരു കേസാണ് ഇവിടെ പറയുന്നത്. ഓക്കെ,